الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن بسم الله ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم واتقوا فتنة لا تصيبن الذين ظلموا منكم خاصة واعلموا أن الله شديد العقاب صدق الله مولانا العظيم ബഹുമാന്യരായ സ്റ്റേജിലും സദസ്സിലും ഒത്തുകൂടിയിട്ടുള്ള മഹാന്മാരായ പണ്ഡിതന്മാർ, മുത്തഅല്ലിം സുഹൃത്തുക്കൾ, കാരണവന്മാർ, പ്രസ്ഥാന ബന്ധുക്കൾ, യുവജന സുഹൃത്തുക്കൾ, ഈ നാടിൽ നിന്നും ഇതര നാടുകളിൽ നിന്നുമൊക്കെ തടിച്ചുകൂടിയ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ പ്രവർത്തകന്മാർ, എന്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഇതര സംഘടനാ സുഹൃത്തുക്കളെ, ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആശയാദർശങ്ങൾക്ക് എന്നും പത്തരമാറ്റാണെന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങളാണ് ഓരോ ദിവസം കൂടുന്തോറും നമ്മുടെ നാടുകളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ സംബന്ധിച്ചും അതിന്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചും നാളിതുവരെ ചെയ്ത നേട്ടങ്ങളെ സംബന്ധിച്ചുമൊക്കെ ഈ നാട്ടുകാരായ നിങ്ങൾക്ക് പറഞ്ഞു പരിചയപ്പെടുത്തി തരണം എന്ന് എനിക്ക് തോന്നുന്നില്ല. മഹാന്മാരായ മഹത്തുക്കളായ പണ്ഡിതന്മാരാണ് ഈ മഹിതമായ സംഘടനയെ കെട്ടിപ്പടുത്തതും ഇതുവരെ കൊണ്ടു നടന്നതും ഇന്നും നേതൃത്വം കൊടുക്കുന്നതും മഹാന്മാരായ പണ്ഡിതന്മാരാണ്. ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദിനെ പോലെ, ഷംസുൽ ഉലമയെ പോലെ കാലശേഷം കടന്നുവന്ന നമ്മൾക്ക് അടുത്തു പരിചയപ്പെട്ടിരുന്ന നേതാക്കന്മാരിൽ പ്രമുഖന്മാരായിരുന്ന ബഹുമാനപ്പെട്ട കോയക്കുട്ടി ഉസ്താദിനെ പോലെ, ചെറുശ്ശേരി ഉസ്താദിനെ പോലെയുള്ള മഹാന്മാരായ പണ്ഡിതന്മാർ അല്ലാഹുവിനെയല്ലാതെ ഭൗതികമായ ലോകത്ത് രണ്ടാമത്തൊരു ശക്തിയെ പേടിക്കാത്ത ഉഖ്റവിയായ പണ്ഡിതന്മാരായിരുന്നു ഈ പറയപ്പെട്ടവർ അടക്കമുള്ള മഹാന്മാരായ നേതാക്കന്മാരെന്ന് ഈ സമയത്ത് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ ബഅലവി വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ പ്രാർത്ഥന കൊണ്ടും പ്രവർത്തനങ്ങളെ കൊണ്ടും കെട്ടിപ്പടുത്ത മഹിതമായ സംഘടന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീന് നിലനിർത്തുകയും അതിന് ആവശ്യമായ എല്ലാ ഘടകങ്ങളും കൊടുക്കുക എന്നതാണ് ഈ മഹിതമായ സംഘടനയുടെ ലക്ഷ്യം. അതാണ് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനിനൊരു കോട്ടം വരുന്ന വാക്കുകളോ പ്രവർത്തനങ്ങളോ നാട്ടിൽ നടന്നുകൂടാ. പാരമ്പര്യമായി പടച്ചവനിൽ നിന്ന് ലഭിച്ച പരിശുദ്ധമായ ഇസ്ലാം അത് മാറ്റത്തിരുത്തലുകളും മാറ്റിമറിക്കലുകളും ഇല്ലാതെ ഇതുപോലെ നിലനിൽക്കണം. ഇതാണ് ഈ സംഘടന ലക്ഷ്യം വെക്കുന്നത്. പടച്ചവന്റെ പരിശുദ്ധമായ ദീൻ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മുഖാന നബി തങ്ങളിലൂടെ സ്വഹാബികൾ വഴി കേരളീയ സമൂഹത്തിന് എത്തിപ്പെട്ട ഈ പരിശുദ്ധമായ ദീൻ ആ പാരമ്പര്യമായി കൈകളിൽ കിട്ടിയതുപോലെ കേരളത്തിന്റെ മണ്ണിൽ പ്രചരിപ്പിക്കാനും നിലനിർത്താനും എല്ലാം കൊണ്ടും ബാധ്യതപ്പെട്ടത് ഈ മഹിതമായ സംഘടനയുടെ പണ്ഡിതന്മാരും നേതാക്കന്മാരും നമ്മളെപ്പോലെയുള്ള എളിയ ഖാദിമുകളുമാണ് എന്നതിൽ രണ്ടഭിപ്രായം ആർക്കുമുണ്ടാകുമെന്ന് തോന്നുന്നില്ല. ഈ സംഘടന പ്രവർത്തിക്കുന്നത് ഫലമായി ഭൗതികമായ ലോകത്ത് എന്തെങ്കിലും നേട്ടങ്ങൾ നമ്മൾക്ക് ചെയ്തു കൂട്ടാൻ കഴിയുമെന്നും ഞാൻ മനസ്സിലാക്കുന്നില്ല. ഏതായാലിരിക്കട്ടെ, പരിശുദ്ധമായ ദീന് നിലനിർത്താൻ വേണ്ടിയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകരിച്ചിട്ടുള്ളത്. 90 വയസ്സ് പരിപൂർണമായി തികഞ്ഞിട്ടുള്ള ഈ മഹിതമായ സംഘടന അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ നേർരേഖയാണ്. ഒരു ദിവസം ചുരുങ്ങിയത് 17 പ്രാവശ്യമെങ്കിലും നിർബന്ധമായി പടച്ചവനോട് നമ്മൾ ദുആ ചെയ്യുന്നത്, അല്ലാഹുവേ ശരിയായ മുസ്തഖീമായ വഴിയിലേക്ക് ഞങ്ങളെ നീ എത്തിച്ചു തരണമേ എന്നാണ്. ആ മുസ്തഖീമായ വഴി ഏതാണ്? സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം മിനൻ നബിയ്യീന വസ്സുദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ.
ഈ പറയപ്പെട്ട സച്ചരിതരായ പിൻപറ്റാൻ പറ്റുന്ന വിശുദ്ധ ഖുർആൻ പേരെടുത്ത് പരാമർശിക്കപ്പെട്ട ഈ മഹാന്മാരുടെ വഴികളിലേക്ക് ഞങ്ങൾ എത്തിക്കണമേ. ഈ പറഞ്ഞതിൽ നാലാമത്തെ വിഭാഗം വസ്വാലിഹീൻ എന്നതിന്റെ താഴെ അണ്ടർലൈൻ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. ഈ വസ്വാലിഹീൻ എന്ന് പറഞ്ഞ മുൻഗാമികളായ സലഫു സ്വാലിഹികളായ ജീവിത വിശുദ്ധിയുള്ള, ഏതുകൊണ്ടും ഒരാളോട് ചോദിച്ചാൽ അയാൾ തരക്കേടില്ല എന്ന് പറയാൻ പറ്റുന്ന രൂപത്തിൽ പിൻപറ്റാൻ പറ്റുന്ന, അനുകരിക്കാൻ പറ്റുന്ന മാതൃകായോഗ്യരായ സ്വാലിഹികളായ പണ്ഡിതന്മാരുടെ കൂടെ ഞങ്ങളെ നിർത്തിത്തരണമേ എന്നാണ് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പ്രാർത്ഥിക്കാനാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിട്ടുള്ളത്. മഹാന്മാരായ സ്വഹാബിയുടെ കാലത്ത് തന്നെ വിശുദ്ധ ഇസ്ലാം കേരളത്തിൽ വന്നിട്ടുണ്ട്. ആ നിലക്ക് വലിയ ഭാഗ്യം സിദ്ധിച്ചവരാണ് കേരളീയ മുസ്ലിമീങ്ങളായ നമ്മൾ. 1926 മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങൾ ഈ മഹിതമായ സംഘടന രൂപീകരിച്ച് 2016 ഈ സമയത്ത് എത്തി നിൽക്കുമ്പോഴേക്ക് പിന്നിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് വല്ലാത്ത സന്തോഷമുണ്ട്, ചാരിതാർത്ഥ്യമുണ്ട്. ഈ സംഘടന 1926 രൂപീകരിച്ചതിന്റെ ശേഷം തങ്ങളാൽ കഴിയുന്ന എല്ലാ ദുൽമും ചെയ്ത് ഇതിന്റെ പിന്നിലും മുന്നിലും മധ്യത്തിലുമായി നിലകൊണ്ടവർ എക്കാലത്തും കേരളത്തിലെ സമസ്തയുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഈ നാൾ വരെ സമസ്തയുടെ മുന്നോട്ടുള്ള ഗമനം വളരെ സുഗമമായിരുന്നു എന്നൊന്നും നമ്മൾ അവകാശപ്പെടുന്നില്ല. അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഒരുപാട് ത്യാഗങ്ങൾ സഹിക്കാനും പ്രയാസങ്ങൾ സഹിക്കാനും എക്കാലത്തും ഈ സംഘടനയും ഈ സംഘടനയുടെ നേതാക്കന്മാരും പ്രയാസങ്ങൾ സഹിച്ചിട്ടുണ്ട് എന്നർത്ഥം. ഏതായാലിരിക്കട്ടെ, 1988-89 കാലഘട്ടം വളരെ കലുഷിതമായിരുന്നു കേരളത്തിന്റെ മണ്ണിൽ. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ അടക്കമുള്ള ഏതാനും ആളുകൾ ഈ സംഘടനയുമായി ബന്ധം വിച്ഛേദിക്കുകയും ഈ മഹിതമായ സംഘടനയ്ക്ക് നേതൃത്വം നൽകിയ മഹാന്മാരായ പണ്ഡിതന്മാർക്ക് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആദർശങ്ങളിൽ വ്യതിയാനം സംഭവിച്ചു എന്നും മഹാനായ ഈ സംഘടനയ്ക്ക് നേതൃത്വം നൽകിയിരുന്ന പണ്ഡിത ലോകത്തെ സൂര്യതേജസ് മഹാനായ ശംസുലുലമായി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ഈ സംഘടനയെ മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടിയിലേക്ക് കൊണ്ടുപോവുകയാണെന്നും അതുകൊണ്ട് രാഷ്ട്രീയ പാർട്ടിയുമായി ബന്ധപ്പെടാതെ അല്ലാഹ് എന്ന ചിന്തയോട് മാത്രം കഴിയുന്ന രാഷ്ട്രീയക്കാരെ സമീപിക്കാതെ അവരുടെ ആനുകൂല്യങ്ങൾ പറ്റാതെ തനി അല്ലാഹുവിലുള്ള ഇലാഹിയായ ബന്ധത്തിൽ അധിഷ്ഠിതമായ ഒരു സംഘടന വേണം എന്ന നിലയ്ക്ക് സമുദായത്തോട് തുറന്നു പറയുകയും അതിനുവേണ്ടി ഒരുപാട് പാവപ്പെട്ട മുഖ്ലിസ്വീങ്ങളായ ആളുകളെ സംഘടിപ്പിച്ച് സമസ്തക്കെതിരെ സമരസജ്ജരായി വന്നവർ ഈ സമുദായത്തിൽ പിൻകാലത്ത് ചെയ്തു കൂട്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് വർത്തമാന കേരളത്തിലെ ജനങ്ങൾ വളരെ ബോധവാന്മാരാണ്. കണ്ണിയത്തുസ്താദിനും ശംസുലുലമക്കും മാദ്രസ ചോർച്ച സംഭവിച്ചു എന്നും പാണക്കാട് സയ്യിദന്മാരുടെ നേതൃത്വം കേരളത്തിന്റെ ശാപമാണ് എന്നും പലവട്ടം പ്രസംഗിക്കുകയും എഴുതുകയും ചെയ്തവർ പിൻകാലത്ത് കേരളത്തിൽ ചെയ്തു കൂട്ടിയ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ നമ്മൾ ബോധവാന്മാരാകേണ്ടതുണ്ട്. അന്ന് സമസ്തയിൽ നിന്ന് ഇവർ മാറിപ്പോകുന്ന സമയത്ത് രണ്ടാരോപണങ്ങളാണ് അവർ പറഞ്ഞിരുന്നത്. ഒന്ന്, സമസ്തക്ക് ബിദ്അത്തിന്റെ ബന്ധമുണ്ട്. അതിനെ സംബന്ധിച്ചൊന്നും ഞാൻ കൂടുതൽ പറയുന്നില്ല. ബിദ്അത്തിന്റെ ബന്ധത്തെ സംബന്ധിച്ചൊക്കെ പറഞ്ഞാൽ നേരം പുലരുവോളം നമുക്ക് പറയാനുണ്ട്. രണ്ടാമത്തത്, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാക്ക് രാഷ്ട്രീയപരമായ ബന്ധമുണ്ട് എന്നായിരുന്നു. രാഷ്ട്രീയമെന്ന് മാത്രമല്ല, മുസ്ലിം ലീഗുമായിട്ട് ബന്ധപ്പെട്ട് ഈ സംഘടനയെ മുസ്ലിം ലീഗിന്റെ വാലായി പ്രവർത്തിക്കുവാൻ വേണ്ടി ശംസുലുലമ കൊണ്ടുപോകുന്നു എന്നായിരുന്നു അന്നും ഇന്നും അവർ പറഞ്ഞിട്ടുള്ളത്. പ്രസംഗങ്ങളിലൊക്കെ അവർ ആ രൂപത്തിൽ തന്നെയാണ് ജനങ്ങളെ ബോധ്യപ്പെടുത്തിയിരുന്നത്, അണികളെ പറഞ്ഞു പഠിപ്പിച്ചിരുന്നത്. ഏതായാലിരിക്കട്ടെ, അങ്ങനെ അവർ മാറി നിന്നു. നമ്മളൊക്കെ മാനമര്യാദയ്ക്ക് വിചാരിച്ചു ഏതായാലും രാഷ്ട്രീയക്കാരുമായി ബന്ധപ്പെടാതെ 24 മണിക്കൂറും അല്ലാഹ് എന്ന ചിന്തയോടുകൂടെ കഴിഞ്ഞുകൂടുന്ന ഭൗതികമായ കാര്യങ്ങളുമായിട്ടൊന്നും ബന്ധപ്പെടാത്ത ഒരു സംഘടന ഫുലാനുവിന് ഫുലാൻ ഉണ്ടാക്കുമെന്നും അങ്ങനെ ആ സംഘടനയിലൂടെ പ്രവർത്തിച്ചാൽ സ്വർഗപ്രാപ്തിയിൽ ഉണ്ടാകുമെന്നും പലരും തെറ്റിദ്ധരിച്ചു. അദ്ദേഹത്തിന്റെ പിന്നാലെ കൂടി. കാലം കുറെ കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ ഉള്ളിലിരിപ്പ് എന്താണ് എന്ന് മുൻകൂട്ടി മനസ്സിലാക്കിയ മഹാന്മാരായ പണ്ഡിതന്മാർ പ്രസംഗങ്ങളിലൂടെയും തങ്ങളുടെ ശിഷ്യന്മാർക്കും അവസരങ്ങളിൽ അതാതു സമയങ്ങളിൽ അതാതു കാലങ്ങളിൽ വ്യക്തമാക്കി ബോധ്യപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. അതിന്റെ പേരിലായിരിക്കും മഹാനായ തൃപ്പനച്ച് ഉസ്താദിനെ പോലെ, അരിമ്പ്ര ഉസ്താദിനെ പോലെ, കണ്യാല മൗലയെ പോലെ, കണ്ണിയത്ത് ഉസ്താദിനെ പോലെ, ശംസുലുലമയെ പോലെയുള്ള മുൻഗാമികളായ മഹത്തുക്കളായ ആളുകൾ അന്ന് വ്യക്തമായി ബന്ധപ്പെട്ടവരോട് പറഞ്ഞു, ഇയാൾ അടുപ്പിക്കാൻ പാടില്ല, ഇയാൾ മുസ്ലിമുകളെ ശത്രുവായിട്ട് ഭാവിയിൽ വരാനിരിക്കുന്ന ആളാണ്. ആ വാക്കുകളൊക്കെ പിൻകാലത്ത് പുലർന്നു പോന്നു. പഴയ കാലത്ത് ഇവരുടെ പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ടോന്നറിയില്ല.
പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയൊക്കെ ഇതിന് മുമ്പ് നടത്തിയ പ്രസംഗങ്ങളും ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രസംഗങ്ങളൊക്കെ ഒപ്പം വെച്ച് വായിച്ചു നോക്കിയാൽ നമ്മളെ കന്തം വിട്ടുപോകും. പേരോട് അബ്ദുറഹ്മാൻ സഖാഫി പഴയ കാലത്ത് നടത്തിയൊരു പ്രസംഗമുണ്ട്. ആ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞെന്താ, നിങ്ങള് നമുക്ക് ഇടത് വേണ്ട, നമുക്ക് വലതും വേണ്ട, നമ്മക്ക് അല്ലാഹു തആല മതി. നമ്മുടെ രാഷ്ട്രീയത്തിന് വേണ്ടി പ്രവർത്തിക്കേണ്ടവരല്ല, നമ്മുടെ രാഷ്ട്രീയത്തിന്റെ കൊടി പിടിക്കേണ്ടവരല്ല, നമ്മക്ക് അല്ലാഹ് മതി. ഇതുകൊണ്ട് കേൾക്കുമ്പോ സാധാരണക്കാരായ ആളുകൾ വിചാരിക്കും, ശരിയല്ലേ പറഞ്ഞത്, രാഷ്ട്രീയം കൊണ്ട് നമുക്ക് രക്ഷപ്പെടാൻ പറ്റൂലല്ലോ, നമുക്ക് രക്ഷപ്പെടണമെങ്കിൽ ദീനല്ലേ വേണ്ടത്, അള്ളല്ലേ വേണ്ടത് എന്ന് തെറ്റിദ്ധരിച്ച് ഇവരുടെ പിന്നാലെ കൂടി കുറെ ആളുകൾ കാലം കുറെ കഴിഞ്ഞു. മണ്ണാർക്കാട് അടക്കമുള്ള പ്രദേശങ്ങളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി ആദർശ സമ്മേളനങ്ങൾ എന്ന പേരിൽ സമ്മേളനങ്ങൾ സംഘടിപ്പിച്ച് വോട്ട് പിടിക്കാനുള്ള ഗൂഢതന്ത്രങ്ങളായിരുന്നു രഹസ്യമായും പരസ്യമായും പിന്നീട് അവർ ചെയ്തിരുന്നത്. സമയച്ചുരുക്കം കൊണ്ട് ഞാൻ പരത്തി പറയുന്നില്ല. പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയുടെ ആ പഴയ പ്രസംഗം നിങ്ങളൊന്ന് കേൾക്കും. സൗണ്ട് ശ്രദ്ധിക്കും. നിങ്ങൾ അല്ലാഹുവിനെ മുറുകെ പിടിക്കണം, ഒരിടതും വലതുമല്ല നമ്മളെ ദീന്. തൽക്കം വെച്ച് അവിടെ ഓപ്പറേറ്ററോടൊക്കെ പോയി ചാടിച്ചാൽ പോയി അയാളെ ചായ അങ്ങോട്ട് കൊണ്ടേ കൊടുക്കി. ഇടതുപക്ഷം നോക്കണ്ട, വലതുപക്ഷം നോക്കണ്ട, നിങ്ങൾ അല്ലാഹുവിനെ മുറുകെ പിടിക്കണം, ഒരിടതും വലതുമല്ല നമ്മളെ ദീന് നിയന്ത്രിക്കുന്നത്, അള്ളയാ നമ്മളെ ശക്തിപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ SYS-ന്റെ പ്രവർത്തകരെ, SSF-ന്റെ പ്രവർത്തകരെ നമ്മൾ രാഷ്ട്രീയത്തിന്റെ കൊടിയും പിടിച്ച് നടക്കാറുള്ളവരല്ല. ഇത് മൻസൂഹായ കൗലാണത്, പഴയ കൗലാണ്. നമ്മൾ രാഷ്ട്രീയക്കാരെ കൊടി പിടിക്കാനുള്ളവരല്ല, നമ്മൾ ഇടതും വലതും നോക്കേണ്ടവരല്ല, നേരാവണ്ണം നേരെയായ വഴിയിലൂടെ പോയി സ്വർഗത്തിലെത്തേണ്ടവരാണ്. നമ്മളെ രാഷ്ട്രീയക്കാരെ കൊടി പിടിക്കാനുള്ളവരല്ല. നമ്മൾ അല്ലാഹുവിന്റെ ദീനിൽ പ്രവർത്തിക്കാൻ നമ്മളെ ഉള്ളൂ. വലിയ കോളായി പോയി. നിങ്ങളില്ലെങ്കിൽ അള്ളാന്റെ ദീൻ ഇവിടെ നിലനിൽക്കൂല ഞങ്ങൾ വിചാരിച്ചത്. അള്ളാന്റെ ദീനിന് എവിടെയൊക്കെ കോട്ടം സംഭവിച്ചിട്ടുണ്ടോ അത് മുഴുവനും നിങ്ങളുടെ ഇടപെടൽ കൊണ്ടാണ്. ഇയാള് പറയാണ് നമ്മളില്ലെങ്കിൽ അള്ളാന്റെ ദീന് പറയാൻ ഇവിടെ വേറെ ആളുണ്ടാവൂല. നിങ്ങളുള്ളത് കൊണ്ടാണ് അള്ളാഹുവിന്റെ ദീനിന് കേരളത്തിന്റെ മണ്ണിൽ എവിടൊക്കെ കോട്ടം സംഭവിച്ചിട്ടുണ്ടോ അതൊക്കെ നിങ്ങളെ കൊണ്ട് തന്നെ ഉണ്ടായിട്ടുള്ളത്. രാഷ്ട്രീയക്കാര് രാഷ്ട്രീയവും കൊണ്ട് നടക്കട്ടെ, നമ്മൾ അല്ലാഹുവിന്റെ ദീനിന്റെ 100% പ്രവർത്തകരാകണം, സജീവമായ പ്രവർത്തകരാകണം. അപ്പൊ രാഷ്ട്രീയക്കാര് രാഷ്ട്രീയ പണി നോക്കട്ടെ, അതന്നെ സാധു നമ്മളും പറഞ്ഞത്. രാഷ്ട്രീയക്കാരെ പണി നോക്കണം, പെരുങ്കൊല്ലന്റെ പണിയെടുക്കണം, മണ്ണാന്റെ പണിയെടുക്കണം, തട്ടാന്റെ പണിയെടുക്കണം, മൂല്യാരെ പണിയെടുക്കണം. മൂല്യമാരെ പണിയെടുക്കേണ്ട മൂല്യമാർ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി രാഷ്ട്രീയക്കാരന്റെ കൊടി പിടിച്ചാൽ എന്തൊക്കെ കേൾക്കേണ്ടി വരും അതൊക്കെ കേൾക്കേണ്ടി വരും. അപ്പൊ ഞാൻ മൂല്യാരല്ലേ, ഞാൻ കാര്യപ്പെട്ട ആളല്ലേ, ഇന്നങ്ങനൊന്നും പറയാൻ പാടില്ലല്ലോ എന്ന് പിന്നെ വിലപിച്ചിട്ട് കാര്യമില്ല. അപ്പൊ അവനവൻ നിൽക്കേണ്ടിടത്തും അവനവൻ ഇരിക്കേണ്ടിടത്തും അവനവൻ നിൽക്കാനും ഇരിക്കാനുമുള്ള ഒരു പക്വതയും പാകതയും അവനവന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഇതിലൊന്നും സങ്കടപ്പെടേണ്ടതില്ല. അങ്ങനെ പ്രസംഗിച്ചവർ നമ്മൾ ഇടതും വലതും നോക്കേണ്ടവരല്ല, നമ്മുടെ രാഷ്ട്രീയത്തിന്റെ കൊടി പിടിക്കേണ്ടവരല്ല എന്ന് ഒരു കാലത്ത് പ്രസംഗിച്ചവർ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുത്താൻ, UDF-ന്റെ സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുത്താൻ ദർസ് വരെ മുടക്കി, യത്തീംഖാനകൾക്ക് ലീവ് കൊടുത്തു, മദ്രസകൾക്ക് ലീവ് കൊടുത്തു. ഈ സഖാഫികളടക്കമുള്ള പണ്ഡിതന്മാരെന്ന് അവകാശപ്പെടുന്നവർ ചുവന്ന കൊടിയും പിടിച്ച് UDF-നെതിരെ ശക്തമായി രംഗത്തിറങ്ങിയത് ഈ സമയത്ത് നമ്മൾ മറന്നുപോകരുത്. എത്ര ഗൗരവമായ വിഷയമാണിത്. എന്തിന്റെ പേരിൽ ആ സമസ്തയിൽ നിന്നൊരു മാറി നിന്നത്? സമസ്തയ്ക്ക് രാഷ്ട്രീയ ബന്ധമുണ്ട് എന്ന് ആരോപിച്ചവർ പിൻകാലത്ത് മാറി നിന്ന് തനിച്ച രാഷ്ട്രീയക്കാരന്റെ തരം താഴ്ന്ന പ്രവർത്തനങ്ങളിലേക്കാണ് ഇന്നവർ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ പ്രധാനപ്പെട്ട അവസാനത്തെ ഒരു ഉദാഹരണമാണ് കേരള മുസ്ലിം ജമാഅത്തിന്റെ രൂപീകരണം എന്ന് നമ്മൾ സാന്ദർഭികമായി ഓർക്കുന്നത് നല്ലതാണെന്ന് ഞാൻ ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. അതിന് പുറമെ നമ്മുടെ പ്രവർത്തകന്മാർ ബക്കറ്റുമായിട്ട് വരുന്നുണ്ട്. എല്ലാ ആളുകളും എല്ലാ നിരക്കും സഹകരിച്ചു കൊടുക്കണം. ഇവിടെ
വട്ടപൂജ്യത്തിൽ നിന്നാണ് നമ്മൾ ഈ പരിപാടി തുടങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് സാധിക്കുന്ന ആളുകളെ 50ഉം 100ഉം ഒക്കെ കൊടുത്ത് എല്ലാവരും സഹകരിക്കണം. ഏപ്പിക്കാരായ ആൾക്കാരുടെ പരിപാടി കേൾക്കുന്നുണ്ടെങ്കിൽ 200, 250 നിങ്ങൾ കൊടുക്കണം. കാരണം നിങ്ങൾക്കും വേണ്ടിയിട്ടാണ് ഇത്ര കഷ്ടപ്പെട്ട് ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. അസമൂജാൻ ഇവിടെ പരിസരത്തുണ്ടെങ്കിൽ 500 പെങ്ങളും കൊടുക്കി. ഏതായാലും അതിനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് എന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഏതായാലും ഇരിക്കട്ടെ, ഞാൻ പിരിവിനടക്ക് നടക്കട്ടെ, എല്ലാവരും ഈ കാര്യങ്ങളിലേക്ക് ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഏതായാലും ഇരിക്കട്ടെ, അങ്ങനെ പ്രസംഗിച്ചവർ എല്ലാ നിലക്കുമുള്ള മാറ്റങ്ങൾ സംഭവിച്ചു. കേരള മുസ്ലിം ജമാഅത്ത് രൂപീകരിച്ചു. ഞാൻ ചോദിക്കട്ടെ, സുന്നി എന്ന ലേബിളിൽ മാറി നിന്ന് പ്രവർത്തിച്ചവർ ഈ പുതിയ സംഘടനയിൽ എന്തേ സുന്നിയില്ലാതെ പോയി? എവിടെ പോയി സുന്നി? ആദ്യം സുന്നിയോട് തലങ്ങും മലങ്ങും നിൽക്കാൻ കഴിയാത്ത സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ, സുന്നി യുവജന സംഘം, സുന്നി പള്ളി, സുന്നി മദ്രസ, സുന്നി കുത്തുബിയത്ത്, സുന്നി വേള്, സുന്നി ആദർശ മുഖാമുഖം തിരിയാനും അറിയാനും സാധിച്ചിരുന്നില്ല. സുന്നിയോട് 4 കളിയൻ. ഇപ്പൊ സുന്നി പോയി. ഇപ്പൊ വെറും കേരള മുസ്ലിം ജമാഅത്തായി. എന്തേ സുന്നി പോയത്? ഞങ്ങൾക്കറിയാം. കേരള മുസ്ലിം ജമാഅത്ത് എന്ന ബഹുജന സംഘടനയുണ്ടാക്കി മുജാഹിദിനെയും ജമാഅത്തെ ഇസ്ലാമിനെയും തബ്ലീഗിനെയും ഖാദിയാനെയും ചേകരൂരിനെയും നിരീശ്വരവാദിയെയും ആണുങ്ങളും പെണ്ണുങ്ങളെയും ഒക്കെപ്പാടെ വിളിച്ചുകൂട്ടി ഒരു ബഹുജന സംഘടനയുണ്ടാക്കി. ഈ മഹിതമായ സംഘടനയായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ അടിക്കാനുള്ള വലിയൊരു വടിയാണ് ഈ പറയപ്പെട്ട സംഘടന എന്ന് രൂപീകരിച്ചപ്പോൾ തന്നെ ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിരുന്നു. അത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പോടുകൂടെ ഒന്നും കൂടെ ബോധ്യപ്പെട്ടിരിക്കുകയാണ്. ഏതായാലും ഇരിക്കട്ടെ, തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന്റെ തൊട്ടുമുമ്പ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരോട് ഒരു അഭിമുഖം പത്രക്കാരൻ ചർച്ച നടത്തുകയാണ്. ആ അഭിമുഖത്തിൽ അദ്ദേഹത്തോട് ചോദിച്ചൊരു ചോദ്യം, നിങ്ങളിപ്പോൾ സംഘടന ഉണ്ടാക്കി കേരള മുസ്ലിം ജമാഅത്ത്. ആ കേരള മുസ്ലിം ജമാഅത്തിൽ നിങ്ങൾ സ്ത്രീകൾക്ക് പ്രാതിനിധ്യം കൊടുക്കുമോ? സ്ത്രീകളെ നിങ്ങൾ അതിൽ ഉൾപ്പെടുത്തുമോ? ഈ സംഘടന സ്ത്രീകളെ ഉൾപ്പെടുത്തുമോ? നമ്മളൊക്കെ വിചാരിച്ചത് എന്താണ്? ഈ സംഘടനയിൽ സ്ത്രീകളെ ഉൾപ്പെടുത്തൂല എന്ന് അയാൾ പറയുന്ന നമ്മൾ മനസ്സിലാക്കിയത്. കാരണം നമ്മൾ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരാണ്. വഖർന ഫീ ബുയൂതികുന്ന വലാ തബറജന തബറജൽ ജാഹിലിയത്തിൽ ഊലാ വഅഖിംന സ്വലാ. പെണ്ണുങ്ങളെ വീടിന്റെ ഉള്ളിൽ അടങ്ങി ഒതുങ്ങി നിൽക്കണം. ജാഹിലിയ കാലത്തെ പോലെ നടക്കാൻ പാടില്ല. അവരടങ്ങി ഒതുങ്ങി വീട്ടിലേക്ക് താമസിക്കേണ്ടവരാണ് എന്ന് പഠിപ്പിക്കുന്ന സുന്നത്ത് ജമാഅത്തിന്റെ ആശയങ്ങൾ പഠിപ്പിക്കുന്ന സുന്നികളെന്ന് അവകാശപ്പെടുന്നവർ പെണ്ണുങ്ങളെ രംഗത്ത് ഇറങ്ങണ്ട എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കിയത്. പക്ഷെ അദ്ദേഹത്തിൽ നിന്ന് അതല്ല ഉണ്ടായത്. അദ്ദേഹവുമായുള്ള അഭിമുഖം നിങ്ങളൊന്ന് കേൾക്കി, ബാക്കി നമുക്ക് സൗകര്യം പോലെ പറയാം. ബഹുജന സംഘടന കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു പ്രഷർ ഗ്രൂപ്പ് ആവുക എന്നുള്ളതാണ്, ഒരു സമ്മർദ്ദ ശക്തിയാവുക അല്ല. അങ്ങനെയില്ല. സമ്മർദ്ദം ഇപ്പോഴും ഉണ്ട് ആവശ്യത്തിനനുസരിച്ച്. അതുപോലെ വേണ്ടി വന്നാൽ അപ്പോഴും ഉണ്ടാകും സമ്മർദ്ദം. ഇതുവരെ തെരഞ്ഞെടുപ്പിന് ശേഷം, തെരഞ്ഞെടുപ്പിന്റെ മുമ്പ് ഒരു സമ്മർദ്ദം ചെലുത്തി നോക്കുമ്പോൾ ഒക്കെപ്പാടെ മത്തമ്പള്ളിന്റെ ഉള്ളിൽ കാലുടിങ്ങിയ മാതിരിയായി. അത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലാണ് മൂപ്പര് സാധാരണ സമ്മർദ്ദം ഉണ്ടാകല്. ഇപ്പൊ സമ്മർദ്ദം നേരെ തിരിച്ചായപ്പോഴാണ് അതിന്റെ വിഷമങ്ങളും ഇടങ്ങേറുകളൊക്കെ ഒരു ചെറുതായിട്ടൊക്കെ ഒന്ന് അനുഭവിച്ചിട്ടുള്ളത്. ബഹുജനങ്ങൾ എന്ന് പറയുമ്പോൾ അതിൽ സ്ത്രീകളെ ഉൾപ്പെടുത്തും. ബഹുജനങ്ങൾ എന്ന് പറയുമ്പോൾ സ്ത്രീകൾ അതിൽ ഉൾക്കൊള്ളും. ഈ കേരള മുസ്ലിം ജമാഅത്ത് എന്ന ബഹുജന സംഘടനയിൽ ബഹുജനങ്ങൾ എന്ന ഈ ഹെഡിങ്ങിന്റെ താഴെ സ്ത്രീകളെ ഉൾപ്പെടുത്തുമോ എന്ന ചോദ്യത്തിന് സ്ത്രീകളെ ഉൾപ്പെടുത്തും. ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ സ്ത്രീകളെയും കൂടെ ഈ ബഹുജന സംഘടനയിൽ മെമ്പർഷിപ്പ് കൊടുത്ത് അവരെയും ഈ സംഘടനയിൽ ഉൾപ്പെടുത്തിയാൽ, അവർക്ക് മെമ്പർഷിപ്പ് കൊടുത്ത് അവരെയും പ്രവർത്തന ഗോതയിലേക്ക് കൊണ്ടുവന്നാൽ പിന്നെ നിങ്ങളും മുജാഹിദ് ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ള സംഘടനകളും തമ്മിൽ എന്താ മാറ്റുള്ളത്? അവരും വനിതകൾക്ക് സംഘടന ഉണ്ടാക്കി വിദ്യാഭ്യാസപരമായ നവോത്ഥാന പ്രവർത്തനങ്ങൾക്കും അതുപോലെ സ്ത്രീകൾക്ക് ആവശ്യമായ പ്രവർത്തനങ്ങളൊക്കെയാണ് ഈ പറയപ്പെട്ട വിദ്യാർത്ഥി സംഘടനകൾ ചെയ്യുന്നത്. അതുപോലെ തന്നെയല്ലേ നിങ്ങളും ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ എന്തു മറുപടി പറയും? നിങ്ങൾ പറയണം. സ്ത്രീകൾക്ക് ആവശ്യമായ വിദ്യാഭ്യാസവും സ്ത്രീകൾക്ക് ആവശ്യമായ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നതിനും ഈ സംഘടന പ്രവർത്തിക്കും. അവ സ്ത്രീകളുടെ എല്ലാ സംഘടനയും സ്ത്രീകളുടെ ഉന്നമനത്തിന് തന്നെ പ്രവർത്തിക്കുന്നത്. നമ്മൾ പറയണത് അങ്ങനെ സ്ത്രീകൾക്ക് പ്രത്യേക സംഘടനയുണ്ടാക്കി മെമ്പർഷിപ്പ് അടിസ്ഥാനത്തിൽ അവർ രംഗപ്രവേശനം നടത്താൻ പാടില്ല എന്നാണ് നമ്മൾ പറയണത്. അത് പാടുണ്ട് ഞങ്ങൾ പറയണത്. അതാണ് ഈ അടിസ്ഥാനപരമായ വ്യതിചലനം നിങ്ങൾക്ക് സംഭവിച്ചു എന്ന് നമ്മൾ പറയാനുള്ള കാരണം. അതാണ് സംഘടന പ്രവർത്തിക്കും. ബഹുജന സംഘടനയുടെ മുന്നണിയിൽ സ്ത്രീകളെ ഉൾപ്പെടുത്താൻ കഴിയുമോ? ഈ സംഘടനയുടെ മുന്നണിയിൽ സ്ത്രീകളെ ഉൾപ്പെടുത്താൻ സാധിക്കുമോ? അടുത്ത ചോദ്യം. അത് പ്രസിഡന്റ് ഒരു തങ്ങളാകുമ്പോ വൈസ് പ്രസിഡന്റ് 36 ഭാര്യ പെങ്ങളോ പെണ്ണുങ്ങളോ ആരെങ്കിലുമൊക്കെ നിൽക്കുക. സെക്രട്ടറി ആളാ ഉസ്താദാകുമ്പോ സെക്രട്ടറിന്റെ പെണ്ണുങ്ങളോ പെങ്ങളോ പേരെ കുട്ടികളോ ആരെങ്കിലും പെമ്മക്കളോ ആരെങ്കിലും ജോയിന്റ് സെക്രട്ടറി ആയിട്ട് നിൽക്കുക. അങ്ങനെ ഇതിന്റെ മുന്നണിയിൽ സ്ത്രീകളെ ഉൾപ്പെടുത്തുമോ? അടുത്ത ചോദ്യം. മറുപടി. മുന്നണിയിൽ സ്ത്രീകളെ ഉൾപ്പെടുത്താൻ കഴിയുമോ? ബഹുജന സംഘടനയിൽ മെമ്പർഷിപ്പ്
സ്ത്രീകൾക്ക് കൊടുക്കണമോ കൊടുക്കണ്ടയോ എന്ന കാര്യം തീരുമാനമായിട്ടില്ല. നിങ്ങൾ ആരെ കാത്തുക്കണോ തീരുമാനിച്ചാല്? എന്താ നിങ്ങൾക്ക് പെണ്ണുങ്ങൾക്ക് ഞങ്ങളെ മെമ്പർഷിപ്പ് കൊടുക്കൂല എന്നാണ് തീരുമാനിച്ചാൽ എന്താ? അങ്ങനെ തീരുമാനിക്കാൻ പറ്റാത്ത രൂപത്തിൽ പലരുടെയും മമ്മിയുടെ താഴെ നിങ്ങളെ വാല് കുടുങ്ങിയിട്ടുണ്ട്. അത് ഞങ്ങൾക്കറിയും. പക്ഷേ പ്രസംഗത്തിലും പ്രവർത്തനങ്ങളിലും എഴുത്തുകളിലൊക്കെ പണ്ടുണ്ടായിരുന്ന സുന്നത്തിയമായിട്ട് ആദർശങ്ങളൊന്നും ഇപ്പൊ കാണാനില്ല. അതുകൊണ്ടാണ് മണ്ണാർക്കാട് ആദർശ വിശദീകരണ സമ്മേളനം എന്ന് പറഞ്ഞ് നിങ്ങളുടെ നാട്ടുകാരനായ അസൻ മുസ്ലിയാർ അവിടെ ചെന്നിട്ട് പരസ്യമായ രാഷ്ട്രീയ പ്രസംഗം നടത്തിയത് അതിന്റെ പേരിലാണ്. ആദർശം അറിയാൻ കഴിയണില്ല. ആദർശത്തിന്റെ വിഷയങ്ങൾ സംബന്ധിച്ച് ചർച്ചനല്ലേ ഇപ്പോ? പണ്ട് മുഖാമുഖത്തിന് 4 തല്ലേനി, മുഖാമുഖങ്ങളും ഖണ്ഡനങ്ങളും. ഇപ്പൊ മുഖാമുഖമില്ല, ഖണ്ഡനവുമില്ല, മറുപടിയില്ല, വിശദീകരണവുമില്ല. വെറും രാഷ്ട്രീയ പ്രവർത്തനം മാത്രമായി മാറി. ഞങ്ങളിപ്പോൾ രൂപീകരിച്ചതല്ലേ ഉള്ളൂ. അതുകൊണ്ട് ചർച്ച ചെയ്തതിന് ശേഷം മെമ്പർഷിപ്പ് കൊടുക്കാനോ കൊടുക്കാതിരിക്കാനോ രണ്ടും തീരുമാനമായിട്ടില്ല. അക്കാര്യത്തിലൊരു താത്വിക നിലപാട് നേരത്തെ ഉണ്ടല്ലോ. ഉണ്ട്. നിലപാട് കൊണ്ട് ഞങ്ങൾക്ക് എത്ര മെമ്പർമാർ ഇവിടെ ഞങ്ങളുടെ പ്രവർത്തനത്തോട് യോജിക്കുന്നു എന്ന് അറിയാൻ വേണ്ടി ചിലപ്പോൾ സ്ത്രീകളെ മെമ്പർമാരായി പരിഗണിക്കാം. പരിഗണിക്കും. അതിന് നമ്മളും പറഞ്ഞത് ഒരു നാട്ടിൽ കുത്തിത്തിരിപ്പിന് ആണുങ്ങളെ പുറമെ എത്ര പെണ്ണുങ്ങളുണ്ടെന്നൊരു ഇതിന് കണക്ക് കിട്ടണമല്ലോ. അപ്പൊ അങ്ങനെ കണക്ക് കിട്ടാൻ ഞങ്ങൾ ആണുങ്ങളെ പുറമെ പെണ്ണുങ്ങളെ ഞങ്ങൾ മെമ്പർമാരായി ചേർത്തേക്കാം എന്നും അഭിപ്രായം വരാം. ഇല്ല, അത് വേണ്ടതില്ല, കഴിഞ്ഞ കാലത്തെ പോലെ വേണ്ടതില്ല എന്നും അഭിപ്രായം വരാം. വരാത്തൊരു കാര്യത്തെ സംബന്ധിച്ച് ഞാനിപ്പോൾ അഭിപ്രായം പറയുന്നില്ല. വരാത്ത കാര്യത്തെ പറ്റി പറഞ്ഞതിന്റെ കോലപങ്ങൾ മനസ്സിലാക്കുകയും ചെയ്തല്ലോ. അതുകൊണ്ട് വരാത്ത കാര്യത്തെ പറ്റി നിങ്ങൾ ആരും അഭിപ്രായം പറയാൻ പോകണ്ട. തലമണ്ടമ്മക്കൂടെ വന്നു പോകുമ്പോൾ മാത്രം അഭിപ്രായം പറഞ്ഞാൽ മതി എന്നും കൂടി ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. ഏതായാലിരിക്കട്ടെ, ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നു. നമ്മളിതൊക്കെ ഈ രൂപത്തിൽ ഭരണം തോണ്ടാരങ്ങള് നമുക്കാരോട് നമ്മൾക്ക് വിദ്വേഷമില്ല. ഏതെങ്കിലും നിലക്ക് നാട്ടിൽ പ്രശ്നം ഉണ്ടാക്കണമെന്നോ നാട്ടിൽ ഫിത്തന ഉണ്ടാക്കണമെന്നോ എന്ന നിലക്കല്ല നമ്മൾ പരിപാടി സംഘടിപ്പിക്കുന്നത്. നമ്മളുടെ മനസ്സിന്റെ ഉള്ളിലൊരു വേദനയുണ്ട്. അള്ളാന്റെ പരിശുദ്ധമായ ദീന നിലനിർത്താൻ വേണ്ടി 1926 ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങൾ ഈ മഹിതമായ സംഘടന ഉണ്ടാക്കി. കേരളത്തിലെ 95% ആളുകളും ഈ സംഘടനയ്ക്ക് പിന്നിൽ അണിനിരന്നു. ഒത്തൊരുമയോടെ എണ്ണയിട്ട യന്ത്രം കണക്കെ സംഘടന പ്രവർത്തിച്ചു. അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ മാർഗരേഖകളൊക്കെ ജനങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് ഇതിന്റെ നേതൃത്വം കൊടുക്കുന്നവരെ പറ്റില്ലെന്നും അവർക്ക് ദീനറിയില്ലെന്നും അവർ രാഷ്ട്രീയക്കാരാണോ എന്നൊക്കെ തെറ്റിദ്ധരിപ്പിച്ച് ഞങ്ങൾ മാത്രമാണ് ദീന് പറയാനുള്ളവരെന്ന് സമുദായത്തെ ബോധ്യപ്പെടുത്തി മാറിപ്പോയ നിങ്ങൾ അവസാനം ഈ പരിശുദ്ധമായ സംഘടനയെ മാറ്റിമറിച്ച് തനി രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ അത് പാടില്ലെന്ന് പറയാനും നിങ്ങൾ എങ്ങനത്തെ ആളുകളാണെന്ന് സമുദായത്തെ ബോധ്യപ്പെടുത്തി കൊടുക്കാനും എളിയ ഖാദിമുകൾ എന്ന നിലക്ക് നമ്മൾ നിർബന്ധിതരായതുകൊണ്ടാണ് ഇങ്ങനത്തെ പരിപാടികൾ സംഘടിപ്പിച്ച ആളുകളെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇരിക്കട്ടെ, ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നതിന്റെ തൊട്ടുമുമ്പ് ചാനലുകാരൻ അദ്ദേഹത്തോട് ചോദിക്കുന്നു, ചാനലുകാരൻ വല്ലാത്തൊരു ഹിക്മത്തിന്റെ ആളാണ്, അദ്ദേഹത്തോട് ചോദിക്കുന്നു, കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷമാണ് ഇന്ന ആളുകൾക്കാണ് ഞങ്ങൾ പിന്തുണ നിങ്ങൾ പറഞ്ഞത്. അപ്പൊ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വോട്ടൊക്കെ എണ്ണിക്കഴിഞ്ഞ് റിസൾട്ട് പുറത്തു വരുമ്പോൾ ആരാണോ വിജയിച്ചതെങ്കിൽ ആ വിജയിച്ചവരെ ഞങ്ങൾ വിജയിപ്പിച്ചു എന്നാണ് നിങ്ങൾ പറയരുത്. അതുകൊണ്ട് ഇപ്രാവശ്യങ്ങൾ അങ്ങനെ പറയരുത്. തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ നിങ്ങളുടെ നയം നിങ്ങൾ വ്യക്തമാക്കണം എന്ന് പത്രക്കാർ ഇയാളോട് ചോദിക്കാൻ. ആ ചോദിക്കണ ചോദ്യത്തിൽ ഇയാൾ വല്ലാത്തൊരു വായിലിച്ചയിൽ കൊടുങ്ങുന്നുണ്ട്. വരട്ടെ, നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നിർദ്ദേശം അണികൾക്ക് കൊടുക്കും. എന്തായിരിക്കും നിങ്ങളുടെ മാനദണ്ഡം? അപ്പൊ തെരഞ്ഞെടുപ്പ് വരാൻ പോവാണ്. തെരഞ്ഞെടുപ്പ് ഏതാ നിങ്ങൾ അണികൾക്ക് നിർദ്ദേശം കൊടുക്കും. കാരണം നിങ്ങൾ രാഷ്ട്രീയ പാർട്ടിയാണല്ലോ, കാരണം മതസംഘടന എന്ന് പറയാൻ നിർവാഹമില്ല. ആ നിലക്ക് തന്നെ പത്രക്കാരൻ ചോദിക്കുന്നത്, തെരഞ്ഞെടുപ്പ് വരികയാണ്, നിങ്ങൾ അണികൾക്ക് നിർദ്ദേശം കൊടുക്കും. എന്താണ് നിങ്ങളുടെ മാനദണ്ഡം? ഒരു സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്താനും ഒരു സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാനും നിങ്ങളുടെ മാനദണ്ഡം എന്താണ്? അതിപ്പോൾ തീരുമാനിക്കാത്തത് കൊണ്ട് പിന്നെ ആ ചോദ്യത്തിന് പ്രസക്തിയില്ല. പിന്നെ എപ്പോഴാണ് തീരുമാനിച്ചത്? തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടോ? തെരഞ്ഞെടുപ്പിനെടുക്കേണ്ട നിലപാടുകൾ തെരഞ്ഞെടുപ്പിന് മുമ്പ് തീരുമാനിക്കണം. ഇവിടെ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും അവരുടെ മാനദണ്ഡങ്ങൾ, അവരുടെ ലക്ഷ്യങ്ങൾ, അവരുടെ പ്രകടന പത്രിക തെരഞ്ഞെടുപ്പിന് മുമ്പ് പ്രഖ്യാപിക്കുന്നുണ്ട്. അപ്പൊ അത് തെരഞ്ഞെടുപ്പിന് മുമ്പ് പറയണം. മുമ്പ് പറയാനാണ് ആൺകുട്ടികളുടെ സ്വഭാവം, ശേഷം പറയാന്നുള്ളത് അതാരുടെ സ്വഭാവമാണെന്ന് ഞാൻ ഇതിൽ കൂടെ പറയുന്നില്ല. പ്രസക്തിയില്ല. മാനദണ്ഡം മാത്രമേ ചോദിക്കുള്ളൂ, തീരുമാനമല്ല. അല്ല, മാനദണ്ഡവും തന്നെ അതിപ്പോൾ പ്രസക്തിയില്ല. പക്ഷേ ഈ പറയുന്ന അത്രയും സ്വാധീനമുണ്ടോ? ഈ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഞങ്ങൾ ജയിപ്പിച്ചു തോൽപ്പിച്ചു എന്ന് പറയുന്നതല്ലാതെ ഇലക്ഷന് മുമ്പ് സ്പെസിഫിക് ആയി പറഞ്ഞു കേട്ടിട്ടില്ല കഴിഞ്ഞ 2 പ്രാവശ്യം. അതൊന്നുമല്ല, വളരെയധികം ഉണ്ടായിട്ടുണ്ട്. ചിലപ്പോൾ പറയാതിരിക്കൂ, പറയലല്ല ഞങ്ങൾ യൂണിറ്റ് വരെ ഉള്ള
നിർദ്ദേശങ്ങൾ കൊടുക്കാൻ വേറെ വഴികളുണ്ട്. അത് ഞങ്ങൾക്കുണ്ട്. ഇങ്ങക്ക് മാത്രമല്ല, മേൽഘടകം മുതൽ താഴെ യൂണിറ്റ് ഘടകം വരെ അണികൾക്ക് നിർദ്ദേശം കൊടുക്കാനുള്ള സംവിധാനങ്ങൾ നിങ്ങളെക്കാളും വലിയ സംവിധാനം ഞങ്ങൾക്കുണ്ട്. ആ സംവിധാനങ്ങൾ രാഷ്ട്രീയമായിട്ട് ഞങ്ങൾ ഉപയോഗിക്കാറില്ല. എന്ന് സമസ്തന്റെ രാഷ്ട്രീയ നയം തന്നെയല്ലേ? എന്താ സമസ്തന്റെ രാഷ്ട്രീയ നയം? സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാക്ക് ഔദ്യോഗികമായി പ്രത്യേക രാഷ്ട്രീയ നിലപാടില്ല. അത് ഇന്ന് നേരം പോലത്തെ ശേഷം ഉണ്ടാക്കിയ തീരുമാനമല്ലത്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാക്ക് ഔദ്യോഗികമായ രാഷ്ട്രീയ നിലപാടില്ല. എന്നാൽ സമസ്തയുടെ പ്രവർത്തകന്മാർക്ക് രാഷ്ട്രീയമാവാം. സമസ്തക്ക് പ്രത്യേക രാഷ്ട്രീയമില്ല. ഈ 90 വർഷക്കാലം ഈ മഹിതമായ സംഘടന ഇവിടെ പ്രവർത്തിച്ചിട്ട് എത്ര തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിവിടെ ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പിൽ നമ്മൾ സമസ്തയുടെ ഏതെങ്കിലും ഒരു സമ്മേളനത്തിൽ ഒരു നേതാവോ ഇന്നാളെ പരാജയപ്പെടുത്തണമെന്നോ ഇന്നാളെ ജയിപ്പിക്കണമെന്നോ ഈ നിമിഷം വരെ പ്രസ്താവന നടത്തിയിട്ടില്ല. കാരണം അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീന നിലനിർത്തേണ്ട സംഘടനയാണ്. ആ രാഷ്ട്രീയം പറയാനും രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കാനും ഇവിടെ രാഷ്ട്രീയ സംഘടനകളുണ്ട്. അവരുടെയാണ് ആ ഡ്യൂട്ടി ഏൽപ്പിച്ചിട്ടുള്ളത്. അവരുടെ ഡ്യൂട്ടി കൃത്യമായി നിർവഹിക്കും. നമ്മൾ അള്ളാഹുവിന്റെ ദീനിൽ എവിടെയെങ്കിലും കോട്ടങ്ങൾ സംഭവിക്കുന്നുണ്ടോ, ദീനിന്റെ വിഷയത്തിൽ ഇടപെടേണ്ടതുണ്ടോ, ആ ഇടപെടേണ്ട ഡ്യൂട്ടിയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാക്ക് ഉള്ളത്. കുറച്ച് പുറത്ത് വരട്ടെ. പറഞ്ഞു കേട്ടിട്ടില്ല കഴിഞ്ഞ 2 പ്രാവശ്യം. അതൊന്നുമല്ല, വളരെയധികം ഉണ്ടായിട്ടുണ്ട്. ചിലപ്പോ പറയാതിരിക്കൂ, പറയലല്ല ഞങ്ങള്. പിന്നെ അത് മനസ്സ് കരുതലാത് പൊന്നാര ഹബീബന്മാരെ തെരഞ്ഞെടുപ്പിന്റെ വിഷയങ്ങൾ ജനങ്ങളോട് പറയൽ തന്നെയാണ്. അതിന് ഇടപെടുന്ന ആളുകൾ മനസ്സിൽ കരുതത് നെയ്യത്തൊന്നുമല്ലല്ലോ. ഇത് മനസ്സിലല്ല കരുതല്, അത് ജനങ്ങളോട് പറയണം, തുറന്നു പറയണം. പറയാത്തെന്തുകൊണ്ടാണ് നിങ്ങള്? അത് മുനാഫിഖിന്റെ സ്വഭാവം ഉണ്ട്, അതുകൊണ്ടാണ് അത് പറയാതിരിക്കുന്നത്. ഞങ്ങൾക്ക് ഞങ്ങൾ യൂണിറ്റ് വരെയുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കാൻ വേറെ വഴികളുണ്ട്. എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി പത്രത്തിൽ വന്നോളണമെന്നില്ല. അത് ഇലക്ഷൻ ജയിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ജയിപ്പിച്ചത് അതൊന്നും അല്ല. നോക്കിയാ നിങ്ങള് അയാളെ മൂത്ത് നോക്കി ചോദിച്ചില്ലേ, ജയിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ജയിപ്പിച്ചു, തോറ്റു കഴിഞ്ഞാൽ തോൽപ്പിച്ചു എന്ന് പറയാൻ കാത്തിക്കല്ലേന്ന്. ഇയാൾക്ക് എന്തെങ്കിലും സമ്മാനം കൊടുക്കണ ചോദിച്ചാക്കി മൂത്ത് നോക്കി ചോദിച്ചു. മനഭാഗമൊന്നും പറ്റേ അത് ഇലക്ഷൻ ജയിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ജയിപ്പിച്ചത് അതൊന്നും അല്ല. ഒരിക്കലും ഒരിക്കലും പറഞ്ഞിട്ടില്ല എന്ന് പറയാൻ വേണ്ടി ഒരുങ്ങിയേനി. അപ്പോഴാണ് ഈ 2 സീറ്റ് 3 സീറ്റ് ലീഗിന് കിട്ടുള്ളത് പണ്ട് പറഞ്ഞപ്പോഴേക്കാണ് ഓർമ്മ വരികയാണ്. അപ്പൊ പിന്നെ അവിടെ ഒരു മുരളിച്ചല്ലാതെ പിന്നെ വേറെ മാർഗമൊന്നുമില്ലല്ലോ. മണ്ഡലം പോലും കാണാത്ത ആളുകൾ ജയിച്ചിരുന്ന സ്ഥലത്തൊക്കെ തോറ്റുപോയ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ഞങ്ങൾ തോൽപ്പിച്ചതാണ്. അതാണ് പറഞ്ഞർത്ഥം. മണ്ഡലം പോലും കാണാത്ത സ്ഥാനാർത്ഥികൾ ഇവിടെ മത്സരിച്ചിരുന്നുകൊണ്ട് അവരൊക്കെ പിന്നെ തോറ്റുപോയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ തോൽപ്പിച്ചതാണ് എന്നർത്ഥം. ഇതിനൊന്നും മരുന്നില്ലതിനൊന്നും അറിയാൻ ഏതാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ തെരഞ്ഞെടുപ്പിന് മുമ്പ് പറയാറില്ല. മുമ്പ് പറയാറുണ്ട്. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ സ്വാധീന ശക്തിയായെന്ന് പറയാൻ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. കാരണം അത് പരസ്യമായി പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ട് വേണമല്ലോ. ജയിച്ചു കഴിഞ്ഞാൽ ആർക്കും പറയാം. നിങ്ങൾ അംഗീകരിക്കണ്ട. പോലെ ഇവിടെ ജനങ്ങൾക്ക് സത്യം അറിയാം, അത് മതി. ജനങ്ങൾക്ക് സത്യം മനസ്സിലായി, അത് മതി. അവിടെയാണ് ഇപ്പൊ കാര്യങ്ങളുള്ളത്. ജനങ്ങൾക്ക് സത്യം ബോധ്യപ്പെടുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ എത്തിപ്പെട്ടു. ജനങ്ങൾക്ക് കാര്യം ബോധ്യപ്പെട്ടു. ഞാൻ കൂടുതൽ അതിലേക്ക് കടക്കുന്നില്ല. ഒരുപാട് വിഷയങ്ങൾ നമ്മൾക്ക് പറയാനുണ്ട്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമ്മളൊക്കെ വളരെ വേദനിച്ചു പോയൊരു വിഷയമുണ്ട്. അള്ളാന്റെ പരിശുദ്ധമായ ദീനിന്റെ ശിആറുകൾ പോലും, സ്വലാത്ത് സദസ്സുകൾ, ദിക്ർ സദസ്സുകൾ, പഠന ക്ലാസുകൾ, ഹജ്ജ് ഉംറ യാത്രകൾ, സിയാറത്ത് യാത്രകൾ, ഹദ്ദാദ് തുടങ്ങിയ ദീനിന്റെ ശിആറുകളായ മുഴുവൻ വിഷയങ്ങളെയും ഈ വിഷയത്തിൽ മണ്ണാർക്കാട് ശംസുദ്ദീനെ തോൽപ്പിക്കാൻ വേണ്ടി പ്രാർത്ഥനകളെ കൊണ്ടും അല്ലാത്ത നിലക്കും മലീമസമാക്കി, ദീനിന്റെ അടയാളങ്ങളെപ്പോലും മലീമസമാക്കിയൊരു സാഹചര്യമാണ് ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കാണേണ്ടി വന്നിട്ടുള്ളത്. ദീനിന്റെ ആളുകളെന്ന് അവകാശപ്പെടുന്നവർ പോലും മഹാന്മാരായ ബദരീങ്ങളെപ്പോലും ദുരുപയോഗം ചെയ്തു. എത്ര മോശപ്പെട്ട വിഷയമാണിത്. ഞാനതിലേക്ക് കൂടുതൽ കടക്കുന്നില്ല. അങ്ങനെ മർക്കസിൽ വെച്ച സമ്മേളനത്തിൽ അദ്ദേഹം പ്രഖ്യാപിച്ചു. എന്താ പ്രഖ്യാപിച്ചത്? കല്ലാങ്കുഴിയിലെ 2 പേരെ കൊലപ്പെടുത്തിയ കൊലയാളികൾക്ക് കൂട്ടുനിന്ന ആ സ്ഥാനാർത്ഥിയെ ശംസുദ്ദീനെ പരാജയപ്പെടുത്തണം. ആൾക്കാരൊക്കെ തെക്കിബീറാണ്ടൊക്കെ ചെല്ലിയിട്ട് ചെറുനാകിനെ നീളമളക്കാൻ മാത്രമുള്ള കോലത്തെ തൊള്ള തുറന്ന് തെക്കിബീർ ചെല്ലിയെല്ലാവരും അങ്ങനെ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തു. അവരെല്ലാവരും സജീവമായി രംഗത്തിറങ്ങി. പലരും ജോലിയൊക്കെ നിർത്തിയിട്ട് മണ്ണാർക്കാട് ഇത്തികാഫിരുന്നു. രാവും പകലുമില്ലാതെ പ്രവർത്തനങ്ങൾ നടത്തി. അങ്ങനെ ജയിക്കുമെന്ന് 99.4% ഉറപ്പായി. ജയിക്കുന്ന ഉറപ്പായി. അങ്ങനെ ജയിച്ചാൽ പിന്നെ ചെറിയ ആഹ്ലാദമൊന്നും പോരാ, വലിയ ആഹ്ലാദം സംഘടിപ്പിക്കണം. അതിനുവേണ്ടി ഗ്രൗണ്ട് ബുക്ക് ചെയ്തു, ബാൻഡ് സംഘങ്ങളെ ഏൽപ്പിച്ചു. അതുപോലെ എല്ലാ സംവിധാനങ്ങളും ഒരുക്കി. കാന്തപുര AP അബൂബക്കർ മുസ്ലിയാരും നിങ്ങളെ നാട്ടിലെ മൂല്യാരും കൂടി ഗൾഫിക്ക് അങ്ങോട്ട് പോയി. എന്തിനാ ഗൾഫിക്ക് പോയത്? നിങ്ങള്
ശംസുദ്ദീൻ തോറ്റു കഴിഞ്ഞാൽ മണ്ണാർക്കാട് വലിയൊരു സമ്മേളനം നടക്കണം. ആ സമ്മേളനത്തേക്ക് ഈ പറയപ്പെട്ട കുളിയണ്ടർമാർ മുഴുവനും കരിപ്പൂര് എയർപോർട്ടിൽ നിന്ന് ഇന്നോവ 313 ഇന്നോവക്ക് അവർ ബുക്ക് ചെയ്തിരുന്നു. ഞാൻ ആ വിഷയത്തെക്കുറിച്ച് കൂടുതൽ കടക്കുന്നില്ല. അങ്ങനെ 313 ഇന്നോവ ബുക്ക് ചെയ്തു. ഈ പറയപ്പെട്ട കുളിയണ്ടർമാരെ കയ്യിൽ കയറ്റി മണ്ണാർക്കാട് കൊണ്ടുപോയി ഈ ഒന്നായിട്ട് ഇളക്കി മറിക്കണം എന്നായിരുന്നു വിചാരിച്ചിരുന്നത്. പക്ഷേ ഒക്കെപ്പാടെ തകിടം മറിഞ്ഞുപോയി. കാരണം മഹാന്മാരായ ബദരീങ്ങളെ പോലും ദുരുപയോഗം ചെയ്തതിന്റെ കുരുത്തക്കേടായിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം അന്നൊക്കെ പറഞ്ഞിരുന്ന നിങ്ങള് മലക്കൾ വോട്ട് ചെയ്യാൻ വന്നിരുന്നു പറഞ്ഞു. ആ മലക്കൾ വോട്ട് ചെയ്യാൻ വന്നു. അന്ന് നമ്മളവരോട് പറഞ്ഞു ചിലപ്പോൾ മലക്കൾ വന്നിട്ടുണ്ടാവും. കാരണം അത് കരച്ചിലും വീഴ്ചയിലല്ല. മലക്കൾക്ക് വലിയ ചിഹ്നം പറഞ്ഞു കൊടുത്തില്ല. മലക്കൾ വരിയായിട്ട് വന്നിട്ട് ആദ്യം കണ്ട പേരിലാണ് കുത്തി, ശംസുവിന്റെ പേരിന് ആദ്യം ഓനാണ് കുത്തിയിട്ട് കോണി കയറി ഓനാണ് പോവുകയും ചെയ്തു. അല്ലെങ്കിൽ മലക്കൾക്ക് വലിയ സ്ലിപ്പ് കൊടുക്കണ്ടേ? മലക്കൾക്ക് ഇവിടെ സ്ലിപ്പും കൊടുത്തില്ല, ചിഹ്നം പറഞ്ഞു കൊടുത്തില്ല. മലക്കൾ വന്നിങ്ങനെ നോക്കുന്ന സമയത്ത് 1-ാം നമ്പർ പേര് ശംസുവിന്റെ ആണ്, നല്ല ചിഹ്നമാണ് കോണി, അതിന് കുത്തിയിട്ട് മലക്കളാണ്ട് പോയി. ഉളുപ്പുണ്ടെങ്ങായിമാരെ നിങ്ങൾക്ക് മലക്കൾ പോലും ഇറങ്ങിയെന്ന് പറയാം. എന്നിട്ട് എന്തേലും പ്രചരിപ്പിച്ചിരുന്നത് തെരഞ്ഞെടുപ്പിന്റെ അന്ന് നല്ല വെള്ള തുണിയും കുപ്പായിട്ട് നല്ല തലപ്പാവ് കെട്ടി ആളുകൾ വരി വരിയായിട്ട് വരുന്നു. പറത്തിട്ട് നല്ല ബുർഖൊക്കെ ധരിച്ച പെണ്ണുങ്ങൾ വരി വരിയായിട്ട് വരുന്നു. ഒരു പെണ്ണ് വോട്ട് ചെയ്താണ്ട് പോയി. അടുത്ത ആൾ കയറുന്നതിന് മുമ്പ് 3-4 ഒച്ച കേൾക്കുന്നുണ്ട്. അത് മുഴുവൻ മലക്കളായിരുന്നു എന്നുവരെ പ്രചരിപ്പിച്ച് ഒരു മാന്യതയുള്ള മനുഷ്യന് പോലും പറയാൻ പറ്റാത്ത രൂപത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ നടത്തി. അവസാനം തോറ്റ് കഴിഞ്ഞപ്പോ ഫുലാനുബിന് ഫുലാൻ വിദേശത്ത് വെച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. കാരണം നമുക്ക് ഇഷ്ടംപോലെ കേട്ട് പരിചയമുള്ളതുകൊണ്ട് നമുക്കത് അത്ഭുതമുള്ള വാക്കായി തോന്നിയില്ല. ഞങ്ങളും അങ്ങനെ പറഞ്ഞിട്ടില്ല, ഞാനും അങ്ങനെ പറഞ്ഞിട്ടില്ല, അത് ഔദ്യോഗികമായ പ്രഖ്യാപനമൊന്നും നടത്തിയിട്ടില്ല. നമ്മളിങ്ങനെ കൊലപാതകത്തിനെ പറ്റി ഇങ്ങനെ പറഞ്ഞ കൂട്ടത്തിൽ അയാളെ പേരിങ്ങനെ പറഞ്ഞിരുന്നു, അല്ലാതെ ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് അയാൾ പറയും. നിങ്ങളൊന്ന് കേൾക്കി, പിന്നെ അയാളെ പ്രസ്താവന ഇൻഷാ അല്ലാഹ് രണ്ടാമത് കഴിച്ചു. കൊലപാതകത്തിന് കൂട്ടുനിന്ന ആളെ പരാജയപ്പെടുത്തുകയാണ് വേണ്ടത് എന്നും ആണ് ഞങ്ങളുടെ അഭിപ്രായം എന്ന് പറഞ്ഞ കൂട്ടത്തിൽ അദ്ദേഹത്തിന്റെ പേരും പറഞ്ഞിട്ടുണ്ട്. എന്നല്ലാതെ അതൊരു പ്രഖ്യാപനമായിട്ടോ പ്രസ്താവനയായിട്ടോ ഞങ്ങൾ പറഞ്ഞിട്ടില്ല, ഞാൻ പറഞ്ഞിട്ടില്ല. ഒരു പ്രത്യേക വിഭാഗത്തിനെതിരായി ഒരു നിലപാട് സ്വീകരിച്ചിട്ടില്ല. ചില വ്യക്തികളെ തെളിയിക്കാൻ വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട്, നിങ്ങൾ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ചില വ്യക്തികളെ ജയിപ്പിക്കാനും തോൽപ്പിക്കാനും ഞങ്ങൾ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. കൊലപാതകത്തെ സംബന്ധിച്ച് ഞങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ ശംസുവിന്റെ പേര് ഞങ്ങളിങ്ങനെ പറഞ്ഞിരുന്നു എന്നല്ലാതെ ആഹ്വാനം ചെയ്തിട്ടില്ല എന്നല്ലേ നിങ്ങൾ പറയണത്. എന്നാൽ അതേ മർക്കസിൽ ഒരു വേദിയിൽ ഈ കാന്തപുരമേറ്റി അബൂബക്കർ മുസ്ലിയാരെ ഇരുത്തി മറുവിഭാഗത്തിന്റെ മുഷാവറയിലെ പ്രധാന അംഗമായ കാന്തപുരത്തിന്റെ കൂടെ വിദേശ യാത്രകളിലൊക്കെ സജീവമായി പങ്കെടുക്കാറുള്ള ഡോക്ടർ ഹുസൈൻ സഖാഫി ചുള്ളിക്കോട് അദ്ദേഹത്തെ ഇരുത്തിക്കൊണ്ട് സദസ്സിനോട് പറഞ്ഞൊരു വർത്താനുണ്ട്. എന്താ പറഞ്ഞാൽ നിങ്ങള് ശൈഖുനാ അങ്ങ് ഞങ്ങളോടൊരു പ്രസ്താവന പ്രസ്താവിച്ചാൽ മണ്ണാർക്കാട് എന്നല്ല എവിടെയാണെങ്കിലും സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ അങ്ങ് ഞങ്ങളോട് ആഹ്വാനം ചെയ്താൽ ആ ആഹ്വാനം ഞങ്ങൾ നിറവേറ്റുക തന്നെ ചെയ്യും. അപ്പൊ സദസ്സടുത്ത് കിബിറിയല്ലാണ്. എന്നങ്ങൾ അങ്ങനെ ഒരു ആഹ്വാനം ചെയ്തിട്ടില്ലെങ്കിൽ ആ സഖാബിനെ നീളുള്ള കുപ്പായത്തിനെ മൂട് പിടിച്ച് വലിച്ചാണ് ചങ്ങായി അങ്ങനെ പറയല്ലേ, ഞാൻ അങ്ങനെ ആഹ്വാനം ചെയ്തിട്ടില്ല എന്ന് പറയണ്ടേ. മൂപ്പരങ്ങനെ പറഞ്ഞില്ല എന്ന് മാത്രമല്ല, താടി ഇങ്ങനെ ഒഴിഞ്ഞാണ് മൂപ്പരവിടാണ് കുഞ്ഞാപ്പാക ചെയ്തത്. എന്നാ അപ്പൊ പറയണ്ടേ ഞാൻ അങ്ങനെ ആഹ്വാനം ചെയ്തിട്ടില്ല എന്ന്. തോറ്റു കഴിഞ്ഞതിന് ശേഷം ഈ ഒരു നിലപാട് മതപണ്ഡിതനെന്ന് പോകട്ടെ മാന്യതയുള്ള രാഷ്ട്രീയക്കാരന് യോജിക്കാത്തതാണ്. സഖാഫി പറയട്ടെ, ആഹ്വാനം നൽകിയാൽ അത് മണ്ണാർക്കാടാണെങ്കിലും പാലക്കാടാണെങ്കിലും എവിടെയാണെങ്കിലും ആ ആഹ്വാനം ചുമലിലേറ്റി നെഞ്ചിലേറ്റി ശൈഖുന അങ്ങ് പറഞ്ഞത് ഞങ്ങൾ നടപ്പാക്കുക തന്നെ ചെയ്യും എന്ന് പ്രഖ്യാപിക്കാൻ ഞങ്ങൾ റെഡിയാണ് എന്ന് പ്രഖ്യാപിച്ച് മർക്കസിന്റെ പരിപാടികൾ ഏറ്റെടുത്തിരിക്കുകയാണ്. അല്ലാഹു തആല വിജയിപ്പിക്കുമാറാവട്ടെ. അള്ളങ്ങളെ തോന്നിയാസത്തിന് നടക്കുകയാണല്ലോ അല്ലേ? അള്ളാഹ് നമ്മൾ വിജയിപ്പിക്കാൻ, നിങ്ങൾ അള്ളാഹ് വിജയിപ്പിക്കൂല, ഒരു സ്ഥലത്തും വിജയിപ്പിക്കൂല. അതിന്റെ തുടക്കമാണ് മണ്ണാർക്കാട് കണ്ടത്. അല്ലാഹു തആല വിജയിപ്പിക്കുമാറാവട്ടെ. അസ്ഹാബുൽ ബദറിനെ ഇറക്കിക്കൊണ്ട് മലായികത്തിനെ ഇറക്കിക്കൊണ്ട് വിജയിപ്പിച്ച അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മൾ അല്ലാഹുവിനോട് തന്നെയാ പറയുന്നത്. ആളുടെ ബലം നോക്കിയിട്ടല്ല, പാർട്ടിയുടെ ശക്തി നോക്കിയിട്ടല്ല, അല്ലെങ്കിൽ പരിപാടികളിൽ ഒരുമിച്ച് കൂടുന്ന ആൾക്കൂട്ടത്തെ കണ്ടിട്ടല്ല. എന്താ അദ്ദേഹം പറഞ്ഞത്? ജനങ്ങളെ നോക്കിയിട്ടല്ല, പരിപാടിയിൽ പങ്കെടുക്കുന്ന ആൾക്കൂട്ടം നോക്കിയിട്ടല്ല, ജനങ്ങളുടെ ബലം നോക്കിയിട്ടല്ല ഞങ്ങൾ ഇറങ്ങിയത്. പിന്നെ നിങ്ങൾ ആരെ നോക്കിയിട്ട് ഇറങ്ങിയത്? മലക്കളെ കണ്ടിട്ടോ?
അപ്പൊ ജനങ്ങളൊന്നുമല്ല ഞങ്ങൾ അദൃശ്യ ശക്തികളായ മലക്കുകളെ കണ്ടിട്ട് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഇറങ്ങിയത് എന്ന് കാന്തപുരത്തെ സാക്ഷി നിർത്തിയ ചുള്ളിക്കോട് സഖാഫി പറഞ്ഞത്. ഒക്കെപ്പാടാണ്ട് പുകിട്ടു. ഇപ്പൊ ഒന്നിനെ നോക്കിയിട്ട് കാണണില്ല. ഇപ്പൊ മണ്ണാർക്കാട് ഭാഗത്തൊക്കെ പല സഖാഫിയാളോ തലക്കെട്ട് ഒഴിവാക്കി തൊപ്പി മാത്രം ആക്കിക്കണമെന്നാ കേൾക്കുന്നത്. കാരണം കണ്ട തലക്കെട്ടിലൊക്കെ ആൾക്കാർ കോയിമുടോണ്ട് എറിയണേ. ഉളുപ്പുണ്ട് ചങ്ങായിമാരെ നിങ്ങൾക്ക് ഈ സമുദായത്തെ രൂപത്തിൽ പറയിപ്പിച്ച് മാനം കെടുത്തി അല്ലേ? അള്ളാന്റെ പരിശുദ്ധമായ ദീനിന്റെ അടയാളങ്ങളെ പോലും പരിഹസിച്ചു. ഇപ്പൊ പെണ്ണുങ്ങളെ പറയാണ് എത്ര ഭാഗത്തുള്ള മേലാലും ഞങ്ങൾ ദ്വാര സമ്മേളനത്തിന് വരില്ല. ഈ കോലത്ത് ദ്വാരുന്നിട്ട് ഉത്തരം കിട്ടില്ലെങ്കിൽ ഇനിയിപ്പോ ഒരു ദ്വാരക്ക് ഉത്തരം കിട്ടില്ല എന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു. ഞാൻ അജാതി ദ്വാരല്ലേ നടത്തിയത്. മറിച്ച് എല്ലാറ്റിനും പഠിച്ചവനെ നിന്നോട് മാത്രമേ ഞങ്ങൾക്ക് സഹായം തേടാനുള്ളൂ. യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക നസ്തഗീസ്. പഠിച്ചവനെ നിന്റെ സഹായം ഏറ്റവും അത്യാവശ്യമായി വന്ന ഒരു സമയമാണ്. ആ സഹായം തന്നുകൊണ്ട് ദീനീ പ്രവർത്തകർക്ക് ഇനിയും ദീനീ പ്രവർത്തനത്തിൽ വളരെ ശക്തമായി മുന്നോട്ട് പോകാനുള്ള ഒരു പ്രചോദനമാക്കി ഇലക്ഷൻ നീ മാറ്റിത്തരണേ റഹ്മാനെ. അല്ലാഹു തആല ദുആ സ്വീകരിച്ചില്ല. അണ്ണാക്ക് പൊട്ടി ദുആയിരുന്നു, തൊള്ളേത്തെ കാറ്റാണ്ട് പോയി എന്നല്ലാതെ ഒരു ഫലം കിട്ടിയില്ല. ദുആ അല്ലാഹു തആല സ്വീകരിച്ചില്ല. പക്ഷെ സംഗതി എന്താ, നിങ്ങൾ ഇതൊന്നുമല്ല ഇതിന്റെ പിന്നിലുള്ള രഹസ്യം. മണ്ണാർക്കാടിൽ പിന്തുണ കൊടുത്ത് ശംസുദ്ദീൻ സാഹിബിനെ തോൽപ്പിക്കുക. ഏതായാലും LDF വരും. കാരണം കേരളത്തിലെ സ്ഥിതി അങ്ങനെയാണ്. LDF വരും ചെയ്യുക, പിന്നെ ഫുലാന് നേതാവാകാവിന് വേറൊന്നും മാർഗമില്ല. അങ്ങനെ കേരളത്തിൽ ഒരു കാന്തപുരം ഫാൻസ് അല്ലെങ്കിൽ കാന്തപുരം ഫാക്ട് ഉണ്ടാക്കാനുള്ള തന്ത്രപരമായ ഒരു നീക്കമായിരുന്നു എന്ന് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം വിദേശത്ത് വെച്ച് അദ്ദേഹം നടത്തിയ പത്രസമ്മേളനത്തിൽ നമുക്ക് ബോധ്യപ്പെട്ടു. അത് ചില സംഗതികൾ പറയണ്ടെന്ന് കരുതിയാലും പഠിച്ചോനാണ് പറയിപ്പിക്കും. അങ്ങനെ അറബിയിൽ സബുഖുൽ ലിസാൻ എന്നൊക്കെയാ പറയല്. അതുകൊണ്ട് പറയിപ്പിക്കും പഠിച്ചോൻ ചിലപ്പോ. അതിൽപ്പെട്ടൊരു വാക്ക് നോക്കി നിങ്ങൾ എന്താ അദ്ദേഹം പറഞ്ഞാൽ, നിങ്ങള് പത്രസമ്മേളനം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഈ ഇലക്ഷന്റെ റിസൾട്ട് വന്നതിന് ശേഷം അദ്ദേഹം വിദേശത്ത് വെച്ച് നടത്തിയ പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറയാണ്, അടുത്ത തെരഞ്ഞെടുപ്പിൽ, പത്രക്കാരോടാ പറയുന്നത്, അടുത്ത തെരഞ്ഞെടുപ്പിൽ ഏതായാലും ഇതിങ്ങനൊക്കെ കഴിഞ്ഞു പോകട്ടെ, അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോ കേരളത്തിലുള്ള എല്ലാ ചെറു മുസ്ലിം പാർട്ടികളെയും സംഘടിപ്പിക്കാൻ നിങ്ങൾ മുന്നോട്ട് വരണം. ആരോട്? പത്രക്കാരോട്. നിങ്ങൾ മുന്നോട്ട് വരാം. അവിടെ കുറെ ചെറിയ മുസ്ലിം പാർട്ടികളുണ്ട്, അവരൊക്കെ സംഘടിപ്പിക്കുക, എന്നാ ഞാൻ മുന്നിൽ നിന്നോളാം. അല്ല, കൊലായിപ്പോയി. അദ്ദേഹം അത് പറഞ്ഞു നോക്കി നിങ്ങള്. BJP അക്കൗണ്ട് തുറന്നത് മതേതര വോട്ടുകൾ ഭിന്നിച്ചതുകൊണ്ടാണ്. മുസ്ലിം വോട്ടുകൾ ഭിന്നിപ്പിക്കുന്ന ചെറുപാർട്ടികൾ കൂടി ഇതിന് ആക്കം കൂട്ടുന്നില്ലേ എന്ന ആശങ്കയ്ക്ക് കാന്തപുരത്തിന്റെ മറുപടി ഇതായിരുന്നു. നമ്മളെല്ലാവരും ഇനി അടുത്ത തെരഞ്ഞെടുപ്പിൽ ഒറ്റ പാർട്ടിയാവാൻ വേണ്ടി ശ്രമിക്കണം. മുസ്ലിങ്ങൾ ഭിന്നിക്കാതെ ഒറ്റ പാർട്ടിയാവാൻ വേണ്ടി ശ്രമിക്കണം. നിങ്ങളും എല്ലാവരും സഹായിച്ചാൽ ഞാൻ മുമ്പിൽ നിൽക്കാം. അയക്കൂറൊക്കെ പൂച്ച കാവില് നല്ല കോലും ഉണ്ടാവും. അവ മൂപ്പരെ മനസ്സിന്റെ ഉള്ളിലുള്ള പൂതിതാണ്. നോക്കി നിങ്ങളൊരു മനുഷ്യൻ പറയണത്, സമസ്തയ്ക്ക് രാഷ്ട്രീയ ബന്ധമുണ്ടെന്ന് ആരോപിച്ച് പുറത്തുപോയവർ ഇപ്പൊ പറയണത് എന്താണ്? കേരളത്തിലെ ചെറിയ മുസ്ലിം പാർട്ടികളൊക്കെ സംഘടിപ്പിച്ചു തന്നാൽ ഞാൻ മുന്നിൽ നിന്നോളാം. പത്രക്കാർ കിതാബ് ഓതിയിട്ടില്ലെങ്കിൽ അവർക്ക് നല്ല ഹിക്മത്ത് തിരിയും. പത്രക്കാർ വിട്ടില്ല. ഈ പത്രസമ്മേളനത്തിന്റെ അവസാനത്തിൽ തന്നെ ഇങ്ങനെ ചോദിച്ച് അവസാനം ഇയാൾ ഉത്തരം മുട്ടിയിട്ട് പറയാണ്, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇപ്പൊ പറഞ്ഞ മാതിരി പറഞ്ഞിട്ടില്ല. നിങ്ങൾ നോക്കി, നിങ്ങൾ ഈ മനുഷ്യനൊക്കെ ഇശാമാരിവിന്റെ ഇടയിൽ ഇടുങ്ങിയ എടായിൽ വെച്ച് കാണല്ലാതെ വേറെ മാർഗമില്ല. നോക്കി, ഇശാമാരിവിന്റെ ഇടയിൽ വീതി കുറഞ്ഞ എടായി തന്നെ ഇയാളൊക്കെ കാണണം. നോക്കി, നിങ്ങള് ഈ പത്രസമ്മേളനം കഴിഞ്ഞ അവസാനം പറയാണ്, ഞാനങ്ങനെ ചെറുപാർട്ടികളെ സംഘടിപ്പിക്കാൻ പറഞ്ഞിട്ടില്ല, നിങ്ങളല്ലേ പറഞ്ഞത് സംഘടിപ്പിച്ചോളാന്ന്. അപ്പൊ ഞാൻ മുന്നിൽ നിൽക്കൂലെന്നല്ലേ പറഞ്ഞത്. നോക്കി, ഇയാള് പറയാം ഞാൻ മുന്നിൽ നിൽക്കൂലെന്നാ പറഞ്ഞത്. പറയട്ടെ, മുസ്ലിം രാഷ്ട്രീയ കക്ഷികൾക്ക് ഒന്നാകാമെങ്കിൽ എന്തുകൊണ്ട് മുസ്ലിം സമുദായ സംഘടനകൾക്ക് ഒന്നായിക്കൂടാ എന്ന ചോദ്യത്തോടെ കാന്തപുരം നിലപാട് മാറ്റും. അപ്പൊ ഇയാൾ പറഞ്ഞു, എല്ലാ മുസ്ലിം ചെറുപാർട്ടികളെ സംഘടിപ്പിക്കാൻ ഞാൻ മുന്നിൽ നിൽക്കുക. അപ്പൊ പത്രക്കാർ ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ മുസ്ലിം സംഘടനകൾ ഒന്നിപ്പിച്ചൂടെ? കരിങ്ങളിലെ സംഘടന ഭിന്നിപ്പിച്ചത്, എന്നാ ഈ മുസ്ലിം സംഘടനകൾ ഒന്നിപ്പിച്ചൂടെ എന്ന് ചോദിച്ചപ്പോ അതിന് മുമ്പ് മറുപടി ഇല്ല. ഒന്നിക്കണം എന്നല്ല, സമുദായ സംഘടന എന്ന് പറഞ്ഞാൽ വിശ്വാസപരമായ കാര്യങ്ങളാണ്. അതിലെല്ലാവരും സംഘടിക്കാൻ കഴിയില്ല. സംഘടിക്കാൻ കഴിയുന്ന മേഖലയിൽ സംഘടിച്ചുകൂടെ? സമസ്തയിൽ നിന്ന് മാറിപ്പോയ നിങ്ങളും നമ്മൾ എന്ത് മാറ്റാനുള്ളത്? അടിസ്ഥാനപരമായ വിശ്വാസങ്ങളിലോ ശാഖാപരമായ കർമ്മങ്ങളിലോ ഒരു വ്യത്യാസമില്ലല്ലോ.
നിങ്ങൾക്കും സ്കാറ്റ് ഫർള് 14, ഞമ്മക്കും 14. നിങ്ങൾ ഷാഫിയാക്കള്, ഞമ്മളും ഷാഫിയാക്കള്. നിങ്ങൾക്കും ഷർത്തും ഫർളും ഒന്ന്, ഞമ്മക്ക് അതുപോലെ തന്നെ ഒന്ന്. ആരാധനാ കർമ്മങ്ങളിലൊക്കെ ഞമ്മളൊന്നാണല്ലോ. എന്താ നിങ്ങൾക്കൊന്നിച്ചുകൂടെ? ഈ ഭിന്നിച്ച് സമുദായത്തെ ഭിന്നിപ്പിച്ച് പുറത്തുപോയവർ നിങ്ങൾക്ക് എന്തുകൊണ്ട് തിരിച്ചു വന്ന് സമുദായത്തെ ഒന്നിപ്പിച്ചുകൂടാ? രാഷ്ട്രീയ പാർട്ടി ഒന്നിച്ച് ഞങ്ങൾക്ക് കുളിയണ്ടാകാൻ പറ്റും. എന്താ ഈ മതസംഘടന നിങ്ങൾക്ക് ഒന്നിപ്പിച്ചുകൂടെ? നിങ്ങളല്ലേ സംഘടന ഭിന്നിപ്പിച്ചത്? ഒറ്റപ്പാർട്ടി എന്ന ആശയത്തെയും നേതൃവാഗ്ദാനത്തെയും കാന്തപുരം തള്ളി. ഒറ്റപ്പാർട്ടി എന്ന ആശയത്തെയും നേതൃസ്ഥാനത്തേക്ക് ഞാൻ നിൽക്കാമെന്ന ആ ആശയത്തെയും കാന്തപുരം തള്ളി. കരുതി രണ്ടു മുമ്പ് ആദ്യം പറഞ്ഞു, അവസാനം വന്നപ്പോ തള്ളേണ്ടി വന്നു. കാന്തപുരം തള്ളി. ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ ചോദിച്ചതാണ് ഒരു പാർട്ടി ആയിക്കൂടെ എന്ന്. അയാൾ പറഞ്ഞു. നോക്കി, നിങ്ങൾ പത്രക്കാർ ചോദിച്ചതല്ല, ഇയാൾ ആണ്ട് പറഞ്ഞതാണ്. നിങ്ങളിപ്പോ അവസാനം പത്രക്കാർ നിങ്ങൾ പറഞ്ഞതല്ലേ ഞങ്ങളൊക്കെ ഒരു പാർട്ടി ആക്കിത്തരാം, നിങ്ങൾ മുന്നിൽ നിൽക്കുമോ നിങ്ങൾ ചോദിച്ചതല്ലേ? അതല്ല, ഇയാൾ അങ്ങോട്ട് പറഞ്ഞതാണ് നിങ്ങളൊരു പാർട്ടി ആക്കിയാൽ ഞാൻ മുന്നിൽ നിന്നോളാം. മൂല തല മുതൽ അവസാനം വരെ വരച്ചു. ബി.ജെ.പി. അക്കൗണ്ട് തുറന്നത് മതേതര വോട്ടുകൾ ഭിന്നിച്ചതുകൊണ്ടാണ്. മുസ്ലിം വോട്ടുകൾ ഭിന്നിപ്പിക്കുന്ന ചെറുപാർട്ടികൾ കൂടി ഇതിന് ആക്കം കൂട്ടുന്നില്ലേ എന്ന ആശങ്കയ്ക്ക് കാന്തപുരത്തിന്റെ മറുപടി ഇതായിരുന്നു. നമ്മളെല്ലാവരും ഇനി അടുത്ത തെരഞ്ഞെടുപ്പിൽ ഒറ്റ പാർട്ടിയാവാൻ വേണ്ടി ശ്രമിക്കണം. മുസ്ലിങ്ങൾ ഭിന്നിക്കാതെ ഒറ്റ പാർട്ടിയാവാൻ വേണ്ടി ശ്രമിക്കണം. നിങ്ങളും എല്ലാവരും അത് സഹായിച്ചാൽ ഞാൻ മുമ്പിൽ നിൽക്കാം. മുസ്ലിം രാഷ്ട്രീയ കക്ഷികൾക്ക് ഒന്നാകാമെങ്കിൽ എന്തുകൊണ്ട് മുസ്ലിം സമുദായ സംഘടനകൾക്ക് ഒന്നായിക്കൂടാ എന്ന ചോദ്യത്തോടെ കാന്തപുരം നിലപാട് മാറ്റി. ഒന്നിക്കണം എന്നല്ല, സമുദായ സംഘടന എന്ന് പറഞ്ഞാൽ വിശ്വാസപരമായ കാര്യങ്ങളാണ്. അതിലെല്ലാവരും സംഘടിക്കാൻ കഴിയില്ല. ഒറ്റപ്പാർട്ടി എന്ന ആശയത്തെയും നേതൃവാഗ്ദാനത്തെയും കാന്തപുരം തള്ളി. ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ ചോദിച്ചതാണ് ഒരു പാർട്ടി ആയിക്കൂടെ എന്ന്. അയാൾ പറഞ്ഞു, നേതൃത്വം കൊടുക്കൂല എന്ന് പറഞ്ഞു. ഷിനോബ് ഷംസുദ്ദീൻ, കണ്ടങ്ങള് ഞാൻ നേതൃത്വം കൊടുക്കൂലെന്നാ പറഞ്ഞത്. നമ്മളൊക്കെ അള്ളാഹുത്താല തന്ന ചെറിയ ബുദ്ധി കൊണ്ട് നമ്മൾ ആലോചിച്ച് നോക്കി. ഒരു സമുദായത്തിന് നേതൃത്വം കൊടുക്കുന്നവർ ഈ രൂപത്തിൽ കളവ് പറഞ്ഞാൽ അനുയായികൾ പിന്നെ എത്ര വലിയ കളവ് പറയും എന്ന് നമുക്കൊന്ന് ആലോചിച്ചാൽ മതി. ഏതായിരിക്കട്ടെ, ഞാൻ കൂടുതൽ അതിലേക്ക് കടക്കുന്നില്ല. പരിശുദ്ധമായ ദീനിന്റെ ശിആറുകളെ പോലും വളരെ മോശമായി ചിത്രീകരിച്ചു. ശംസുദ്ദീനെ പരാജയപ്പെടുത്താൻ വേണ്ടി ദിക്റുദുആ സമ്മേളനങ്ങളെ ദുരുപയോഗം ചെയ്തു. നോക്കി നിങ്ങള്, ഞാൻ ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഞാൻ അന്ന് ഉംറക്ക് പോയ സമയമാണ്. ആ സമയത്ത് സജീവമായ ചർച്ചകൾ ആ മക്കയിലും മദീനയിലും ജിദ്ദ അടക്കമുള്ള പ്രദേശങ്ങളിലും അവിടെ ഇറങ്ങുന്ന മലയാളം പത്രങ്ങളിൽ പോലും ഈ വിവാദം കത്തിനിന്നു. ഏത് വിവാദം? ജിദ്ദയിൽ നിന്ന് മദീനയിലേക്കുള്ള സിയാറത്ത് ബസ്സിൽ ആ സിയാറത്തിന് പോകുന്ന ആളുകളെ കൂട്ടിയിരുത്തിയിട്ട് ശംസുദ്ദീനെതിരെ പരസ്യമായി ദുആ നടത്തി. ഇവിടുന്ന് പോയ പല ഉംറ ഗ്രൂപ്പിന്റെയും അമീറുമാർ പാവപ്പെട്ട പെണ്ണുങ്ങൾക്ക് അറബി തീരില്ല. കുറെ മലയാളത്തുകാർക്കും മണ്ണാർക്കാട്ടുകാരെ അറബിയിലും ആർക്കും. ഈ പാവപ്പെട്ട പെണ്ണുങ്ങളൊക്കെ ആമിമറഞ്ഞു. ഇങ്ങനെ എന്തൊക്കെ പണി നടത്തി. അതിൽപ്പെട്ട ദുആ നമ്മൾ സാധാരണ കേട്ട ദുആയാണ്. നിങ്ങളൊന്ന് കേൾക്കി, ഇങ്ങനെ ഒരുത്തന്റെ ദുആ. അല്ലാഹുവേ, ഞങ്ങളുടെ നാട്ടിൽ ഇലക്ഷൻ നടക്കാൻ പോവുകയാണല്ലോ. അല്ലാഹ്, അർഹമുറാഹിമായ രാജസയ്യിദായ അല്ലാഹ്, ഞങ്ങൾ ചൊല്ലിയ സ്വലാത്തുകളെ നിന്റെ മുന്നിൽ സാക്ഷി നിർത്തിക്കൊണ്ട് ഞങ്ങളുടെ ചങ്കിലെ ചോരയായ ജീവന്റെ തുടിപ്പായ കർളിന്റെ കാതലായ ഞങ്ങളുടെ നേതാവ് അഷ്റഫ് ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തവസ്സുലാക്കിക്കൊണ്ട് നിന്നോട് ഞങ്ങൾ ദുആ ചെയ്യുന്നു. അല്ലാഹ്, മണ്ണാർക്കാട്ടിലുള്ള ഞങ്ങളുടെ ശത്രുവിനെ നീ പരാജയപ്പെടുത്തണം. അല്ലാഹ്, നീ പരാജയപ്പെടുത്തണം. അല്ലാഹ്, ശംസുദ്ദീൻ എന്ന് പറയുന്നവനെ നീ പരാജയപ്പെടുത്തണം. അല്ലാഹ്, നീ ഞങ്ങളെ വഷലാക്കല്ലേ. അല്ലാഹ്, ബശലായില്ല, ഇപ്പൊ ബശലായില്ല, എന്നിട്ടിപ്പോ പറയാ ബശലാക്കല്ലേ എന്ന്. ഞങ്ങളുടെ നേതാക്കന്മാരെ നീ വഷലാക്കല്ലേ. അല്ലാഹ്, നേതാക്കന്മാരും ബശലായില്ല. അപ്പൊ ഉടുത്ത ദൂരെ പോലെ നടക്കണങ്ങള് അടക്ക കട്ട കള്ളം നടക്കണവരല്ലേ ഇപ്പൊ നിങ്ങൾ അങ്ങാടി കൂടെ നടക്കണത്. നിങ്ങൾ ആലോചിച്ചു നോക്കി. ഈ ദിക്റുദുആ സമ്മേളനങ്ങൾക്കും സ്വലാത്തിനൊക്കെ ഒരു ഹുർമത്തുണ്ടായിരുന്നു. ഈ ചങ്ങായിമാർ എല്ലാത്തിനും ഹുർമത്ത് നഷ്ടപ്പെടുത്തിയാൽ ഇതൊന്നും നഷ്ടപ്പെടുത്തി. മാത്രമല്ല, മഹാന്മാരെ ബദരീങ്ങളെ പോലും ഇവർ ബലിയാടാക്കി. കാലാകാലങ്ങളായി, നൂറ്റാണ്ടുകളായി കേരളീയ സമൂഹത്തിൽ വിശ്വാസപരമായൊരു പാരമ്പര്യമുണ്ടായിരുന്നു. ആ പാരമ്പര്യം
മഹാന്മാരായ ബദരീങ്ങളെ ഇടയാളന്മാരാക്കി ദുആ ചെയ്തു ദുആക്ക് ഉത്തരം കിട്ടുമെന്നൊരു വിശ്വാസം കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് പാരമ്പര്യമായിട്ടുണ്ട്. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് ആറ്റഭൂതങ്ങൾ കേരളക്കാരോട് പറഞ്ഞു മജ്ലിസുന്നൂർ എന്നൊരു ദിക്റ് പ്രത്യേകമായിട്ട് ദുആ സദസ്സ്, ആത്മീയ സദസ്സ് സംഘടിപ്പിക്കാൻ. വലിയ ഫലമുണ്ടായി. കേരളത്തിനകത്തും പുറത്തും ആയിരക്കണക്കായ മജ്ലിസുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. ആളുകൾക്ക് ആത്മീയപരമായ എല്ലാ ഉന്നേറ്റങ്ങളും അതിലൂടെ കിട്ടിക്കൊണ്ടിരിക്കുന്നു. ആ മജ്ലിസുന്നൂറിൽ ചൊല്ലുന്ന ബൈത്തിന്റെ രീതിയിൽ പോലും ബൈത്തുണ്ടാക്കി പാടി കുട്ടികളെ കൊണ്ട് പാടിപ്പിച്ചു. പെണ്ണുങ്ങൾ വീട്ടിലൊക്കെ പെണ്ണുങ്ങൾ വലിയൊരു ഇബാദത്തുള്ള ദിക്റാന്ന് കരുതി പെണ്ണുങ്ങളൊക്കെ അതിങ്ങനെ മാലചരണമാര് ചൊല്ലി സുബ്ഹാനല്ലാഹ് വാട്സപ്പുകളിൽ പ്രചരിച്ചു. ബഹുമാന്യനായ MLA ശംസുദ്ദീൻ സാഹിബിന്റെ വാട്സപ്പിലേക്കും ഈ പാട്ട് വന്നു. അദ്ദേഹത്തിന് പിന്നാലെ നടക്കുന്ന പ്രവർത്തകന്മാരായ മുസ്ലിങ്ങളല്ലാത്ത പ്രവർത്തകന്മാരായ ഹൈന്ദവ പ്രവർത്തക വിശ്വാസികളുടെ മൊബൈലിലേക്കും ഈ പാട്ടുകൾ വന്നു. ഇതിങ്ങനെ കേട്ടവർക്ക് വല്ലാത്ത സങ്കടം. അവർ ശംസുദ്ദീൻ സാഹിബിനോട് ചോദിച്ചത്ര ഇത് ചൊല്ലി ഞങ്ങൾക്ക് എന്തെങ്കിലും പറ്റുമോന്ന്. ഞാൻ വെറുതെ പറയും, ശംസുദ്ദീൻ സാഹിബ് പറഞ്ഞ് നമ്മൾ കേൾപ്പിക്കും. അവർ പുറത്തിറക്കിയ പാട്ട് കൂടെ ഒന്ന് കേൾക്കിങ്ങൾ ഇതേതും കേൾപ്പിക്കാതിരുന്നിട്ട് കാര്യമില്ലല്ലോ. 16 ലക്ഷം നടന്നിടും മണ്ണാർക്കാട് ശംസുവും നിന്നിടും നേരം പഹേനവൻ തോൽക്കുവാൻ ബദിരീങ്ങളാൽ തുണ റബ്ബനാ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ഭരണങ്ങൾ പലതും മാറിടും, കൊലപാതകങ്ങൾ കൂടിടും, കുടുങ്ങുന്ന പാവം ജനതയ്ക്കായി ബദിരീങ്ങളാൽ തുണ റബ്ബനാ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. കല്ലാം കുഴീനൂറുദ്ദീനും തീര ഷഹീദാം ഹംസയും കുരുന്നു മക്കളെ രക്ഷക്കായി ബദരീങ്ങളാൽ തുണ റബ്ബനാ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. UDF ജയിച്ചെന്നാൽ നാട്ടിൽ മുസീബത്തേറിടും, ആ കുടുംബവും വഴിമുട്ടിടും, ബദിരീങ്ങളെ തുണ നൽകിടൂ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ഈ രൂപത്തിൽ മഹാന്മാരായ ബദരീങ്ങളെ പോലും പരിഹസിച്ചു. അങ്ങനെ വന്നാൽ ബദരീങ്ങൾ വെറുതെ വിടുവോ? ആ മഹാന്മാരായ ബദരീങ്ങളുടെ കുരുത്തക്കേടാണ് നിങ്ങൾക്ക് സംഭവിച്ചത്. പലപ്പോഴും പല രൂപത്തിൽ ദീനിന്റെ ശിആറുകൾ നിങ്ങൾ പരിഹസിച്ചിട്ടുണ്ട്. അതാത് സമയങ്ങളിലൊക്കെ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഇവരുടെ ഒരു ആത്മീയ നേതാവുണ്ട് കാസർഗോഡ്, കണ്ണൂർ ഭാഗങ്ങളിൽ. മലപ്പുറത്ത് ഖലീൽ തങ്ങളെ പോലെ സ്വലാത്തിന്റെ നേതൃത്വം കൊടുക്കുന്നൊരു തങ്ങളുണ്ട്, ബായാർ തങ്ങൾ. ആ തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം ബായാർ തങ്ങളുടെ ഒരു പ്രഖ്യാപനം അണികളോട്. എന്താ പ്രഖ്യാപനം അറിയോ? നാളെ നേരം വെളുക്കുമ്പോ ഒരൊറ്റൊന്ന് സുബിഹി ഖളാക്കരുത്, ബാക്കിയുള്ള ദിവസം അങ്ങനെ ആരും തർക്കടില്ല, നാളെ നിങ്ങളാരും സുബിഹി ഖളാക്കരുത്. അങ്ങനെ സുബഹിസ്കരിച്ച് പുറത്തിറങ്ങുമ്പോൾ വാതിൽപ്പടി കടന്ന് പുറത്തിറങ്ങുന്നതിന് മുമ്പ് 111 സൂറത്തുൻ നസ്ർ നിങ്ങൾ ഓതിയിട്ട് പുറത്തിറങ്ങി നിങ്ങൾ വോട്ട് ചെയ്താൽ ശംസുദ്ദീൻ പരാജയപ്പെടും. അദ്ദേഹത്തിന്റെ നിർദ്ദേശം SSFന്റെ സംസ്ഥാന നേതാവ് ജനങ്ങളോട് ആഹ്വാനം ചെയ്യുന്നു. അതുകൂടി ഒന്ന് കേൾക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ട എന്റെ സഹപ്രവർത്തകരെ, ഞാൻ മുഹമ്മദ് അലി അൽ ഹസനി, കിട്ടാനക്കാടിലാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതനാണ്. ഞാൻ പ്രത്യേക കാര്യം അറിയിക്കാൻ വേണ്ടിയാണ് വോയിസിൽ വന്നത്. നമ്മുടെ വളരെ അടുത്ത സുഹൃത്തും നമ്മളെല്ലാവരും വളരെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ബഹുമാന്യനായ അബ്ദുറഹ്മാൻ ബിച്ചിക്കോ തങ്ങൾ, ബായാർ തങ്ങൾക്ക് ഞാൻ ഇന്ന് അസറിന് ശേഷം വിളിച്ചിരുന്നു. തങ്ങളുമായിട്ട് സംസാരിച്ചു. നമ്മുടെ മണ്ണാർക്കാടത്തെ വിഷയങ്ങളൊക്കെ തങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. അപ്പോ നമ്മുടെ പ്രവർത്തകരോടെല്ലാം തങ്ങൾ ഒരു പ്രത്യേക വസിയത്ത് ചെയ്തിട്ടുണ്ട്. നാളെല്ലാവരും വോട്ടിന് പോകുന്നതിന് മുമ്പ് സുബഹി നിസ്കാരം കഴിഞ്ഞ്
ഒരു 111 പ്രാവശ്യം സൂറത്തുൽ നസ്ർ ഇദാ ജാ നസ്റുല്ലാഹി വൽ ഫതഹ് എന്ന സൂറത്ത് ഓതിയിട്ട് നമ്മുടെ പ്രവർത്തകരെല്ലാം വോട്ട് ചെയ്യാൻ വേണ്ടി പോകണം. നമ്മളെ പ്രവർത്തകന്മാരോട് പറഞ്ഞ സുബീസ്കറ്റ് ഇറങ്ങുമ്പോൾ സ്ലിപ്പ് എടുക്കാൻ മറക്കരുതെന്നാ പറഞ്ഞു. സ്ലിപ്പ് എടുക്കാൻ മറന്നാൽ പിന്നെ ബൂത്ത് പോയാണ് പിന്നെ കൈമാത്രം ഉണ്ടാക്കണ്ട, സ്ലിപ്പ് എടുക്കാൻ മറക്കരുത്, കാരണം വോട്ട് ചെയ്യാൻ പോകാമല്ലോ. ഇവര് പറഞ്ഞാൽ നിങ്ങൾ സൂറത്തിന്റെ സൂറ 111 ഓതണം, കാരണം ഒന്നിന് കുറ്റിയാപ്പിനെ 111 ഗുണിച്ചു വരുന്നാണ് ഈ സാധു മനസ്സിലാക്കിയത്. സുബഹി നിസ്കാരം ഒരിക്കലും നാളെ ഖളാ ആക്കാതെ ബാക്കിയുള്ള ദിവസം അങ്ങനെ ആരും കുഴപ്പമില്ല. നാളെ സംശു തോൽക്കണമല്ലോ, അപ്പൊ നാളെ സുബഹി ആരും ഖളാവാൻ പാടില്ല. ഇത്ര ഓരോരോ ചങ്ങായിമാരങ്ങളൊക്കെ നിങ്ങൾ സുന്നത്ത് ജമാഅത്തിന്റെ പേരിൽ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ടല്ലോ. നിസ്കരിച്ച് ഈ സൂറത്തുൽ നസ്ർ 111 പ്രാവശ്യം ഓതിയിട്ട് വോട്ട് ചെയ്യാൻ പോവുക. ഇൻഷാ അല്ലാഹ് വിജയം വളരെ എളുപ്പമാകും നമുക്ക് എന്ന് തങ്ങൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അത് ഷംസൂനാണെന്ന് പറയാൻ തങ്ങൾ വിട്ടതേക്കാരം. അപ്പൊ 111 സൂറത്തുൽ നസ്ർ നിങ്ങൾ ഓതിപ്പോയാൽ വിജയം സുരക്ഷിതമാണ്. അത് ഷംസൂനാണെന്ന് പറയാൻ മൂപ്പര് വിട്ടതേക്കാരം. ഏതാനിരിക്കട്ടെ, അവിടുത്തെ മണ്ണാർക്കാട് SSFന്റെ പ്രവർത്തകന്മാരൊക്കെ സുബീസ്കാരം കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ട് ഉമ്മരിപ്പടി മുതൽ ഇറങ്ങിയിട്ട് മുറ്റത്ത് ഇങ്ങനെ ഇടിയറ്റിയായി ഇങ്ങനെ നിൽക്കുകയാണ് അത്രേ. അത് ഉമ്മ ചോദിച്ചു പോണില്ലാന്ന്, ജെല്ലി കഴിഞ്ഞിട്ടില്ലാന്ന്. എന്തു വെച്ച് സൂറത്തിന് 111 ഓതാം തങ്ങളിപ്പാവ പറഞ്ഞിട്ടുണ്ട്, അവിടെ ഉമ്മച്ചി മറക്കണം, ഞാൻ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്, ഏതായാലും സംശു തോൽക്കുന്ന ഉറപ്പായി എന്ന്. ആ നിലക്ക് എല്ലാ പണിയും ചെയ്തു. കോഴിമുട്ടക്കൊക്കെ ഭയങ്കര ഡിമാൻഡ്. കാരണം കോഴിമുട്ട കൊണ്ടുപോയിട്ട് സംസൂന്റെ പേരുണ്ട് എഴുതിയിട്ട് കൂടോത്രം ചെയ്ത് അടുപ്പ് കിട്ടുകൊണ്ട് കത്തിക്കൽ ചിരട്ടൊക്കെ ഭയങ്കര ചെലവേനി അത്ര മണ്ണാർക്കാട്. അവസാനം തോറ്റ പോലും പറയാ ആ കോഴിമുട്ട മുഴുവനും ചൈനന്റെ മുട്ട ഇനിയായിരുന്നു, ഒറിജിനൽ അല്ലാന്ന്. ചൈനന്റെ മുട്ടാകുമ്പോൾ പിന്നെ ഫലം ഉണ്ടാവില്ലല്ലോ, ഒറിജിനൽ കോഴിട്ട മുട്ടാകുമ്പോഴേ ഫലം ഉണ്ടാവുള്ളൂ. ഈ രൂപത്തിലൊക്കെ പാട് ചെയ്ത് ഏതായാലും സംസുദ്ദീൻ സാഹിബ് വമ്പിച്ച ഭൂരിപക്ഷത്തിൽ ജയിച്ചു. അങ്ങനെ അതിന്റെ ശേഷം മണ്ണാർക്കാട് ആദർശ സമ്മേളനം സംഘടിപ്പിച്ചു. ആ ആദർശ സമ്മേളനത്തിൽ ബഹുമാന്യരായ MLA, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ സജീവ സഹകാരിയായ MLA ബഹുമാനപ്പെട്ട സംസുദ്ദീൻ സാഹിബ് ആ ആദർശ സമ്മേളനത്തിൽ പറഞ്ഞെന്താ, നിങ്ങള് എനിക്ക് ഏറ്റവും വലിയ സങ്കടം എനിക്കെതിരെ അവർ രംഗത്തിറങ്ങിയാലല്ല, ഞാൻ തോൽക്കുവല്ലോ എന്നൊരു പ്രയാസമൊക്കെ ഉണ്ടായിരുന്നു. എനിക്കതൊന്നും വലിയ പ്രയാസമായിട്ട് തോന്നിയില്ല. എന്റെ കൂടെ പ്രവർത്തിച്ച പലർക്കും മാനഹാനുണ്ടാകുന്ന രൂപത്തിലുള്ള കള്ളപ്രചരണങ്ങൾ അവർ നടത്തി. അതൊന്നുമല്ല എനിക്ക് വലിയ വേദന ഉണ്ടാക്കിയത്. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിന്റെ ശിആറുകളെ, അടയാളങ്ങളെ, ദിക്ർഹൽക്കുകളെയും സ്വലാത്തുകളെയും ബദരീങ്ങളെയും ദുർവിനിയോഗം ചെയ്തത് എനിക്ക് താങ്ങാവുന്നതിനും അപ്പുറമായിരുന്നു എന്നാണ് സംസുദ്ദീൻ സാഹിബ് പറഞ്ഞത്. അദ്ദേഹത്തിന്റെ വാക്കൊന്ന് കേൾക്കിങ്ങൾ. പിന്നെ പ്രാർത്ഥനകളെ വല്ലാതെ അപഹസിച്ചു. എത്രമാത്രം നാണം കെടുത്തി. ഇതര സമുദായ അംഗങ്ങൾ പോലും വാട്സപ്പിലെ ഈ സാധനം എനിക്ക് കേൾപ്പിച്ചു തരാൻ ഇതിങ്ങനെ ചെല്ലി എന്തെങ്കിലും ഉണ്ടാവുമോ എന്ന് ചോദിച്ചിട്ട്. അല്ല, ഞാൻ സത്യത്തിൽ അതല്ല, നമുക്കിപ്പോ ഒരു വിശ്വാസമുണ്ട്, അതില് നന്മയും തിന്മയും അല്ലാഹുവിന്റെ പക്കൽ നിന്നാണ്. അത് നമ്മുടെ ജീവിതത്തിൽ വെച്ച് നോക്കാൻ നമുക്കുണ്ടാവും. അതാണല്ലോ വിശ്വാസത്തിന്റെ ഏറ്റവും സമന്നതമായ സ്ഥാനം എന്ന് പറയുന്നത്. എന്നിട്ട് ഈ ചെറിയ പിഞ്ചു മക്കളെ കൊണ്ട് മാലയും മൗലൂദും ഒക്കെ ചെല്ലിച്ച് അതില് വളരെ അങ്ങ് മഹാപണ്ഡിതനാണ്, ഞാനൊരു പാവൽ. എന്നിട്ട് അങ്ങനെയല്ല, എന്റെ പേരതിൽ വരികയാണ്. അതാണ് രസം, എന്റെ പേരതിൽ വരികയാണ്. ഈ പഹയനെ തോപ്പിക്കണേ എന്ന് ബാക്കിയാൻ പാടില്ല. ബാക്കി അവര് ദോഷോദ്ദേശത്തിലാണ് സൂചിപ്പിച്ചതെങ്കിലും അതൊക്കെ മഹത്തായ ആളുകളുടെ പേരുകളാണ്, അല്ലേ? അപ്പൊ അതുകൊണ്ട് നമ്മളത് പറയണ്ട. ഇങ്ങനെ ഇതിനങ്ങ് അപഹസിച്ചു കളഞ്ഞു. ഇസ്ലാമികമായ പ്രാർത്ഥനകളെ, ഇസ്ലാമിന്റെ ആരാധനാ കർമ്മങ്ങളെ പോലും ഇവിടെ ഈ തെരഞ്ഞെടുപ്പിന്റെ പേരിൽ അപമാനിച്ചു എന്നുള്ളതാണ് ഇതിലെനിക്ക് ഏറ്റവും സങ്കടം തോന്നിയ കാര്യം. നിങ്ങളൊരു നിലപാടെടുത്ത് ആരെ പിന്തുണച്ചോട്ടെ, അതിൽ കാര്യമില്ല. പക്ഷേ എല്ലാവരുടെയും മുമ്പിൽ നമ്മുടെ വിശ്വാസപരമായ സംഗതികളെ ഇത്രയേറെ അപഹാസ്യമായ ഒരു സന്ദർഭം ഉണ്ടായിട്ടില്ല. ഞാൻ ചോദിക്കട്ടെ, ഒരു വിശ്വാസി വേറൊരു വിശ്വാസിക്കെതിരെ ഒരു പ്രാർത്ഥന നിർവഹിക്കുമ്പോൾ അങ്ങനെ ഒരാൾക്ക് ഇടങ്ങറുണ്ടാകാൻ, ഒരു പ്രയാസമുണ്ടാകാൻ, അല്ലെങ്കിൽ മറ്റൊരു വിശ്വാസിക്കെതിരെ ഒരു പ്രാർത്ഥന നിർവഹിക്കുന്നതോടുകൂടി തന്നെ അയാൾ വിശ്വാസപരമായതിനപ്പുറത്താണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഞാൻ അങ്ങേപ്പോലെ മഹാപണ്ഡിതനല്ല, വളരെ ചെറിയ പാമരനായ ഒരു പൊതുപ്രവർത്തകനാണ്. ഞാൻ മനസ്സിലാക്കിയതാണ്. ഒരു ദിവസം പോലും പള്ളി ദർസ് പോകാത്ത ബഹുമാന്യനായ സംസുദ്ദീൻ സാഹിബിന്റെ അന്തം പോലും ബിരുദാനന്തര ബിരുദമായ ആളുകൾക്ക് ഉണ്ടായില്ലല്ലോ എന്നുള്ളതിനാണ് നമുക്ക് സങ്കടമുള്ളത്. ഏതായാലിരിക്കട്ടെ, ഇതൊക്കെ നടന്നു. അതിന്റെ പുറമെ പിന്നെ സംസുദ്ദീനെ തോൽപ്പിക്കാൻ പല നാടുകളിൽ നിന്ന് വാടകയ്ക്ക് വരുന്ന കൂലിപ്രഭാഷകന്മാരുടെ പ്രസംഗങ്ങളും കരച്ചിലുകളുമായിരുന്നു. അതിൽ മുഖ്യ പങ്ക് വഹിച്ചത് നിങ്ങളുടെ നാട്ടുകാരനായ ഹസൻ മുസ്ലിയാരാണ്. നമ്മളാരെ വ്യക്തിപരമായി തേജോധം ചെയ്യാൻ നമ്മളില്ല. പക്ഷെ ഒരു കാര്യം പറയാനുണ്ട്,
അള്ളാന്റെ പരിശുദ്ധമായ ദീനിന്റെ നിലനിൽപ്പിന് വേണ്ടി ഉണ്ടാക്കിയ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ, ആ ജംഇയ്യത്തുൽ ഉലമ രാഷ്ട്രീയ പാർട്ടിയാകാൻ പോകുന്നു, അതുകൊണ്ട് ഞങ്ങൾ രക്ഷപ്പെടാൻ വേണ്ടി പുറത്തേക്ക് പോരുകയാണ് എന്ന് പറഞ്ഞ് മാറി നിന്ന് സംഘടന ഉണ്ടാക്കിയ നിങ്ങളും നിങ്ങളുടെ നേതാക്കന്മാരും നിങ്ങളുടെ അണികളും ആദർശ സമ്മേളനം എന്ന പേരിൽ മണ്ണാർക്കാട് സമ്മേളനം വിളിച്ചുകൂട്ടി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിയെ പരസ്യമായി പരാജയപ്പെടുത്താൻ ആഹ്വാനം ചെയ്ത നിങ്ങൾ പടച്ചവനോട് മറുപടി പറയേണ്ടി വരും. നിങ്ങൾ സമുദായത്തെ വഞ്ചിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. നമ്മൾ നിങ്ങളുടെ രഹസ്യങ്ങളിലേക്കോ ജീവിത കഥകളിലേക്കോ ഒന്നും കടക്കുന്നില്ല. ഞാൻ അത് പറയാനല്ല വന്നത്, അത് പറയേണ്ടിടത്ത് പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇവിടെ അതേ വിഷയങ്ങളിലേക്ക് കടക്കുന്നില്ല. പക്ഷേ മണ്ണാർക്കാട്ടുകാർ ആർക്ക് വോട്ട് ചെയ്യണമെന്നുള്ളത് വടശ്ശേരിക്കാരല്ലല്ലോ തീരുമാനിക്കേണ്ടത്, മണ്ണാർക്കാടിലെ വോട്ടർമാരാ തീരുമാനിക്കേണ്ടത്. ആ ഒരു അന്തം പോലും നിങ്ങൾക്കുണ്ടായില്ലല്ലോ. എന്നിട്ട് അദ്ദേഹം അവിടെ ചെന്നിട്ട് പ്രസംഗിച്ചെന്താ, നിങ്ങൾ അവിടെ നടന്നൊരു കൊലപാതകം, ആ കൊലപാതകത്തിന്റെ വിഷയത്തിലേക്ക് ഇൻഷാ അല്ലാഹ് അതിന്റെ വസ്തുനിഷ്ഠമായ വിഷയങ്ങളിലേക്ക് ഇൻഷാ അല്ലാഹ് ഞാൻ സൗകര്യം പോലെ കടന്നുവരും. ആ മണ്ണാർക്കാട് മണ്ഡലത്തിന്റെ തൊട്ടടുത്ത മണ്ഡലത്തിൽ കൊലപാതകം നടന്നു. ആ കൊലപാതകം ശംസുദ്ദീൻ സാഹിബ് മത്സരിച്ച മണ്ഡലത്തിലല്ല നടന്നത്, തൊട്ടപ്പുറത്തെ മണ്ഡലത്തിലാണ്. ആ മണ്ഡലത്തിലെ MLA സംബന്ധിച്ച് മിണ്ടിയില്ല. നേരെ മറിച്ച് തൊട്ടിപ്പുറത്തുള്ള മണ്ഡലമായ മണ്ണാർക്കാട് മണ്ഡലത്തിലെ MLA ആയ ശംസുദ്ദീൻ സാഹിബിനെതിരെയാണ് എല്ലാ ആരോപണങ്ങളും നിങ്ങൾ അഴിച്ചുവിട്ടത്. എന്നിട്ട് ആ രണ്ട് ചെറുപ്പക്കാരെ ശുഹദാക്കന്മാരായി നിങ്ങൾ ചിത്രീകരിച്ചു. ഞാൻ ചോദിക്കട്ടെ, ആ മരിച്ചുപോയ രണ്ടാളുകളിൽ ഒരാള് സ്വന്തം ഭാര്യയെ കുളിമുറിയിട്ടിട്ട് വെട്ടിക്കൊന്ന കൊലപാതകം നടത്തിയ ആളാണ്, പ്രതിയാണ് അയാള്. എങ്ങനെയാണ് ശുഹദാവാകല്? എങ്ങനെയാണ് ശുഹദാകാവല്? ഒരാൾ പടിഞ്ഞാട്ടുന്തിയാൾ കേക്കോട്ടേ പോകുള്ളൂ, അതിലൊരു ശുഹദാവ്. നമ്മളാരും വിമർശിക്കണില്ല. പക്ഷേ ശുഹദാക്കന്മാരുടെ ലേബിൾ ഇവരെ കൊണ്ടുവന്നാൽ ഒരു 10 കൊല്ലം കഴിഞ്ഞാൽ, പോട്ടെ ഒരു 25 കൊല്ലം കഴിഞ്ഞാൽ, ഈ തലമുറയിലുള്ള ആളുകളൊക്കെ മരിച്ചുപോയാൽ വളർന്നു വരുന്ന ആ നാട്ടിലെ ആളുകൾ ഇവർ വലിയ മഹാന്മാരായിരുന്നു, വലിയ ശുഹദാക്കന്മാരെ, ബദരീങ്ങളെ പോലെ ഉഹുദീങ്ങളെ പോലെയുള്ള വലിയ ശുഹദാക്കളായിരുന്നു എന്ന് തെറ്റിദ്ധരിച്ച് മക്ബറകളുണ്ടാക്കി നേർച്ചകളുണ്ടാക്കി പരിശുദ്ധമായ ദീനിനെ ദുരുപയോഗം ചെയ്യൂലേ? എന്താ നിങ്ങൾ മനസ്സിലാക്കിയത്? തോന്നിയാസം പറയേ, കളവ് പ്രചരിപ്പിക്കേ, ഇപ്പൊ ഇങ്ങനെ മൈക്രോസ്കോപ്പ് വെച്ച് നടക്കുക. എവിടെങ്കിലും ഒരാളെ മരിക്കണുണ്ടോ? മരിച്ചാൽ പിന്നെ അത് ശുഹദാവായി, കൊന്നത് ലീഗാരുമായി. അത് നോക്കിയിട്ട് ഇങ്ങനെ നടക്കുക. അപ്പോ ഏതായാലും ഇരിക്കട്ടെ, ഇതിനു മുമ്പ് ഈ പറയപ്പെട്ട ആളുകൾ ഇതിനു മുമ്പൊരു കൊലപാതകം നടത്തിയിട്ടുണ്ട്. ആ മരണപ്പെട്ട വ്യക്തിയുടെ മക്കൾ അന്ന് ചെറിയ കുട്ടികളായിരുന്നു. അവരിപ്പോ വലുതായി, തന്റെ ഇടമുള്ളവരായി, ഒന്നിനാത്രം പ്രായമുള്ളവരായി. ബാപ്പാനെ കൊന്ന പ്രതികളെ വൈരാഗ്യം കൊണ്ട് മക്കൾ കൊലപ്പെടുത്തിയത് നിയമപരമായിട്ട് നേരിടുകയല്ലാതെ സമസ്തയുടെയും മുസ്ലിം ലീഗിന്റെ ലേബിളിലേക്ക് കൊണ്ടുവരാനാണോ നിങ്ങളുടെ ശ്രമം? അങ്ങനെയാണെങ്കിൽ പലതും നമ്മൾക്ക് പല ലേബിളിലേക്ക് കൊണ്ടുവരേണ്ടി വരും. ഞാൻ ആ വിഷയത്തിലേക്ക് കടക്കുന്നില്ല. അന്ന് നിങ്ങളുടെ നാട്ടുകാരൻ മണ്ണാർക്കാട് വെച്ച് നടത്തിയ പ്രസംഗം ഒന്ന് കേൾക്കും. മണ്ണാർക്കാട് അസംബ്ലി മണ്ഡലത്തിലെ വോട്ടവകാശമുള്ള സുന്നി പ്രവർത്തകന്മാരെ, എന്തിന്റെ പേരിൽ ആ പരിപാടി നോക്കി? നിങ്ങൾ ആദർശ സമ്മേളനമാണ്. ആദർശ സമ്മേളനം എവിടെയാണ് നിങ്ങൾക്ക് ആദർശമുള്ളത്? ഈ മനുഷ്യർ എവിടെയെങ്കിലും സുന്നത്ത് ജമാഅത്ത് പറഞ്ഞങ്ങളോടെയും കേട്ടുക്കണോ? ഒരു സുന്നത്ത് ജമാഅത്ത് വിഷയം, ഒരു സ്ത്രീ ജുമുഅ ജമാഅത്ത്, അല്ലെങ്കിൽ അഹ്ലു സുന്നത്തി വൽ ജമാഅ, അല്ലെങ്കിൽ ഖുതുബയുടെ ഭാഷ, അതിലുള്ള മൗലിദുകൾ, അല്ലെങ്കിൽ ഈ അടക്കമുള്ള സുന്നത്ത് ജമാഅത്തിന്റെ വിഷയങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു വിഷയം അടിസ്ഥാനപരമായ ശാഫിഈ ഫിഖ്ഹിന്റെ അടിസ്ഥാനത്തിൽ, ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ, ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഇബാറത്ത് വായിച്ച് ഒരു വിഷയം അവതരിപ്പിക്കാൻ എവിടെയെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഒന്നും കൂടെ ഞാൻ ചോദിക്കുകയാണ്. ഈ ഇന്നലേക്ക് അള്ളാഹിന്റെ പരിശുദ്ധമായ ദീനിന്റെ വിഷയങ്ങൾ, സുന്നത്ത് ജമാഅത്തിന്റെ വിഷയങ്ങൾ കിതാബ് അടിസ്ഥാനത്തിൽ ഇബാറത്ത് വായിച്ച് തെർക്കീബ് വെച്ച് അതിൽ നിന്ന് മസ്അല കണ്ടെത്തി സമുദായത്തോട് പറയാൻ സാധിക്കാത്തവരാണ് സമസ്തയുടെ ആലിമീങ്ങളെ വിമർശിക്കുന്നത്. അതൊക്കെ കടന്ന കൈയാണ് എന്ന് മാത്രം ഈ സമയത്ത് ഞാൻ ഓർമ്മപ്പെടുത്തുന്നുള്ളൂ. മണ്ണാർക്കാട് അസംബ്ലി മണ്ഡലത്തിലെ വോട്ടവകാശമുള്ള സുന്നി പ്രവർത്തകന്മാരെ, നിങ്ങളിപ്പോൾ കാണേണ്ടത് ആരെയാണ്? കുഞ്ഞ് ഹംസയെയും അദ്ദേഹത്തിന്റെ അനുജൻ നൂറുദ്ദീനെയുമാണ്. കുഞ്ഞു ഹംസനും നൂറുദ്ദീനും കണ്ടോളി. പക്ഷെ 42 പെൺകുട്ടികളെ ഒരു സഖാഫി സൂട്ടാക്കിയത് നിങ്ങൾ കണ്ടിട്ടില്ലേ? അത് നിങ്ങൾ കണ്ടില്ല. 42 പെൺകുട്ടികളെ, 13ഉം 14ഉം വയസ്സുള്ള 42 പെൺകുട്ടികളെ വർഷങ്ങളോളം പീഡിപ്പിച്ചു പയ്യനണം സഖാഫി. എന്തേ നിങ്ങളത് കണ്ടില്ലേ? എന്തെങ്ങളത് കാണാതെ പോയത്?
അതിന്റെ കോല ഇൻഷാള്ള സൗകര്യം പോലെ പറയാ. ഇത്രയും ആദർശസ്ഥിതി നമ്മൾ പല നാട്ടിൽ നടത്തിയിട്ടും ആ വിഷയം നമ്മളിതിനെ പുറത്ത് പറയാറുണ്ടായിരുന്നില്ല. അത് പറയാൻ നിർബന്ധിതരായതുകൊണ്ട് ഇൻഷാള്ള സൗകര്യം പോലെ അതുകൂടെ പറയും. അത് ഈ വരുന്ന 16-ാം തീയതി പോളിംഗ് ബൂത്തിൽ നിങ്ങൾ കാണണം. അത് കണ്ടാൽ മാത്രം പോലെ നിങ്ങളുടെ ജനാധിപത്യാവകാശം ഈ അരിന്തമയാളികളെ കൊണ്ടുപിടിച്ച് അവർക്ക് സംരക്ഷണം നൽകുന്ന ഈ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി പരാജയപ്പെടുന്ന രൂപത്തിലേക്ക് ആ സ്മരണ നിങ്ങൾ ഉപയോഗപ്പെടുത്തണമെന്ന് ഉള്ളാക്കോ രണ്ടാമല്ല പറഞ്ഞാൽ തീരും. ഏതായിരിക്കട്ടെ, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിയായ ശംസുദ്ദീനെ പരാജയപ്പെടുത്താൻ മണ്ണാർക്കാട് സുന്നികളോട് അദ്ദേഹം ആഹ്വാനം ചെയ്തു. ആ ആഹ്വാനം മണ്ണാർക്കാടിലെ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകന്മാർ എല്ലാ അർഹിക്കുന്ന അവജ്ഞയോടുകൂടി അറബിക്കടലിലേക്ക് വലിച്ചെറിയുകയും ചെയ്തു. പിന്നെ അദ്ദേഹം അങ്ങോട്ട് വന്നതായി നമ്മൾ കേട്ടിട്ടില്ല. ഏതായിരിക്കട്ടെ, ഈ രൂപത്തിൽ പരിശുദ്ധമായ ദീനിന്റെ എതിരാളികൾക്ക് കൂട്ടുനിന്നും ദീനിന്റെ ആളുകളെക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചും എന്നും സമസ്തയുടെയും മുസ്ലിം ലീഗിന്റെയും ശത്രുവായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഓശാന പാടിക്കൊണ്ടിരിക്കുന്നു നിങ്ങളുടെ നാട്ടുകാരനായ മുസ്ലിയാർ. ഇയാളെ മുമ്പൊക്കെ വലിയൊരുപാട് വിഷയങ്ങൾ പറഞ്ഞ ആളാണ്. നമ്മളേക്കൊന്നും കടക്കണില്ല. മഹാനായ കാളമ്പാടി ഉസ്താദ് സമസ്തന്റെ പ്രസിഡന്റായപ്പോൾ മൂരികൾക്ക് കാള പ്രസിഡന്റ് തന്നെ പ്രസംഗിച്ച ആളാണ് ഇയാള്. അത് നിങ്ങൾ പലരും മറന്നിട്ടുണ്ടാവും. നമുക്കത് മറക്കാൻ കഴിയൂല. നമ്മുടെയൊക്കെ നെഞ്ചകത്ത് കുത്തിയൊരു വാക്കായിരുന്നു അത്. ആ മഹാനായ മനുഷ്യന്മാരൊക്കെ മരണപ്പെട്ടുപോയി. കാളമ്പാടി ഉസ്താദും ബഹുമാനപ്പെട്ട കോയക്കുട്ടി ഉസ്താദും ചെറുശ്ശേരി ഉസ്താദിനൊക്കെ പാറടി മണ്ണിലാണ്. അള്ളാഹുവിനൊക്കെ അവരുടെ വെളിച്ചമാക്കി കൊടുക്കുമാറാകട്ടെ. ആ മനുഷ്യന്മാരൊക്കെ കണക്കിന് പരിഹസിച്ച് കളിയാക്കി സമുദായത്തിന് കയ്യടി നേടാൻ വേണ്ടതൊക്കെ നിങ്ങൾ ചെയ്തവരാണ്. പക്ഷേ ആ കാളമ്പാടി ഉസ്താദിനോട് ഇനി എങ്ങനെ നിങ്ങൾ പൊരുത്തപ്പെടിക്കും? സമസ്തക്കാരി മുസ്ലിം ലീഗിന്റെ ആളുകളെയും പണ്ടേ ഇയാൾ മൂര്യാളെന്നാ വിളിക്കല്. അത് സ്വന്തം വർഗത്തിനോടുള്ള സ്നേഹം കൊണ്ടാണോ എന്നറിയില്ല. പണ്ടേ ഇയാൾ അങ്ങനെ തന്നെ വിളിക്കല്, മൂര്യാളെന്നാ വിളിക്കല്. സാധു രണ്ട് കാലം നടക്കുമ്പോൾ ഒരു മനുഷ്യനെന്നെങ്കിലും വിളിച്ചൂടെ? നമ്മൾ സംസ്കാരമുള്ള ആളുകളല്ലേ, നമ്മൾ മാനവികതന്റെ ആൾക്കാരല്ലേ? മാനവികത ഉള്ള ആളാവുമ്പോൾ മനുഷ്യന്റെ സ്വഭാവമൊക്കെ ഉണ്ടാണ്ടേ? ഇയാൾ മാത്രമല്ല, മരണപ്പെട്ടു പോയ പാറന്നൂക്കാരും മുസ്ലിയാരും ഇതേ വാക്കുപയോഗിച്ചിട്ടുണ്ട്. ഉപയോഗിച്ചതിലും മാത്രമല്ല നമുക്ക് വിഷമം. ഇത് പറയുമ്പോൾ കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാരും ഖലീൽ തങ്ങൾ അടക്കമുള്ള സംസ്ഥാന നേതാക്കന്മാരൊക്കെ ആ സ്റ്റേജിൽ ഇങ്ങനെ ഇരുന്നിട്ട് ക്ലോസപ്പിന്റെ പരസ്യം കാട്ടി ഇങ്ങനെ ചിരിക്കായിരുന്നു. സാധു അങ്ങനെ പറയരുത്, നമ്മൾക്ക് വിമർശിക്കുമ്പോൾ പ്രതിപക്ഷ ബഹുമാനത്തോടുകൂടി വിമർശിക്കുക, ഇങ്ങനൊന്നും പറയരുതെന്ന് പോലും നേതാക്കന്മാർ പറഞ്ഞില്ല. പഴയ അദ്ദേഹത്തിന്റെ പ്രസംഗം കേൾക്കിങ്ങനെ ആദ്യം പാറന്നൂര് പറയട്ടെ, പിന്നെ വടശ്ശേരിയും പറയട്ടെ. കമ്പനിക്ക് കാള പ്രസിഡന്റാകാൻ യോജിപ്പുള്ള തെരഞ്ഞെടുപ്പ് പറഞ്ഞിരിക്കുന്നത്. മൂരി കമ്പനിക്ക് കാള പ്രസിഡന്റാകാൻ യോജിപ്പുള്ള തെരഞ്ഞെടുപ്പ് പറഞ്ഞിരിക്കുന്നത്. മൂരി കമ്പനി എന്ന് പറഞ്ഞാൽ സമസ്തക്കാര്, കാള പ്രസിഡന്റ് തന്നെ കാളമ്പാടി ഉസ്താദ്. എത്ര ഗൗരവമുള്ള വാക്കാണത്! ഇങ്ങനെ കഴിഞ്ഞുപോയ കാലഘട്ടങ്ങളിൽ സമസ്തക്ക് നേതൃത്വം നൽകിയ മുഴുവൻ പണ്ഡിതന്മാരുടെയും കുരുത്തക്കേട് ഹോൾസെയിലും റീറ്റെയിലും വാങ്ങി വെച്ചവരാണ് നിങ്ങൾ. അപ്പൊ നിങ്ങളിൽ നമുക്ക് ഇങ്ങനെയൊക്കെ തന്നെ പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. മൂരി കമ്പനിക്ക് കാള പ്രസിഡന്റാകാൻ യോജിപ്പുള്ള തെരഞ്ഞെടുപ്പ് പറഞ്ഞിരിക്കുന്നത്. മൂപ്പര് വലിയ മലയാളത്തിന്റെ വിശ്വവിജ്ഞാന കോശത്തിന്റെ വലിയ ഉപജ്ഞാതാവാണ് നിങ്ങളെ നാട്ടുകാരൻ. മൂപ്പര് പറയാണ് മൂരി എന്നതിന് പല അർത്ഥങ്ങളുണ്ട്. പറയട്ടെ. അതേ പദം തലപ്പത്തുള്ള ആളെ പ്രസിഡന്റാക്കിയതോടുകൂടെ മറുഭാഗത്തിന്റെ മൂല്യം കൂടുതൽ പ്രകടമാകുമെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. കാളപൂട്ട് എന്നാണ് പറയാറുള്ളത്. കമ്പാടി പ്രസിഡന്റായതോടുകൂടെ ആ കാളപൂട്ട് യാഥാർത്ഥ്യമായി. കാളപൂട്ട് എന്നാണ് പറയാറുള്ളത്. കമ്പാടി പ്രസിഡന്റായതോടുകൂടെ ആ കാളപൂട്ട് യാഥാർത്ഥ്യമായി. കാളപൂട്ട് എന്നാണ് പറയാറുള്ളത്. കമ്പാടി പ്രസിഡന്റായതോടുകൂടെ ആ കാളപൂട്ട് യാഥാർത്ഥ്യം. കാളമ്പാടി ഉസ്താദ് പ്രസിഡന്റായതോടുകൂടെ ആ കാളപൂട്ട് യാഥാർത്ഥ്യമായി. സമസ്ത എന്ന് പറഞ്ഞാൽ അത് വെറും ഒരു കാളപൂട്ട് പോലെയാണ് എന്നുപോലും സമുദായത്തോട് തെറ്റിദ്ധരിപ്പിച്ച് പരിഹസിച്ച് പ്രസംഗിച്ചു. ഇതൊക്കെ നിഷ്പക്ഷമായി സദസ്സ് കേൾക്കുന്ന വീക്ഷിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഇതൊക്കെ നിഷ്പക്ഷമായി മനസ്സിലാക്കണമെന്ന് മാത്രമാണ് ഈ സമയത്ത് ഓർമ്മപ്പെടുത്താനുള്ളത്. അല്ലാഹു തആല തന്ന നാക്കിനും വാക്കിനൊക്കെ നമ്മൾ നിയന്ത്രണം ഏർപ്പെടുത്തിയില്ലെങ്കിൽ നാളെ പടച്ചവന്റെ സമീപത്ത് വലിയ വില നൽകേണ്ടി വരും. ഇവിടെ മുമ്പിലിരുന്ന് ചിരിക്കാനും തെക്കിവീർ ചെല്ലാനൊക്കെ ആളുണ്ടെങ്കിൽ
നാളെ മനുഷ്യരാലോകത്ത് വരുന്ന സമയത്ത് അവിടെ ആരുണ്ടാവൂല. അവിടെ നമ്മൾ കിതാബ് കയ്യിൽ തരും. ആ കിതാബ് കയ്യിൽ പിടിച്ചിട്ട് മാലി ഹാദൽ കിതാബ് ലാ യുഗാദിറു സഗീറത്തൻ വലാ കബീറത്തൻ ഇല്ലാ ഹിസ്വാഹാ. പടച്ചോനെ, ഇതെന്തോ ഒരു കിതാബാണ് റബ്ബേ, എല്ലാ ചെറുതും വലുതുമായ കാര്യങ്ങൾ ഇതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ എന്ന് പടച്ചവന്റെ മുമ്പിൽ കൈകടിച്ച് വിഷമിക്കുന്നൊരു സാഹചര്യം വരുമ്പോൾ പുണ്യപ്രവാചകന്റെ ശഫാഅത്ത് പോലും നിങ്ങൾക്ക് നഷ്ടപ്പെടുന്ന രൂപത്തിലുള്ള സംസാരങ്ങളാണ് കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾ നടത്തിയിട്ടുള്ളത്. ഈ മുസ്ലിം സമുദായത്തിന്റെ കെട്ടുറപ്പും ഐക്യവും തല്ലി തകർത്ത് ആരിൽ നിന്നൊക്കെ നിങ്ങൾ അച്ചാരം വാങ്ങി ഭൗതികമായ ലോക ജീവിതത്തിന്റെ സുഖത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. രാഷ്ട്രീയപരമായ നിലപാട് ഇങ്ങനെ, ഇനി മതപരമായ നിലപാടിനെ സംബന്ധിച്ച് പറയണില്ല. പഴയ കാലത്തൊക്കെ അവർ പറയാറുള്ള സമസ്തക്കാരെന്ന് പറഞ്ഞാൽ മുജാഹിദ് തന്നെയാണ്, സമസ്ത എന്ന് പറഞ്ഞാൽ മുജാഹിദ് തന്നെയാണ്. അതിൽ പൂരകമായൊരു വാക്കായിട്ടാണ് അവർ ഉപയോഗിക്കാറുള്ളത്. ഒരു നാണയത്തിന് അപ്പുറം ചാപ്പിയും കുയിലും എന്നൊക്കെ പറഞ്ഞ മാതിരി സമസ്ത എന്ന് പറഞ്ഞാൽ മുജാഹിദ് പറഞ്ഞാൽ ഒന്ന് തന്നെയാണ്. പിന്നെ സുന്നത്ത് ജമാഅത്തിന്റെ അവകാശം അത് ഞമ്മക്ക് മാത്രമുള്ളത്. അങ്ങനെ അവകാശപ്പെട്ട് പ്രസംഗിച്ചിറക്കുമ്പോഴാണ് ഒരിക്കൽ ചെറുപ്പക്കാരൻ വടശ്ശേരി അസമൂല്യരെ വിളിച്ചിട്ട് ചോദിച്ചെന്താ, നിങ്ങൾക്കൊരു സ്ഥാപനം ഉണ്ടല്ലോ, നിങ്ങൾ ആ സ്ഥാപനത്തിന്റെ മെയിൻ ആളല്ലേ, ആ സ്ഥാപനത്തിലേക്ക് ഏറനാട് നിയോജക മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി PK ബഷീർ നിങ്ങൾ കൊണ്ടുവന്നിട്ടില്ലേ? ബഷീർ എന്ന് പറഞ്ഞാൽ പക്കാ മുജാഹിദാണെന്നുള്ള ഇത്തിഫാഖാണ്, ആർക്കും അഭിപ്രായ വ്യത്യാസങ്ങളില്ല. ആ മുജാഹിദുകാരനായ PK ബഷീറിനെ നിങ്ങളെ സ്ഥാപനത്തേക്ക് കൊണ്ടുവന്നിട്ടില്ലേ? അത് കൊണ്ടുവരാൻ പാടുണ്ടോ? കാരണം അവർക്ക് വിദഗ്ധകാരുമായിട്ട് കൂട്ടുകെട്ട് പാടില്ലല്ലോ എന്ന് ചോദിച്ച് അദ്ദേഹത്തിന്റെ ഫോണിലേക്ക് ഒരു ചെറുപ്പക്കാരൻ വിളിക്കുന്നു. ആ വിളിക്കുന്ന ഫോൺ കോളിൽ അദ്ദേഹത്തിന് മറുപടി ഒന്ന് കേട്ടോളി. അസ്സലാമലൈക്കും. ഹലോ, അസ്സലാമലൈക്കും. വടശ്ശേരി ഉസ്താദല്ലേ? ഈ മജ്മ സ്ഥാപനത്തിലേക്ക് PK ബഷീർ പങ്കെടുത്തതായി വന്നതായിട്ടുള്ള പോസ്റ്റർ പ്രചരിക്കുന്നുണ്ടല്ലോ ഉസ്താദ്, അത് സത്യമാണോ? മജ്മ സ്ഥാപനത്തിലേക്ക് PK ബഷീർ വന്നതായിട്ടുള്ള പോസ്റ്ററുകൾ പ്രചരിക്കുന്നുണ്ട്, അത് സത്യമാണോ? ഇപ്പോ അമ്മ മുമ്പെപ്പോഴോ വേദി അവിടെ പങ്കെടുത്തതായിട്ടുള്ള പോസ്റ്റർ ഇങ്ങനെ പ്രചരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. അതിപ്പോ PK ബഷീർ സമ്മേളനത്തിൽ പങ്കെടുത്തു എന്നുള്ള കളിയുണ്ടല്ലോ, അപ്പൊ അതുമായി ഗണ്ണിക്കുമ്പോഴാണ് ഈ പോസ്റ്റർ പുറത്തു വന്നത്. അപ്പൊ അങ്ങനെ പങ്കെടുത്തിട്ടുണ്ടോ അവിടെ ഏതെങ്കിലും സമ്മേളനത്തിൽ എന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാണ്. പിന്നെ അയാൾ മുണ്ടിയിട്ടില്ല. ഇങ്ങനെ PK ബഷീർ നിങ്ങൾ സ്ഥാപനത്തിൽ പങ്കെടുത്തു, നിങ്ങൾ ഒന്നിച്ചിരിക്കുന്ന ഫോട്ടോ ഇങ്ങനെ എല്ലായിടത്തും പ്രചരിക്കുന്നുണ്ടല്ലോ എന്നെങ്ങളടുത്ത് അയാൾ വന്നത്? അയാളൊരു മുജാഹിദുകാരനല്ലേ, കൂടെ ഇരിക്കാൻ പറ്റൂലല്ലോ, വലിയ സുബുൽ മുബീഖാത്തല്ലേ, അങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ടോ? പിന്നെ അയാൾ മുണ്ടിയിട്ടില്ല. കട്ടാവും. അത് കട്ടാവും, നമുക്കറിയാം. അങ്ങനെ പലയിടത്തും ഇരുന്നതും പോയതൊക്കെ പറയാനുണ്ടാവും. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഇത് കണ്ടോങ്ങള്, ഇതിപ്പോ ഈ ആഴ്ച പുറത്തിറങ്ങിയ പ്രബോധനമാണ് ഈ കാണുന്നത്. ഈ ആഴ്ച പുറത്തിറങ്ങിയ പ്രബോധനം 2016 മെയ് 20 പുറത്തിറങ്ങിയ പ്രബോധനമാണ്. പ്രബോധനം സുന്നത്ത് ജമാഅത്തിന്റെ പത്രമല്ല, നമുക്കെല്ലാവർക്കും അറിയാം. ഈ പ്രബോധനത്തിന്റെ മുകളിൽ മറുഭാഗത്തിന്റെ പ്രമുഖനായ ഒരു നേതാവിന്റെ ഫോട്ടോ കാണാം, ചേറൂർ അബ്ദുള്ള മുസ്ലിയാർ. ചേറൂർ അബ്ദുള്ള മുസ്ലിയാർ അവരുടെ വലിയ നേതാവും വലിയ പ്രഭാഷകരുമാണ്. അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങൾക്കും നേതൃത്വം കൊടുക്കുന്ന ആളാണ്. അൽ-ഇർഫാദിന്റെ എഡിറ്ററൊക്കെയായിരുന്നു ഇയാള്. ഇദ്ദേഹവുമായിട്ടൊരു അഭിമുഖം, സുബ്ഹാനല്ലാഹ്, അഭിമുഖം കൊടുത്തതിന്റെ പ്രബോധനത്തിലാണ്. ഇതൊക്കെ നമ്മൾ സമസ്തയുടെ ഏതെങ്കിലും പ്രവർത്തകരായിരുന്നെങ്കിൽ ഇതിന്റെ വേക്കിലൊക്കെ പഞ്ചറായ സൈക്കിൾ എടുത്തു കൂടിയിട്ട് നമുക്കൊരു സ്വൈര്യം ഉണ്ടാവില്ല. ഈ പ്രബോധനത്തിലൊരു അഭിമുഖം, സുദീർഘമായ അഭിമുഖം. ഈ അഭിമുഖത്തിൽ മറുഭാഗത്തിന്റെ നേതാവായ ചേറൂർ അബ്ദുള്ള മുസ്ലിയാരോട് ഒരുപാട് ചോദ്യങ്ങൾ. ആ ചോദ്യങ്ങൾക്ക് അദ്ദേഹത്തിന്റെ മറുപടി നമ്മളെ വല്ലാതെ വേദനിപ്പിച്ചിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, ഇത്തരം മറുപടികളും ഈ പ്രവർത്തനങ്ങളും ഒക്കെ പാടെ കൂട്ടി വായിച്ചു നോക്കുമ്പോൾ അരുതാത്ത പലതും ഇവിടെ സംഭവിക്കുന്നുണ്ടോ എന്ന് നമുക്ക് തോന്നിപ്പോവുകയാണ്. ചേറൂർ അബ്ദുള്ള മുസ്ലിയാരോടൊരു ചോദ്യം. എന്താ ചോദ്യം നിങ്ങൾ? നിരന്തരം മുസ്ലിം രാജ്യങ്ങളിലൂടെ യാത്ര ചെയ്യുന്ന കേരളീയ മതപണ്ഡിതൻ എന്ന നിലയ്ക്ക് ഇവിടെ മതസംഘടനകൾക്കിടയിൽ തർക്കവിഷയങ്ങളായ പല കാര്യങ്ങളും മിക്ക രാജ്യങ്ങളിലും യാതൊരു അഭിപ്രായ വ്യത്യാസമില്ലാതെ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ വക്താക്കൾ തന്നെ ഒന്നടങ്കം നടപ്പാക്കുന്നത് താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിരിക്കുമല്ലോ. ഉദാഹരണമായി ഷാഫിഈ മദ്ഹബ് പിന്തുടരുന്ന മലേഷ്യ അടക്കമുള്ള ഒട്ടേറെ രാഷ്ട്രങ്ങളിലെ മുഴുവൻ പള്ളികളിലും സ്ത്രീകൾക്ക് പ്രവേശനമുണ്ട്. അതൊരു നുണയിടക്ക് ഒരു കൂട്ടിച്ചേർത്തതാണ്, അങ്ങനൊന്നുമില്ല.
പുരോഗമന സംഘടനകളുടെ ഭാഗമല്ലാതെ തന്നെ അവിടത്തെ മൊത്തം മുസ്ലിം സമൂഹം അത് അംഗീകരിക്കുന്നു. എന്തുകൊണ്ട് ഒരേ മദ്ഹബിനകത്തു തന്നെ വ്യത്യസ്ത നാടുകളിൽ ഈ വൈരുദ്ധ്യങ്ങൾ ഉണ്ടാകുന്നു എന്നൊരു ചോദ്യം. അദ്ദേഹത്തിന്റെ മറുപടി, ഇസ്ലാം പ്രചരിച്ച രീതിയുടെയും സാഹചര്യങ്ങളുടെയും വ്യത്യസ്തതയാണ് ഇതിന് കാരണം. കേരളത്തിലെ ഇസ്ലാം പ്രചരണത്തിന്റെ ഒരു വഴി യമനിൽ നിന്നുള്ള സയ്യിദ് പണ്ഡിതന്മാരാണ്. പൊതുവെ സയ്യിദ് കുടുംബത്തിലെ സ്ത്രീകൾ പൊതുരംഗത്ത് പ്രത്യക്ഷപ്പെടുന്നവരായിരുന്നില്ല. അവർ വീടുകളിൽ ഒതുങ്ങി ജീവിക്കുന്നവരായിരുന്നു. ആ പാരമ്പര്യമാണ് കേരളത്തിൽ പ്രചരിച്ചത്. അപ്പൊ കേരളത്തിൽ തങ്ങന്മാര് ദീന് കൊണ്ടുവന്നു. ആ തങ്ങന്മാരുടെ പെണ്ണുങ്ങള് രംഗത്തിറങ്ങാറില്ല. അതുകൊണ്ട് ഇവിടുത്തെ പെണ്ണുങ്ങൾ രംഗത്തിറങ്ങണില്ല, പള്ളിയിൽ പോണില്ല. ഇത് പച്ചബദ്ധമാണ്. അതാണോ പെണ്ണുങ്ങൾ പള്ളിയിൽ കേരളത്തിൽ പോകാതിരിക്കാനുള്ള കാരണം? മാത്രമല്ല, അതിനാൽ ഇവിടെയുണ്ടായ പള്ളികളിലോ പൊതുസ്ഥലങ്ങളിലോ സ്ത്രീകളുടെ സാന്നിധ്യം ഉണ്ടായിട്ടില്ല. ഇനി നോക്കിക്കോളി. എന്നാൽ മലേഷ്യ അടക്കമുള്ള പ്രദേശങ്ങളിൽ സയ്യിദുമാർ വഴിയല്ല ഇസ്ലാം പ്രചരിച്ചത്. അതിനാൽ ആ വ്യത്യാസം അവിടെ ഉണ്ടാവുകയും സ്ത്രീകൾക്ക് പള്ളി അടക്കമുള്ള പൊതു ഇടങ്ങളിൽ തുടക്കം മുതലേ പ്രവേശനമുണ്ടാവുകയും ചെയ്തു. മദ്ഹബിനകത്തുള്ള വൈരുദ്ധ്യമോ പ്രശ്നമോ അല്ല ഇത്. സാമൂഹിക രംഗത്തുണ്ടായ വ്യത്യാസവും മറ്റു സാംസ്കാരിക സ്വാധീനങ്ങളുമാണ് ഇതിന് കാരണം. അപ്പൊ കേരളത്തിൽ പെണ്ണുങ്ങൾ പള്ളിയിൽ പോകാത്തത് തങ്ങന്മാരുടെ ദീന് പ്രചരിപ്പിക്കാൻ വന്നപ്പോൾ തങ്ങന്മാരെ പെണ്ണുങ്ങളുടെ സാധാരണ പുറത്തിറങ്ങാത്തവരായതുകൊണ്ട് അവർ പള്ളിയിൽ പോയില്ല. അങ്ങനെ ആ പാരമ്പര്യം നിലനിന്നുകൊണ്ട് പെണ്ണുങ്ങളെ പള്ളിയിൽ പോയിട്ടില്ല. ഇതാണോ സുന്നത്ത് ജമാഅത്തിന്റെ അഖീദ? ആര് പഠിപ്പിച്ചു തന്നു ഇങ്ങനത്തെ ഒരു ആശയം? കേരളത്തിന്റെ മണ്ണിൽ ഇങ്ങനത്തെ പുതിയൊരു ആശയം ആദ്യമായി നിങ്ങളെ കൊണ്ടുവന്നത് പാരമ്പര്യമായ പുണ്യപ്രവാചകന്റെ കാലത്ത് നബിയുടെ ഭാര്യമാരോ നബിയുടെ പെൺമക്കളോ ബന്ധപ്പെട്ട ഒരാളും ഒരു സ്ത്രീകളും പെണ്ണുങ്ങൾ പള്ളിയിൽ പോയിരുന്നില്ല. അവരിൽ ദീന് കണ്ടും കേട്ടും പഠിച്ച് കേരളത്തിലേക്ക് ദീന് പ്രചരിപ്പിക്കാൻ വേണ്ടി വന്ന മാലിക് ബിൻ ദിനാർ, മാലിക് ബിൻ ഹബീബ് അടക്കമുള്ള മഹാന്മാരുടെ ഭാര്യമാരോ പെൺമക്കളോ അവരും പെണ്ണുങ്ങളെ പള്ളിയിൽ കൊണ്ടുപോയിട്ടില്ല. ഈ ഒരൊറ്റടിസ്ഥാനത്തിൽ കൈമാറി വന്ന പാരമ്പര്യ ദീനിൽ നിന്ന് കിട്ടിയ ഒരൊറ്റ ആശയമാണ്. നബിയുടെ കാലത്ത് അങ്ങനെയില്ല. അവസാനത്തെ പ്രസംഗത്തിൽ നബി തങ്ങൾ പറഞ്ഞു, അൽയൗമ അക്ബൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന. അല്ലാഹുവിന്റെ ദീന് സമ്പൂർണ്ണമായിട്ടുണ്ട്, അല്ലാഹുവിന്റെ ദീന് പരിപൂർണമായിട്ടുണ്ട് എന്ന് നബി തങ്ങൾ പ്രഖ്യാപിച്ച അന്ന് ഒരൊറ്റ പെണ്ണും പള്ളിയിൽ പോയിട്ടില്ല. ആ പ്രഖ്യാപനം നടത്തിയ അന്ന് 20 റക്അത്തല്ലാതെ തറാവീഹ് നിസ്കരിച്ചിട്ടില്ല. അപ്പൊ ഈ ദീന് സമ്പൂർണ്ണമാണ് എന്ന് പറയുന്ന അന്ന് ഒരു പെണ്ണും പള്ളിയിൽ പോയിട്ടില്ലെങ്കിൽ അത് സമ്പൂർണ്ണമായ ദീനിന്റെ നിയമമാണ്. പിൻകാലത്ത് ആരെങ്കിലും പോകാൻ വേണ്ടി ആഗ്രഹം പ്രകടിപ്പിക്കുകയോ പോയാൽ കുഴപ്പമില്ലെന്ന് ചിന്തിക്കുകയോ ചെയ്താൽ അത് പരിപൂർണമായ ദീനിന്റെ ലേബിളിൽ നിന്ന് പുറത്താണ്. ഇങ്ങനെ ഇദ്ദേഹം നോക്കൂ, നിങ്ങൾ ഒരുപാട് വിദഅത്തിന്റെ ആശയങ്ങൾ, സ്ത്രീ പള്ളി പ്രവേശനവുമായിട്ട് ഒരുപാട് വിദഅത്തിന്റെ ആശയങ്ങൾ 4-5 പേജ് മുഴുവനും സ്ത്രീ പള്ളി പ്രവേശനമടക്കമുള്ള ഖുതുബയുടെ ഭാഷ അടക്കമുള്ള ഒരുപാട് വിഷയങ്ങളെ സംബന്ധിച്ച് വിദഅത്തുകാർക്ക് ചൂട്ടുപിടിക്കുന്ന ആശയങ്ങളാണ് മറുഭാഗത്തിന്റെ നേതാവ് ചേറൂർ അബ്ദുള്ള മുസ്ലിയാർ ഈ പ്രബോധനത്തിന് കൊടുത്ത അഭിമുഖത്തിൽ പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ആലോചിക്കണം. ഏതായാലിരിക്കട്ടെ, ഈ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ ലേബൽ പ്രവർത്തിക്കുന്നവർ ദീനിന്റെ തന്നെ ശത്രുക്കളാവുക എന്നത് ഏറ്റവും വലിയ ദുഃഖകരമായ അവസ്ഥയാകുന്നു. ഏതായാലിരിക്കട്ടെ, എന്താണ് മണ്ണാർക്കാട് സംഭവിച്ചത്? എന്താണ് മണ്ണാർക്കാട് ഇവിടെ രംഗത്ത് വരാനുള്ള കാരണം എന്താണ്? നമ്മൾക്കറിയാം. തൊട്ടപ്പുറത്തുള്ള അട്ടപ്പാടിൽ സ്ഥാപനമുണ്ട്, ഇവരുടെ സ്ഥാപനം. ആ സ്ഥാപനത്തിൽ പഠിക്കുന്ന 50ഓളം കുട്ടികൾ പഠിക്കുന്ന സ്ഥാപനത്തിൽ 42 പെൺകുട്ടികളെയും ഇവർ ഉപയോഗപ്പെടുത്തി. ഞാൻ എന്റെ വക ഹർഫും പറയുന്നില്ല. ഞാൻ വാർത്താ സമ്മേളനം, റിപ്പോർട്ടർ ചാനൽ പുറത്തുവിട്ട വാർത്ത ഞാൻ കേൾപ്പിക്കും. അതിനു മുമ്പ് മണ്ണാർക്കാട് സംഭവിച്ചത് എന്താണ്? അവിടുത്തെ സ്ഥാനാർത്ഥിയായിരുന്ന ഇപ്പോഴത്തെ MLA ബഹുമാന്യനായ ശംസുദ്ദീൻ സാഹിബ് പറയട്ടെ, എന്നിട്ട് നമുക്ക് മറ്റു വിഷയങ്ങളിലേക്ക് കടക്കാം. ഇതിലൊരു കഴമ്പുമില്ലാത്ത ഒരു ആരോപണമാണ്. ഇവിടെ ഈ മണ്ഡലത്തിന് പുറത്ത് ഉള്ള ഒരു പ്രദേശത്ത് 2 വിഭാഗം ആളുകൾ തമ്മിൽ വർഷങ്ങളായി നിൽക്കുന്ന ഒരു കുടിപ്പക. അതിന് കുടുംബപരമായ പ്രശ്നമുണ്ട്. അതിൽ കക്ഷി ചേർന്ന ആളുകൾ ആ നാട്ടിലുണ്ട്. മുമ്പും അവിടെ ഒരു കൊലപാതകം നടന്നു. അതുപോലെ തന്നെ വീണ്ടും കൊലപാതക ശ്രമങ്ങൾ നടന്നു. നിരന്തരം സംഘർഷം നടക്കുന്നു. ആ സംഘർഷം നടക്കുന്ന പ്രദേശത്ത് ഈ അടുത്ത കാലത്ത് 2.5 കൊല്ലം മുമ്പ് അവിടുത്തെ പ്രാദേശികമായ ഒരു പ്രശ്നത്തിന്റെ പേരിൽ ഒരു സംഘടന നടന്നു. ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, അതിൽ 2 പേര് കൊല്ലപ്പെട്ടു. അതേ മണ്ഡലത്തിന് പുറത്താണ്. പോലീസ് ആ കേസ് വളരെ ഗൗരവമായി തന്നെ അന്വേഷിച്ചു. 2 ആളുകൾ കൊല്ലപ്പെട്ട ഒരു സംഭവമായതുകൊണ്ട്
അതിൽ രാഷ്ട്രീയവും പാർട്ടിയും ഒന്നും നോക്കി ആരും ആരെയും ഇടപെടാനും സഹായിക്കാനും അല്ലെങ്കിലും ഇത്തരം രണ്ടാൾ കൊല്ലപ്പെട്ട കേസിലൊക്കെ വളരെ ഗൗരവമായ അന്വേഷണം നടക്കുന്നിടത്ത് ആരെ രക്ഷിക്കാനാണ്? ആരും ആരെയും സഹായിച്ചിട്ടില്ല. 27 പ്രതികളെ അതിൽ പോലീസ് ചാർജ് ചെയ്യുകയും അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി അവർക്ക് അതിന്റെ സമയമാകുമ്പോൾ കോടതി ജാമ്യം കൊടുത്തു. അപ്പോൾ നേരത്തെ ജാമ്യം കിട്ടി, അതിലൊക്കെ ഭരണസ്വാധീനം ഉണ്ടെന്നാണ് പറയുന്നത്. അതൊന്നും നിയമത്തെക്കുറിച്ച് അറിയുന്ന ആർക്കും അറിയാവുന്ന കാര്യമുള്ളൂ. അങ്ങനെ ജാമ്യം കിട്ടി ആ കേസ് വിചാരണ കാത്ത് കഴിയുകയാണ്. അതാണ് അതിന്റെ സംഭവം. കണ്ടങ്ങള് ആ കൊലപാതകത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ച 27 പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, അവരെ റിമാൻഡ് ചെയ്തിട്ടുണ്ട്, അവർ വിചാരണ നേരിടുകയാണ്. അതതിന്റെ വഴിക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഇവർ പ്രസംഗത്തിന് പറഞ്ഞതെന്താ? ആ പ്രതികളെ മുഴുവനും സംസുദ്ദീൻ സാഹിബ് രക്ഷപ്പെടുത്തി, ആ പ്രതികളൊക്കെ ഇങ്ങനെ സുഖസുന്ദരമായിട്ട് നാട്ടിലൂടെ നടക്കുകയാണ്, അതുകൊണ്ട് ഇവരെ വെറുതെ വിടാൻ പറ്റൂല. ഇതൊക്കെ സമുദായത്തിന് വ്യക്തമായി ബോധ്യപ്പെട്ടിരിക്കെ എന്തിന് നമ്മൾ കളവ് പ്രചരിപ്പിക്കണം? നമ്മുടെ തലപ്പാവും വെള്ള തുണിയുമൊക്കെ വെള്ള കുപ്പായവുമൊക്കെ സമാധാനത്തിന്റെ അടയാളവും സത്യത്തിന്റെ അടയാളവുമായി സമുദായം ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ പച്ചയായ നഗ്നമായ സത്യങ്ങളെ ഈ രൂപത്തിൽ കണ്ണടച്ചിരുട്ടാക്കി എന്തിന് നമ്മൾ കളവ് പ്രചരിപ്പിക്കണം? നാട്ടുകാരെ പേടില്ലെങ്കിലും പടച്ചോനെങ്കിലും പേടിക്കണ്ടേ? അതിന്റെ സംഭവം അതിൽ സഹായിച്ചു എന്നോ അതിലിടപെട്ടു എന്നോ ഈ 2.5 കൊല്ലമായിട്ട് ഞങ്ങളെക്കുറിച്ച്, പാർട്ടിയെക്കുറിച്ചോ MLA കുറിച്ചോ, കാരണം ഞങ്ങളെ മണ്ഡലമല്ല, മണ്ഡലത്തിന് അപ്പുറത്താണ്, ഇതുവരെ ഒരു ആക്ഷേപം ഉണ്ടായിരുന്നില്ല. ഇപ്പോ ഇത് പറയുന്നത്, ഇപ്പോ ഞാനിവിടെ വരുന്നതിന് മുമ്പുണ്ടായിട്ടുള്ളൊരു സംഭവമാണ്. അട്ടപ്പാടിയിൽ ഇവരുടെ വിഭാഗത്തിന്റെ ഒരു യത്തീംഖാന ഉണ്ടായിരുന്നു. അതിൽ അന്തേവാസികളായിട്ടുള്ള കുട്ടികളെ പ്രയാസപ്പെടുത്തി എന്ന് പറഞ്ഞ് അത് സ്ഥാപനം നടത്തിയിരുന്ന ഒരു അധ്യാപകനെതിരെ പോലീസ് ഒരു കേസൊക്കെ എടുത്തിരുന്നത് ഞാൻ വരുന്നതിന് മുമ്പാണ്, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനൊക്കെ മുമ്പാണ്. അങ്ങനെ അയാൾ ഒളിവിലും ഈ സ്ഥാപനം അടവായി കിടക്കുന്ന സമയത്താണ് ഞങ്ങൾ വരുന്നത്. പിന്നെ ഞാനിവിടെ MLA ആയതിനു ശേഷം അതുമായി ബന്ധപ്പെട്ട ചില കാര്യത്തിന് വിളിച്ചപ്പോ എനിക്കതിൽ ഇടപെടാൻ കഴിയില്ല. കാരണം അത് സമൂഹം മുഴുവൻ അപലപിക്കുന്ന ഒരു സംഭവമാണ്, അതിൽ പറ്റില്ല എന്ന് പറഞ്ഞു. അതൊരു നീരസത്തിനിടയാക്കിയിട്ടുണ്ട്. ഇവരൊരു സംഘടിത വിഭാഗമാണല്ലോ, അപ്പൊ അതുകൊണ്ട് തന്നെ അതൊരു നീരസത്തിനിടയാക്കി. പിന്നെ ഇവരുടെ പരിപാടികളിൽ പങ്കെടുത്തില്ല എന്നൊക്കെയുള്ള ഒരു ആക്ഷേപമുണ്ട്. അത് ഇങ്ങനത്തെ അസംതൃപ്തിയും പ്രയാസവും നിലനിൽക്കുമ്പോൾ അതിന് കഴിയാതെ പോയതാണ്. അല്ലാതെ നമ്മളിതിലൊന്നും ആരോടൊരു കക്ഷിത്വത്തിനോ അല്ലെങ്കിൽ ഒരു സംഘർഷത്തെയും പ്രോത്സാഹിപ്പിക്കുകയോ ഒന്നും ഇന്നേവരുണ്ടായിട്ടില്ല. നമ്മുടെ ഒരു നിലപാടതാണ്. കാരണം രാഷ്ട്രീയത്തിൽ സംഘടനവും സംഘർഷവും ഒന്നിനും പരിഹാരമല്ല. മതപരമാണെങ്കിലും മതസംഘടനകൾ തമ്മിൽ സമാധാനത്തോടുകൂടി വർത്തിക്കണം. പക്ഷേ ഇതെല്ലാം ഒരു വൈരാഗ്യമാക്കി വെച്ച് ഇവിടെ ഈ മണ്ഡലത്തിൽ ഈ തെരഞ്ഞെടുപ്പ് സമാധാനപൂർവ്വം അങ്ങ് നടന്നു പോകുമ്പോൾ വേറെ ഒന്നും പറയാനില്ലാത്തതുകൊണ്ട്, സാധാരണ ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഒരു ജനപ്രതിനിധിക്കെതിരെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും. പറഞ്ഞ റോഡ് എവിടെ, പാലം എവിടെ, അല്ലെങ്കിൽ വാഗ്ദത്തം ചെയ്ത കോളേജ് എവിടെ, സ്കൂൾ എവിടെ എന്നൊക്കെ ചോദിക്കാനുണ്ടാവും. ഞങ്ങളുടെ ദൈവാധീനം കൊണ്ട് ഭാഗ്യത്തിന് അങ്ങനെ ഒരു ചോദ്യം അങ്ങനത്തെ ഒരു ചോദ്യം അഭിമുഖീകരിക്കാനുള്ള സാഹചര്യമില്ലാത്തതുകൊണ്ടാണ് അദ്ദേഹത്തിനെതിരെ ഈ ഒരു വിഷയത്തിൽ അന്നേ ഉസ്മാൻ സഖാഫി പയ്യനടമെന്ന് പറയുന്ന ഈ സഖാഫി ഈ പെൺകുട്ടികളെ പീഡിപ്പിച്ചു, പെൺകുട്ടികളെ ബന്ധപ്പെട്ടവർ രംഗത്ത് വന്നു. അങ്ങനെ ഈ പ്രതിയെ രക്ഷപ്പെടുത്താൻ പലപ്പോഴും ഈ MLA സമീപത്ത് അവർ വന്നു. ഇയാൾ മാനമര്യാദയിൽ ആളായതുകൊണ്ട് ഇങ്ങനത്തെ തെമ്മാടിത്തരത്തെ ഞാൻ കൂട്ടുനിൽക്കൂലായിരുന്നു. ആ സ്ഥാപനം പോലീസ് അടച്ചുപൂട്ടി. അതിന്റെ വൈരാഗ്യം തീർക്കാൻ അവസരം കാത്തു കഴിയുകയായിരുന്നു നിങ്ങൾ. അങ്ങനെയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അതിന്റെ പേര് അദ്ദേഹത്തിനെതിരെ നിങ്ങൾ രംഗപ്രവേശനം നടത്തിയിട്ടുള്ളത്. നോക്കൂ നിങ്ങൾ, എന്താണ് അട്ടപ്പാടിയിൽ സംഭവിച്ചത്? ഈ കൊല്ലപ്പെട്ടുപോയ 2 ആളുകളുടെ പേര് പറഞ്ഞ്, ശുഹദാക്കന്മാരുടെ പേര് പറഞ്ഞ് ബദർ ചരിത്രത്തെ അനുസ്മരിപ്പിക്കുന്ന രൂപത്തിൽ പ്രസംഗം നടത്തി. മണ്ണാർക്കാടിലുള്ള സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകന്മാർ ആവേശഭരിതരാക്കുന്ന വടശ്ശേരിക്കാരൻ ഹസൻ മുസ്ലിയാർ, എന്താ നിങ്ങൾ ഈ മണ്ണാർക്കാട് അട്ടപ്പാടിയിൽ നടന്ന ഈ പീഡനത്തിന്റെ കേസ് എങ്ങനെ നിങ്ങൾ അറിയാതെ പോയത്? ആ പെൺകുട്ടിയുടെ ചരിത്രം ആരാ തിരിച്ചു കൊടുക്കുക? ആ മാനം നഷ്ടപ്പെട്ട പെൺകുട്ടികൾക്ക് മാനമാര് തിരിച്ചു കൊടുക്കും? അത് നിങ്ങളുടെ പെൺമക്കളോ നിങ്ങളുടെ പെങ്ങന്മാരോ നിങ്ങളുടെ ഭാര്യയോ നിങ്ങളുടെ ബന്ധപ്പെട്ട പെൺകുട്ടികളായിരുന്നുവെങ്കിൽ എന്തായിരിക്കും നിങ്ങളുടെ അവസ്ഥ? എന്താ നിങ്ങളത് കാണാതെ പോയത്? അന്ന് പുറത്തിറങ്ങിയ റിപ്പോർട്ടർ ചാനലിലെ വാർത്ത ഒന്ന് കേൾക്കുക. പാലക്കാട് അട്ടപ്പാടിയിൽ യത്തീംഖാന പ്രിൻസിപ്പൽ പെൺകുട്ടികളെ ലൈംഗികമായി പീഡിപ്പിക്കുന്നതായി പരാതി. കാന്തപുരം സുന്നി വിഭാഗത്തിന്റെ നിയന്ത്രണത്തിലുള്ള മർക്കസൂർ റഹ്മ എന്ന യത്തീംഖാനയിലാണ് നിരവധി കുട്ടികൾ പീഡിപ്പിക്കപ്പെട്ടതായി പരാതി ഉയരുന്നത്. സംഭവം പുറത്തറിഞ്ഞതിനെ തുടർന്ന് പ്രിൻസിപ്പലിനെ ചുമതലയിൽ നിന്ന് മാറ്റി നിർത്തിയിരിക്കുകയാണ്. ആ ഉസ്മാൻ സഖാഫിയെ രക്ഷപ്പെടുത്താനാണ് ഇവർ ഈ കഴിവിന്റെ പരമാവധി MLA ചൂഷണം ചെയ്യാൻ ഉപയോഗിച്ചത്. മാനം മര്യാദയുള്ള ആളുകൾ അതാ ചെയ്യേണ്ടത്. എത്ര വലിയ ആളാണെങ്കിലും അയാൾക്കെതിരെ നിയമ നടപടി സ്വീകരിച്ച് മാതൃകാപരമായി ശിക്ഷിക്കാൻ വേണ്ട അവസരങ്ങളല്ലേ നമ്മളെ ഒരുക്കി കൊടുക്കേണ്ടത്. ഇങ്ങനത്തെ തെമ്മാടികൾക്ക് കൂട്ടുനിൽക്കാൻ പാടുണ്ടോ? ഈ വാർത്തന്റെ ബാക്കി കേൾക്കണോ കേൾക്കണ്ടേ?
നിങ്ങൾ പറഞ്ഞാലേ കേൾപ്പിക്കുള്ളൂ. എന്നാ വരട്ടെ. എക്സ്ക്ലൂസീവ്. പാലക്കാട് കോയമ്പത്തൂർ സ്വദേശികളായ 52 കുട്ടികൾ പാർക്കുന്ന അട്ടപ്പാടിയിലെ മർക്കസ് റഹ്മ എന്ന യത്തീംഖാനയിലെ 42 കുട്ടികളാണ് ലൈംഗിക ചൂഷണത്തിന് വിധേയമായതായി ആരോപണമുയർന്നിരിക്കുന്നത്. കഴിഞ്ഞ 4 വർഷമായി മദ്രസയിലെ അധ്യാപകനും പ്രിൻസിപ്പലുമായ ഉസ്മാൻ സക്കാഫി പയ്യനടം എന്നയാൾ കുട്ടികളെ ലൈംഗികമായി ചൂഷണം ചെയ്യുകയായിരുന്നുവെന്ന് അഗതി മന്ദിരത്തിലെ അന്തേവാസിയായ കുട്ടികളിൽ ഒരാളുടെ പിതാവ് തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. തന്റെ കുട്ടി പെരുന്നാളിന് വീട്ടിൽ വന്നപ്പോഴാണ് സഹപാഠികളെ അധ്യാപകൻ ചൂഷണം ചെയ്യുന്നതായി തനിക്ക് വിവരം ലഭിച്ചത്. തുടർന്ന് നടന്ന അന്വേഷണത്തിലാണ് തനിക്ക് കാര്യങ്ങൾ കൂടുതൽ ബോധ്യമായതെന്നും രക്ഷിതാവ് പറയുന്നു. ഇപ്പൊ അടുത്തുള്ള ഈ ബക്രീദിന് ലീവിന് വന്നപ്പോ വീട്ടില് ഇങ്ങനെ അമ്മയായിട്ട് ഇങ്ങനെ സംസാരിക്കുന്നത് കേട്ടു. അപ്പൊ എന്താ കാര്യം എന്നുള്ളത് വ്യക്തമാക്കി പറയാൻ പറഞ്ഞപ്പോ ഇന്നമാതിരിയാണ് അവിടെ ഇങ്ങനെ ഉസ്താദിന്റെ ഉസ്മാൻ ഉസ്താദ് പെൺകുട്ടികളെ ഇങ്ങനെ കൂടുതലായിട്ട് പീഡിപ്പിക്കുന്നുണ്ട്. അധ്യാപകൻ നടത്തിയ ചൂഷണത്തെക്കുറിച്ച് ചൂഷണത്തിനിരയായ കുട്ടിയുടെ വിശദീകരണം ഇങ്ങനെ: മിക്ക ദിവസങ്ങളിലും യത്തീംഖാനയിൽ തങ്ങുന്ന ഉസ്മാൻ സക്കാഫി വീട്ടിൽ നിന്നും ഫോൺ വരുന്നുവെന്ന വ്യാജേന കുട്ടികളെ ഓഫീസ് മുറിയിലേക്ക് വിളിച്ചു വരുത്തുകയും ലൈംഗികമായി പീഡിപ്പിക്കുകയുമായിരുന്നു. ഇത്തരത്തിൽ നിരവധി പെൺകുട്ടികൾ ചൂഷണത്തിന് വിധേയരായിട്ടുണ്ടെന്നും പെൺകുട്ടി പറഞ്ഞു. അങ്ങനെ പറയുമ്പോ ഓഫീസിൽ വിളിക്കുന്ന കാര്യം പറഞ്ഞിട്ട് എന്താണ് കയ്യിലൊക്കെ പിടിച്ചു അങ്ങനെ മടിയിലെത്തു അങ്ങനത്തെ ഒരു ശാരീരികമായി പീഡിപ്പിച്ചിട്ടുണ്ട്. എത്ര പിള്ളേരെ ഏകദേശം പീഡിപ്പിച്ചിട്ടുണ്ടാവും? അങ്ങനെ പറയാൻ പറ്റില്ല. മിക്ക കുറെ കുട്ടികൾക്ക് അനുഭവമൊക്കെ ഉണ്ട്. പിന്നെ അവളെ മാറത്തൊക്കെ ഒരു നീല കളറൊക്കെ ഉണ്ടായിരുന്നു. അവിടെ പിടിച്ചിട്ട് ഭയങ്കര ഇതായിരുന്നു. 2-3 മാസം നമുക്ക് കൂടുതലായിട്ട് നടന്നിട്ടുണ്ട്. നോക്കിയപ്പോ കുഴപ്പമൊന്നുമില്ല. തന്നെയായിരിക്കും സംഭവം. എന്നാൽ കടുത്ത സമ്മർദ്ദത്തെ തുടർന്ന് കുട്ടികളും രക്ഷിതാക്കളും പോലീസിൽ പരാതിപ്പെട്ടിട്ടില്ല. സാമൂഹ്യ പ്രവർത്തകർ വിവരമറിയിച്ചതിനെ തുടർന്ന് പോലീസ് പരാതി രേഖപ്പെടുത്താതെ അന്വേഷണം നടത്തുന്നുണ്ട്. സംഭവം വിവാദമായതിനെ തുടർന്ന് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ ഇടപെട്ട് ഉസ്മാൻ സഖാഫിയെ സ്ഥാപനത്തിന്റെ ചുമതലകളിൽ നിന്ന് നീക്കുകയും സമസ്ത മുഷാവറ നേതാക്കളെ ഉൾപ്പെടുത്തി അന്വേഷണ കമ്മീഷനെ നിയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. കണ്ടോങ്ങള് ഇനി അന്വേഷണ കമ്മീഷനെ വെച്ച് ആലോചിക്കല്ല, ഈ മനുഷ്യനെ തുറങ്കലിലടക്കണ്ടേ. അതിന് കൂട്ടുനിൽക്കാത്ത വൈരാഗ്യമാണ് ബഹുമാന്യനായ മാന്യനായ MLA സുഹൃത്തിനെ പരസ്യമായി പരാജയപ്പെടുത്താൻ രംഗത്ത് വന്നത്. ഈ തെമ്മാടിത്തരത്തിന് പടച്ചറബ് കൂട്ടുനിൽക്കൂല, ബദരീങ്ങളും കൂട്ടുനിൽക്കൂല, ഒരാളും കൂട്ടുനിൽക്കൂല. അതുകൊണ്ടാണ് ഇവിടെ പ്രാർത്ഥനയും ഹദ്ദാദും റാത്തീബും സ്വലാത്തും മൗലൂദും കുത്തുബിയത്തും കോഴിമുട്ടിയൊക്കെ നേരെ തിരിച്ചടിച്ചത്. അള്ളാന്റെ പരിശുദ്ധമായ ദീനിന്റെ ശിആറുകൾ അള്ളാഹു രക്ഷപ്പെടുത്തൂലേ? എത്ര വലിയ മാനക്കേടാണത്. എന്നാ പോകട്ടെ, രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുമ്പോൾ രാഷ്ട്രീയം പഠിക്കണ്ടേ? അങ്ങനെയും വേണമല്ലോ. മോനെ 64 രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുമ്പോൾ രാഷ്ട്രീയം പഠിക്കണം. രാഷ്ട്രീയം പഠിക്കാത്ത ഒരു രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ പറ്റൂല. അതേ തുടക്കത്തിൽ പറഞ്ഞത് ഓരോരുത്തരും അവനവന്റെ പണിയെടുക്കട്ടെ, ഓരോരുത്തരും അവനവന്റെ പണിയെടുക്കട്ടെ. അവനവന്റെ പണിയെടുക്കാൻ വേണ്ടി ഏൽപ്പിക്കപ്പെട്ട ആളുകൾ അതാത് ഡ്യൂട്ടികൾ നിർവഹിച്ചോളണം. അവനവൻ എടുക്കേണ്ട പണി എടുക്കാതെ മറ്റുള്ളവർ എടുക്കേണ്ട പണിയിലേക്ക് നമ്മൾ ചെന്ന് ചാടിയാൽ അബദ്ധത്തിലാണ് ചെന്ന് ചാടുക. അതുകൊണ്ടാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം മർക്കസിൽ വെച്ചുകൊണ്ട് നടത്തിയ പ്രസംഗത്തിൽ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ വലിയൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. എന്താ ഒരു ചോദിച്ചാൽ നിങ്ങള്, കേരളത്തിൽ ഒരുപാട് രാഷ്ട്രീയ പാർട്ടിക്കാരുണ്ട്. ഈ രാഷ്ട്രീയ പാർട്ടിക്കാർ ഇവിടെ ജാമിയ ഇസ്ലാമിയ ഉണ്ടാക്കിയിട്ടില്ല. അറബിക് കോളേജ് ഉണ്ടാക്കിയോ, ശരിയാത്ത് കോളേജ് ഉണ്ടാക്കിയോ, മദ്രസ ഉണ്ടാക്കിയോ? അതൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പൊ അങ്ങനത്തെ രാഷ്ട്രീയ പാർട്ടി നമുക്ക് ആവശ്യമില്ല. ഇനി വരുന്ന രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഇതൊക്കെ ഉണ്ടാക്കുമ്പോഴാണ് ആ രാഷ്ട്രീയ പാർട്ടികളെ കൊണ്ട് ഉപകാരം ഉണ്ടാവുള്ളൂ. ഈ സാധു മനസ്സിലാക്കിയത് എന്താ? ഈ രാഷ്ട്രീയ പാർട്ടികള് ഈ പറയപ്പെട്ട സ്ഥാപനങ്ങൾ ഉണ്ടാക്കുന്നവരാണോ? അതുണ്ടാക്കുന്ന ടീം വേറല്ലേ? ഇവിടെ രാഷ്ട്രീയ പാർട്ടികൾക്ക് വേറെ ഡ്യൂട്ടി ഉണ്ട്. അതെന്താന്നുള്ളത് അദ്ദേഹത്തിന്റെ പ്രസംഗം കളിക്കുന്നത് ബാക്കി പറയാം. ഇന്ന് നിങ്ങൾ ആലോചിക്കുക, ഇപ്പോൾ ഇലക്ഷൻ ഇങ്ങനെ ചൂടായി നടക്കുകയാണ്. ഇവിടെ രാഷ്ട്രീയ പാർട്ടികളിൽ ഏതെങ്കിലും ഒരു പാർട്ടി ഒരു ജാമിയ ഇസ്ലാമിയ ഉണ്ടാക്കിയിട്ടുണ്ടോ? ഉണ്ടാക്കൂല. അതുണ്ടാക്കേണ്ടത് നിങ്ങളെ പോലത്തെ മൂല്യന്മാരാണ്. ആ മൂല്യന്മാര് രാഷ്ട്രീയ പാർട്ടിയിലേക്ക് ഇറങ്ങിയ വിരുദ്ധാരുണ്ടാക്കണു. രാഷ്ട്രീയ പാർട്ടിക്കാരെ ജാമിയ ഇസ്ലാമിയ ഉണ്ടാക്കണോരല്ല. അത് മതപണ്ഡിതന്മാരും മതസംഘടനകളും ഉണ്ടാക്കുമ്പോൾ പിന്തുണ കൊടുക്കണവരാണ് ഓര്. ഓർക്ക് അവിടെ റോഡ് ഉണ്ടാക്കണം, പാലുണ്ടാക്കണം, ഹോസ്പിറ്റൽ ഉണ്ടാക്കണം, ജനകീയ വികസന പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്ന അതിനാണ് രാഷ്ട്രീയ പാർട്ടി. ജാമിയ ഇസ്ലാമിയ ഉണ്ടാക്കാനല്ല. ഇല്ല. അതിന്റെ താഴെ ഒരു ശരീഅത്ത് കോളേജ് ഉണ്ടാക്കിയിട്ടുണ്ടോ? ഉണ്ടാക്കൂല. അത് നിങ്ങളെ പോലത്തെ ആൾക്കാർ ചെയ്യേണ്ടതാണ്. അത് ചെയ്യാതെ നിങ്ങൾ രാഷ്ട്രീയത്തിൽ ഇറങ്ങുക, ഇങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ. അത് രാഷ്ട്രീയ പാർട്ടിക്കാരുടെ പണി വേറെയാണ്. ഇല്ല. അറബിക് കോളേജ് ഉണ്ടാക്കിയിട്ടുണ്ടോ? ഉണ്ടാക്കൂല. രാഷ്ട്രീയ പാർട്ടിക്കാർക്ക് അതിന്റെ അറബി കോളേജ് ഉണ്ടാക്കണ പണിയല്ലേ?
ഓർക്കൂടെ റോഡും പാലും ഉണ്ടാക്കുന്ന പണിയാണ്. ആ പണി പണ്ഡിതന്മാർ ചെയ്യേണ്ടതാണ്. അതിനാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. ആ മാർഗത്തിൽ നിന്ന് മാറിപ്പോകുമ്പോൾ അങ്ങനെയൊക്കെ തോന്നുന്നത് സ്വാഭാവികമാണ്. ഇല്ല, പോകട്ടെ. ഒരു LP മദ്രസ ഉണ്ടാക്കിയ ഒരു രാഷ്ട്രീയ പാർട്ടി നിങ്ങളൊന്ന് കാണിച്ചു. ഈ രാഷ്ട്രീയ പാർട്ടിക്കാർക്കൂടെ LP മദ്രസ ഉണ്ടാക്കുന്ന പണിയെല്ലാം ഓല പണി വേറെ, പണ്ഡിതന്മാരെ പണി വേറെ. അതാ ഞാൻ പറഞ്ഞത്, അവനാന്റെ പണി അവനാടുക്കണം. ഇതൊക്കെ പാടിന് കേട്ടപ്പോഴേക്കാരൻ ബഹുമാനപ്പെട്ട ശംസുദ്ദീൻ സാഹിബ് പറഞ്ഞു, പണ്ട് ഉസ്താദുമാര് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അദ്ദേഹം ശംസുൽ ഉലമ എന്നാ പറഞ്ഞത്. ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ് പറഞ്ഞിട്ടുണ്ട് അത്രേ, എന്ത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാക്കെതിരെ കേസ് കൊടുത്തവരെ അല്ലാഹു തആല മുഖം കൊടുത്തട്ടെ എന്ന് കണ്ണിയത്ത് ഉസ്താദ് ഇങ്ങനെ പ്രാർത്ഥിച്ചതായിട്ട് ഉസ്താദുമാര് പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. അത് ഈ മുഖംകടിൽ സാധുവായ ശംസുദ്ദീനായ എന്നെ കൊണ്ട് ഇയാൾ മുഖം കൊടുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയിട്ടില്ല. മണ്ണാർക്കാട് വെച്ച് ശംസുദ്ദീൻ സാഹിബ് പറഞ്ഞു, ഇന്നെ കൊണ്ട് ഇയാൾ മുഖം കൊടുമെന്ന് ഞാൻ കരുതിയിട്ടില്ല. ഇത് വല്ലാത്തൊരു മുഖംകടലായി പോയി. പറയട്ടെ, ഇത് എനിക്കിതിനെ കുറിച്ചൊന്നും കൂടുതൽ അറിയില്ല. പക്ഷേ ഇവിടെ ചില പണ്ഡിതന്മാർ എന്നോട് പറഞ്ഞു, നമ്മളൊക്കെ ആദരിക്കുന്ന, ലോകം ആദരിക്കുന്ന പണ്ഡിതൻ ശംസുൽ ഉലമ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇദ്ദേഹത്തിന് ശംസുൽ ഉലമ അബൂബക്കർ മുസ്ലിയാർ ഇദ്ദേഹം നടത്തിയിട്ടുള്ള ചില പ്രവർത്തനങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോൾ ഇങ്ങനെ മുഖം കെട്ടു പോകും, ഇങ്ങനെ അപമാനിക്കപ്പെടും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നു. അത് ഈ പാപം ശംസുവിനെ കൊണ്ടാവും എന്ന് ഞാൻ കരുതിയില്ല. അത്രയുള്ളൂ. ഞാനിപ്പോഴും പറയാം, അത് ഞാനാവുന്നതിനൊരു കാരണം ഇന്ന് വെറുതെ വലിച്ചഴിച്ചതാണ്. എന്നെ വെറുതെ വലിച്ചഴിച്ചതല്ലേ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അത് ഈ പാപത്തിനെ കൊണ്ടാകും എന്ന് ഞാൻ കരുതിയില്ല. ഏതായിരുന്നാലും അത് സംഭവിച്ചു. ഇനിയെങ്കിലും ഇത്തരം കാര്യങ്ങളിലൊക്കെ ഒരു കൃത്യമായ സമീപനം ഉണ്ടാവും. മഹാനായ കണ്ണിയത്ത് ഉസ്താദിന്റെ പ്രാർത്ഥന ഫലിച്ചുകൊണ്ടിരിക്കുന്നു. പല കാലങ്ങളിലായി പല വിഷയങ്ങളിലൂടെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാക്കെതിരെ കേസ് കൊടുത്തവരെ അല്ലാഹു തആല മുഖം കൊടുത്തട്ടെ, അവരെ നിങ്ങൾ സഹായിക്കരുത്, അവിടെ കൂട്ടത്തിൽ നിങ്ങൾ കൂടരുത് എന്ന് മലപ്പുറത്തും കോഴിക്കോടും വെച്ച് നടന്ന സമസ്തയുടെ സമ്മേളനങ്ങളിൽ 10,000 സാക്ഷി നിർത്തിക്കൊണ്ട് മുസ്തജാബ് ദഅവയായ കണ്ണിയത്ത് ഉസ്താദ് അവിടെ പ്രാർത്ഥിക്കുകയും 10,000 ആമീൻ പറയുകയും ചെയ്തു എന്നത് സത്യമാണെങ്കിൽ ആ പ്രാർത്ഥന ഇവിടെ ഫലിക്കുക തന്നെ ചെയ്യും എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അതിന്റെ ഒരു ഭാഗമാണ് മണ്ണാർക്കാട്. നോക്കി, നിങ്ങളൊരു മനുഷ്യന്റെ ഒരു മാനക്കേട്. തെരഞ്ഞെടുപ്പിന് 2 ദിവസം മുമ്പ് എങ്ങനെങ്കിലും മണ്ണാർക്കാടൊന്ന് പോയിട്ട് വോട്ടർമാരെ ഒന്ന് ആശ്വസിപ്പിക്കണം, ആവേശം കൊടുക്കണമെന്ന് മനസ്സിലാക്കി അവസരം കാത്തു നിന്നു. അങ്ങനെ നിൽക്കുമ്പോഴാണ് അട്ടപ്പാടി പീഡനക്കേസിൽ ഈ സഖാഫിക്ക് ഒത്താശ ചെയ്തു കൊടുത്ത ജമീല എന്നൊരു പെമ്പർന്നോളുണ്ട്. ആ ജമീല എന്ന പെമ്പർന്നോളെ ഉമ്മ മരിച്ചു. മരിച്ചപ്പോൾ ഈ വിവരം കേട്ട കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ മണ്ണാർക്കാട്ടേക്ക് പുറപ്പെട്ടു. നട്ടപ്പാതിരക്ക് നമ്മൾ ആലോചിക്കണം, അവിടെ സെക്യൂരിറ്റി ഇല്ല, തക്ബീർ ചൊല്ലാൻ ആളില്ല, കൂടെ ആളുകളില്ല. ഒറ്റയ്ക്ക് ഇയാൾ അട്ടപ്പാടിയിൽ ചെന്നു നട്ടപ്പാതിരക്ക്. ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനെ 42 പെൺകുട്ടികളെ പീഡിപ്പിച്ച പ്രതിക്ക് സഹായം ചെയ്തു കൊടുത്ത ജമീലയുടെ ഉമ്മ മരിച്ചപ്പോൾ ഏത് ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇയാൾ അട്ടപ്പാടിയിൽ പോയത്, ഈ മണ്ണാർക്കാട് പോയത്? ഏത് ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോയത്? മാത്രമല്ല, വഴിയിൽ വെച്ച് കുട്ടികളെ തടഞ്ഞു മര്യാദയ്ക്ക് പോയിക്കാൻ എനിക്കെന്താ അവിടെ വെച്ചു, മര്യാദയ്ക്ക് പോയിക്കാറുന്നു. അങ്ങനെ വഴിയിൽ വെച്ച് തടഞ്ഞു മാനക്കെട്ട് തിരിച്ചയച്ചു. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളൊക്കെ വലിയ നേതാക്കന്മാരാണെന്ന് കൊട്ടിഘോഷിക്കുന്ന ഇത്തരം നേതാക്കന്മാരൊക്കെ ഈ തരം താഴ്ന്ന ഏറ്റവും മലീമസമായ പ്രവർത്തനം നടത്തരുത്. ഇത് നമ്മൾ പറയില്ല, പ്രാദേശിക ചാനൽ ആ വാർത്ത ഫോട്ടോ സഹിതം പുറത്തുവിട്ടു. വാർത്തകൾ വിശദമായി. പരസ്യ പ്രസ്താവനയ്ക്ക് പുറകെ മണ്ണാർക്കാട് UDF സ്ഥാനാർത്ഥി ശംസുദ്ദീനെതിരെ പ്രചരണവുമായി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ മണ്ണാർക്കാട്ട് രഹസ്യ സന്ദർശനം നടത്തി. രഹസ്യ സന്ദർശനം അട്ടപ്പാടി പീഡനക്കേസിലെ കൂട്ടുപ്രതി ജമീലയുടെ മാതാവിന്റെ മരണവിവരമറിഞ്ഞു. മണ്ണാർക്കാട് നിയോജക മണ്ഡലം ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് N ഷംസുദ്ദീനെതിരെ നടത്തിയ വിവാദ പ്രസ്താവനയ്ക്ക് പിറകെ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ മണ്ണാർക്കാട് രഹസ്യ സന്ദർശനം നടത്തി. ഞായറാഴ്ച പുലർച്ചെയോടെയാണ് കാന്തപുരം മണ്ണാർക്കാട് എത്തിയത്. ഗൂളിക്കടവിൽ അട്ടപ്പാടി പീഡനക്കേസിലെ കൂട്ടുപ്രതി ജമീലയുടെ മാതാവിന്റെ മരണവിവരമറിഞ്ഞാണ് ഉസ്താദിന്റെ സന്ദർശനം എന്നാണ് നിഗമനം. എന്നാൽ നിലവിലെ രാഷ്ട്രീയ സാഹചര്യം ഉസ്താദിന്റെ രഹസ്യ സന്ദർശനത്തോടെ പ്രതികൂലമാകുമെന്ന AP വിഭാഗം പ്രവർത്തകരുടെ അഭിപ്രായം മാനിച്ച് അദ്ദേഹം തെങ്കര ചെറുപ്പാടത്തു നിന്ന് തിരിച്ചുപോയതായാണ് അറിവ്. കാന്തപുരം, തച്ചമ്പാറ, മുള്ളത്തുപാറ വരെ സഞ്ചരിച്ച് അബ്രാറുകൾ സന്ദർശിച്ചതായി വിവരമുണ്ട്. കോഴിക്കോട് നിന്ന് കോയമ്പത്തൂരിലേക്കുള്ള യാത്രാമധ്യേയാണ് അബൂബക്കർ മുസ്ലിയാർ മണ്ണാർക്കാട് സന്ദർശനം നടത്തിയത്. ഇതുമായി ബന്ധപ്പെട്ട് കാന്തപുരത്തിന്റെ പുത്രനും പ്രമുഖ വ്യവസായിയുമായ ഹക്കീം സക്കാഫി 2 ദിവസമായി മണ്ണാർക്കാട് തമ്പടിച്ചതായും വിവരം ലഭിച്ചിട്ടുണ്ട്. കണ്ടുകൊണ്ട് പത്രക്കാര് വരെ പറഞ്ഞത് എന്താ, കാന്തപുരത്തിന്റെ മകൻ അബ്ദുൽ ഹക്കീം സക്കാഫി പ്രമുഖനായൊരു വ്യവസായിയാണ്.
കാന്തപുരത്തിന്റെ മകൻ അവിടെ തമ്പടിച്ചു. ആവശ്യക്കാർക്കൊക്കെ പണം വിതരണം ചെയ്ത് മണ്ണാർക്കാട് വോട്ടർമാരെ സ്വാധീനിക്കാൻ വേണ്ടി വോട്ട് നടക്കുന്നതിന് 2 ദിവസം മുമ്പ് ആവശ്യമായ ക്യാമ്പുകളിലൊക്കെ സന്ദർശനം നടത്തി. അട്ടപ്പാടിയിലൊക്കെ ഇറ്റിക്കാഫിരുന്നു ഇയാള്. പൈസ ആവശ്യമുള്ളതൊക്കെ കൊടുത്തു. എങ്ങനെയെങ്കിലും ബാപ്പാനെ മാനം രക്ഷിക്കണമല്ലോ എന്ന് മനസ്സിലാക്കി. പക്ഷേ പടച്ചറബ് ഈ തോന്നിവാസത്തിന് കൂട്ടുന്നില്ല. കാന്തപുരത്തിന്റെ രഹസ്യ സന്ദർശനം വിഘടിച്ചു നിൽക്കുന്ന AP വിഭാഗത്തിന് അസ്വാരസ്യമുണ്ടാക്കിയിട്ടുണ്ട്. പീഡന കേസിലെ മുഖ്യപ്രതിയായ ഉസ്മാൻ സഖാഫിക്കെതിരെ രൂപപ്പെട്ട APയിലെ ഗ്രൂപ്പിസത്തിന് ഇതോടെ ആക്കം കൂടും. ഷംസുദ്ദീനെതിരെ പരസ്യപ്രസ്താവന നടത്തിയ കാന്തപുരത്തിന്റെ നിലപാട് സ്വാർത്ഥ താൽപര്യത്തിൽ അധിഷ്ഠിതമാണെന്നാണ് ഇവരുടെ പക്ഷം. പീഡനത്തിലെ കൂട്ടുപ്രതിയുടെ മാതാവിന്റെ മൃതദേഹം സന്ദർശിക്കാനെത്തിയ കാന്തപുരത്തിന്റെ വരവ് പ്രചരണ ആയുധമാക്കാനുള്ള തിരക്കിലാണ് ലീഗ് പ്രവർത്തകരും. പല നാടുകളിലും സ്വന്തം നേതാക്കന്മാരും സജീവ പ്രവർത്തകന്മാരുടെ ബന്ധപ്പെട്ടവരും മരിച്ചാൽ പോലും അവിടെ വരാൻ സമയം കിട്ടാതെ അഖിലലോക നേതാവായിക്കൊണ്ട് ഓടി നടക്കുന്ന മനുഷ്യൻ ഇങ്ങനെ 42 പെൺകുട്ടികളെ പീഡിപ്പിച്ച കേസിലെ പ്രതിയുടെ ഉമ്മ മരിച്ചപ്പോൾ ക്ഷണിക്കാതെ കൂടെ ആളെ കൂട്ടാതെ രഹസ്യമായി മണ്ണാർക്കാട് വന്നത് അവിടെ സംശുദ്ധിയെ തോൽപ്പിക്കാൻ വേണ്ടി അനുയായികൾക്ക് ആവേശം കൊടുക്കാനായിരുന്നു. നിങ്ങൾ ആലോചിച്ചു നോക്കണം. ഇങ്ങനെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ പണ്ഡിതന്മാർക്കെതിരെ സംഘടനയുണ്ടാക്കി മാറിപ്പോയവർ കണ്യത്തുസ്താദിന്റെ പ്രാർത്ഥനയുടെ അനന്തരഫലമായി മുഖം കെട്ടിക്കൊണ്ടിരിക്കുന്ന രംഗമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവര് മനസ്സിലാക്കിയത് എന്താ? ഒരാൾ രംഗത്തേക്ക് ഇറങ്ങിയിട്ട് മൂക്ക് വലിച്ചാൽ ഒക്കെ പാടെ കയറിപ്പോകുന്ന പാർട്ടിയാണ് മുസ്ലിം ലീഗ് ഞങ്ങൾ മനസ്സിലാക്കിയത്. ഈ മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ സംഘശക്തിയെ സംബന്ധിച്ച് വ്യക്തമായി നിങ്ങൾക്കറിയാലോ. 1989 പുറത്തിറങ്ങിയ മാതൃഭൂമി പത്രത്തിൽ അന്ന് കുന്നമംഗലത്ത് വെച്ചുകൊണ്ട് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ നടത്തിയ പ്രസ്താവനയുണ്ട്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ പരാജയപ്പെടുത്തണമെന്ന്. രാവും പകലുമില്ലാതെ വർഷങ്ങളായി ഈ മുസ്ലിം സംഘശക്തിയെ തകർക്കാനുള്ള ഗൂഢമായ പദ്ധതിയുമായിട്ടാണ് എക്കാലത്തും ഇയാൾ നടന്നിട്ടുള്ളത്. ഇവിടെ മുസ്ലിം ലീഗ് പരാജയപ്പെട്ടാൽ, മുസ്ലിം സംഘശക്തി പരാജയപ്പെട്ടാൽ ആർക്കാണ് ഇവിടെ മെജോറിറ്റി കിട്ടുന്നത്? ആരാണ് ഇവിടെ കടന്നു വരുന്നത്? അവരെ കൊണ്ട് ഈ ന്യൂനപക്ഷമായ മുസ്ലിം സമുദായത്തിന് എന്ത് നേട്ടമുണ്ടാകുന്നത്? ഇത് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കേണ്ടതല്ല ഈ കാര്യങ്ങളൊക്കെ. കേരളത്തിന്റെ മണ്ണിൽ 90% പള്ളികളും മദ്രസകളും സംരക്ഷിക്കുന്നതും അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നതും മുസ്ലിം ലീഗിലെ പ്രവർത്തകന്മാർ തന്നെയാണ് എന്നത് എല്ലാവർക്കും അറിയാവുന്ന വസ്തുതയാണ്. ഏതെങ്കിലും നിലയ്ക്ക് വല്ല വൈരാഗ്യങ്ങളുണ്ടെങ്കിൽ അതൊക്കെ തീർക്കാൻ എന്തെല്ലാം മാർഗങ്ങളുണ്ട്. അത് ഈ രൂപത്തിൽ മുസ്ലിം സമുദായത്തിന് സംഘശക്തി തകർത്തുകൊണ്ടല്ല. ഇങ്ങനെ മണ്ണാർക്കാട് വിഷയം കഴിഞ്ഞതിന് ശേഷം പിന്നെ നടക്കുന്ന വിഷയങ്ങളിലൊക്കെ നമ്മൾക്ക് ആശങ്കയുണ്ട്. നേരത്തെ ബഹുമാന്യനായ ജബ്ബാർ ഹാജി സൂചിപ്പിച്ചതുപോലെ കക്കോവ് ജുമാഅത്ത് പള്ളിയിൽ ഇന്ന് ജുമാ നിസ്കാരം നടന്നിട്ടില്ല. നിങ്ങൾ ആ വിവരം അറിഞ്ഞിട്ടുണ്ടാകും. പള്ളിയിലേക്ക് ജുമാഅക്ക് വന്ന കാന്തപുരത്തിന്റെ അനുയായികൾ കുരുമുളകിന്റെയും സാധാരണ ചുവന്ന മുളകിന്റെയും സ്പ്രേയും വടിയും കുന്തവും കത്തിയായിട്ടാണ് ഇന്ന് ജുമാഅക്ക് വന്നത്. സാധാരണക്കാരായ പാവപ്പെട്ട ആളുകൾ ഈ വിവരമറിയില്ല. വീട്ടിൽ നിന്ന് ഉളുവെടുത്തു വന്ന് അൽക്കോഫ് സൂറത്തും സ്വലാത്തും ചൊല്ലി പള്ളിയിലിരിക്കുന്ന പാവപ്പെട്ട സാധാരണക്കാരായ സമസ്തയുടെ പ്രവർത്തകർക്കന്മാർക്ക് നേരെ RSSനെയും BJPയെയും ബജ്രംഗദളിനെയും ശിവസേനയൊക്കെ നാണിപ്പിക്കുന്ന രൂപത്തിലുള്ള വർഗീയ കലാപം നടക്കുന്നത് പോലെയുള്ള പ്രവർത്തനമാണ് ഇന്ന് കക്കോവിൽ നടന്നിട്ടുള്ളത്. കേരളത്തിന്റെ പല ഭാഗത്തും അങ്ങനെ ചെയ്തിട്ടുണ്ട്. കരിപ്പൂർ എയർപോർട്ടിന് പിന്നിലുള്ള മഹൽ ആഞ്ചരത്തെ ജുമാഅത്ത് പള്ളി മഹലിൽ ഒരു ദിവസം ജുമ മുടങ്ങിയിട്ടുണ്ട്. ഇവരെ കൊണ്ട് നടന്നതാണ്. പള്ളിക്കൽ ബസാർ പള്ളി അടച്ചുപൂട്ടേണ്ടി വന്നതും കക്കോവ് ജുമാഅത്തുകളിൽ പലപ്പോഴും ജുമ തടസ്സപ്പെടേണ്ടി വന്നതും അതുപോലെ തച്ചണ്ണയിലെ മദ്രസ അടച്ചുപൂട്ടേണ്ടി വന്നതും അടക്കമുള്ള പ്രവർത്തനങ്ങൾ മുഴുവനും ഇവരെ കൊണ്ട് ഈ സമുദായത്തിൽ നടന്നിട്ടുള്ളതാണ്. ഈ നിലക്കാണ് ഇവിടെ പോക്കെങ്കിൽ ഗുരുതരമായ വിഷയങ്ങൾ സമുദായത്തിൽ നടക്കുമെന്നുള്ളത് നമ്മൾ മുൻകൂട്ടി അറിയണം. ഏതാലിരിക്കട്ടെ എന്തു വന്നാൽ എത്ര പ്രതിസന്ധി ഉണ്ടായാലോ പണത്തിന്റെയോ രാഷ്ട്രീയത്തിന്റെ സ്വാധീനമുണ്ടായാലും സത്യം വിജയിക്കുക തന്നെ ചെയ്യും. അതിന്റെ അവസാനത്തെ തെളിവാണ് തിരുനാവായയിലെ വലിയ പറപ്പൂർ ജുമാഅത്ത് പള്ളിയും മഹല്ലും സമസ്തക്ക് കിട്ടിയത് എന്ന് സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങളൊക്കെ വിവരങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകും. 10-25 കൊല്ലമായി ജനറൽ ബോർഡ് പോലും മര്യാദയ്ക്ക് വിളിക്കാതെ കാന്തപുരത്തിന്റെ അനുയായികളെ മാത്രം സംഘടിപ്പിച്ചുകൊണ്ട് ജനറൽ ബോർഡ് കൂടി അവരങ്ങോട്ടും ഇങ്ങോട്ടും പ്രസിഡന്റ് സെക്രട്ടറിമാക്കി തെരഞ്ഞെടുത്ത് അവസാനം വഖഫ് ബോർഡിൽ പരാതിയെത്തി. വഖഫ് ബോർഡിന്റെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ 300 ചില്ലാനം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ആ മഹലിൽ 100% സമസ്തക്ക് കിട്ടിയ വിവരം നിങ്ങൾ അറിഞ്ഞിരിക്കും. ആ വാർത്ത നിങ്ങളൊന്ന് കേൾക്കുക. എന്നിട്ട് അടുത്ത വിഷയത്തിലേക്ക് കടക്കാം. തർക്കകലുഷിതമായ തിരുനാവായ വലിയ പറപ്പൂർ ജുമാ മസ്ജിദിൽ ഇരു വിഭാഗങ്ങളും തമ്മിൽ നിലനിന്നിരുന്ന തർക്കം തെരഞ്ഞെടുപ്പിലൂടെ പരിഹരിച്ചു. ഒരു പൊതു തെരഞ്ഞെടുപ്പിന്റെ വീറും വാശിയോടുകൂടിയുമായാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. പതിറ്റാണ്ടുകളായി സുന്നിയിലെ ഇരുവിഭാഗങ്ങൾ തമ്മിൽ തർക്കം നിലനിൽക്കുന്ന വലിയവർപൂർ ജുമാ മസ്ജിദിൽ ഒടുവിൽ ഭാരവാഹികളെ തിരഞ്ഞെടുക്കാൻ വോട്ടെടുപ്പ് തന്നെ വേണ്ടിവന്നു.
സംസ്ഥാന വഖഫ് ബോർഡിന്റെ നേതൃത്വത്തിൽ കാലത്ത് 8 മണി മുതൽ വൈകുന്നേരം 4 മണി വരെയായിരുന്നു തെരഞ്ഞെടുപ്പ്. മഹല്ല് നിവാസികളായ 18 വയസ്സ് തികഞ്ഞവർക്ക് വോട്ട് ചെയ്യാൻ അവകാശമുണ്ടായിരുന്നു. സംഘർഷ സാധ്യത കണക്കിലെടുത്ത വളാഞ്ചേരി CI KG സുരേഷിന്റെ നേതൃത്വത്തിൽ വൻ പോലീസ് സന്നാഹം പള്ളി പരിസരത്ത് ക്യാമ്പ് ചെയ്തിരുന്നു. APK വിഭാഗങ്ങൾക്ക് തുല്യ പ്രാധാന്യമുള്ള മുയിനുമില്ലാ സംഘത്തിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ AB എന്നീ 2 പാനലുകളിലാണ് സംഘടനകൾ മത്സരിച്ചത്. പൊതുതെരഞ്ഞെടുപ്പിന്റെ വീറും വാശിയും വോട്ടെടുപ്പിൽ പ്രകടമായിരുന്നു. വഖഫ് ബോർഡ് നിയമിച്ച അബ്ദുറഹിമാനാണ് ഭരണാധികാരിയുടെ ചുമതല വഹിച്ചത്. AP സുന്നി വിഭാഗത്തിന് മേൽക്കോയ്മയുള്ള ഭരണസമിതിയായിരുന്നു കാലങ്ങളായി മഹലിന്റെ ഭരണം കൈയാളുന്നത്. മഹൽ നിവാസികളായ മുഴുവൻ പുരുഷന്മാരെയും ഉൾപ്പെടുത്തി ജനറൽ ബോഡി യോഗം നടത്തണമെന്ന നിരന്തരമായുള്ള ആവശ്യം മഹല്ല് കമ്മിറ്റി അവഗണിച്ചതാണ് തിരഞ്ഞെടുപ്പിന് വഴിയൊരുക്കിയതെന്ന് EK വിഭാഗം പ്രതിനിധി മലബാർ ടൈംസ് ന്യൂസിനോട് പറഞ്ഞു. ഈ മുയിനുമില്ലാ സംഘമാണ് ഇവിടെ ഭരിക്കുന്നത്. ഈ മുയിനുമില്ലാ സംഘത്തിന്റെ ബൈലോ പ്രകാരം 18 വയസ്സ് പ്രായപൂർത്തിയായ ആളുകൾക്ക് എല്ലാവർക്കും ഈ മഹല്ലിൽ വോട്ടവകാശം, അതേപോലെ തന്നെ ജനറൽ ബോർഡ് അംഗങ്ങളാണ്. അത് മറച്ചു വെച്ചുകൊണ്ട് 25 വർഷക്കാലത്തോളം ഇവിടുത്തെ ഭൂരിപക്ഷ വിഭാഗത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ഏകാധിപത്യ രീതിയിലാണ് ഇവിടെ ഈ 25 വർഷത്തോളം കമ്മിറ്റി പോയിരുന്നത്. ഞങ്ങൾ എല്ലാ മേഖലയും സഹകരിക്കുന്നവരാണ്. മാരേജുമായി ബന്ധപ്പെട്ടുള്ള സാമ്പത്തിക മരണവുമായി ബന്ധപ്പെട്ടുള്ള ഇടപാടുകൾ, അതുപോലെ തന്നെ വരസംഖ്യ എല്ലാം ഞങ്ങൾ കൊടുക്കുകയും, പക്ഷേ ഞങ്ങളെ ജനറൽ ബോഡി അറിയിക്കാതെ ഏകാധിപത്യ രീതിയിൽ പള്ളിയുടെ ചുറ്റുപാടത്തിൽ കുറച്ച് ആളുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇവിടെ ഇത്രയും കാലം ഇവിടെ ജനറൽ ബോഡി നടന്നത്. വൈകുന്നേരം 4 മണിയോടെ പ്രമുഖരുടെ സാന്നിധ്യത്തിലായിരുന്നു വോട്ടെണ്ണൽ. AP വിഭാഗത്തിന്റെ എല്ലാ പ്രതീക്ഷകളും തെറ്റിച്ച സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പ്രതിനിധാനം ചെയ്യുന്ന EK വിഭാഗം 336 വോട്ടിന് വലിയ പറപ്പൂർ ജുമാ മസ്ജിദ് ഭരണം പിടിച്ചെടുത്തു. AP വിഭാഗത്തിന്റെ 25 വർഷത്തെ ഭരണത്തിനാണ് ഇവിടെ അന്ത്യം കുറിച്ചത്. 33 അംഗ കമ്മിറ്റിയിൽ ഭാരവാഹി സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് ഇതോടൊപ്പം നടന്നു. ന്യൂസ് ബ്യൂറോ തിരൂർ. കണ്ണുകള് ഈ രൂപത്തിൽ എല്ലാ ഭാഗങ്ങളിലും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രവർത്തകന്മാർ ഉണർന്ന് പ്രവർത്തിച്ച് മെജോറിറ്റി നേടിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് ഇടയ്ക്ക് ഓർമ്മപ്പെടുത്തുകയാണ്. ഇതിന്റെ 2ാം പാർട്ടി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമുണ്ട്. നമുക്കൊക്കെ നേതാക്കന്മാരുണ്ട്, നമ്മൾക്കൊക്കെ നേതൃസ്ഥാനമുണ്ട്. നേതാക്കന്മാരെ നേതാക്കന്മാരായി കാണാനും, ഉസ്താദുമാരെ ഉസ്താദായി കാണാനും, പ്രസിഡന്റുമാരെ പ്രസിഡന്റായി കാണാനും, സെക്രട്ടറിമാരെ സെക്രട്ടറിയായി കാണാനും, അങ്ങനെ ഓരോരുത്തർക്കുള്ള സ്ഥാനം അതാത് സ്ഥാനങ്ങൾ വകവെക്കുന്നതിന്റെ അപ്പുറത്ത്, അതിന്റെയും അപ്പുറത്ത് നമ്മൾ ചാടിയാൽ ഈ റിദ്ദത്ത് സംഭവിച്ചു പോകും. അങ്ങനെ റിദ്ദത്ത് സംഭവിച്ചു പോകുന്ന, മുർത്തദ്ദായി പോകുന്ന വാക്കുകളും പ്രവൃത്തികളും സജീവമായി നടന്നുകൊണ്ടിരിക്കുന്നു. അതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണം ഇൻഷാ അല്ലാഹ് സൗകര്യം പോലെ ഞാൻ കേൾപ്പിക്കുകയാണ്. അതുകൊണ്ട് എപ്പോഴും നമ്മൾ പറയാറുണ്ട്, ഈ രൂപത്തിലാണ് സമുദായത്തിന്റെ പോക്കെങ്കിൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരെ പടച്ചവനായും റസൂലായും മുഅ്ജിസത്തുള്ള അമ്പിയാക്കന്മാരിലെ പ്രമുഖനായും ഒക്കെ ചിത്രീകരിച്ച് ഇങ്ങനെ മുന്നോട്ട് പോയാൽ ഈ സംഘടനയ്ക്ക് കീഴിൽ, ഈ കൊടുക്ക് കീഴിൽ ഒരാൾക്കും സ്വർഗപ്രവേശനം സാധ്യമല്ലാത്ത രൂപത്തിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ കഴിഞ്ഞ റബീഉൽ അവ്വലിൽ എറണാകുളത്ത് വെച്ച് നടന്ന ഹുബ്ബുർ റസൂൽ ഒരു സമ്മേളനം നടന്നിരുന്നു മറുവിഭാഗത്തിന്റെ. ആ സമ്മേളനത്തിൽ ആ എറണാകുളം ജില്ലയിലെ മറുവിഭാഗത്തിന്റെ പ്രമുഖനായ ഒരു നേതാവാണ് ആ സമ്മേളനത്തിൽ സ്വാഗതം പറയുന്നത്. ആ സ്വാഗത പ്രസംഗത്തിൽ സുബ്ഹാനല്ലാഹ് അയാൾ പ്രസംഗിച്ച് വർണ്ണിച്ച് കാന്തപുരത്തെ അയാൾ വർണ്ണിച്ചിട്ട് എവിടെ എത്തിച്ചു വരങ്ങള് ഹബീബായ നബി തങ്ങളുടെ ഒരുപാട് മുഅ്ജിസത്തുകളെ എണ്ണി പറഞ്ഞു. നബി തങ്ങളുടെ മുഅ്ജിസത്തുകൾ എന്തൊക്കെയാ? നബിയുടെ മുഅ്ജിസത്തുകൾ, നബി തങ്ങൾക്ക് വല്ലാത്ത ആകർഷണീയമായ സ്വഭാവമുണ്ട്. നബി തങ്ങളുടെ ശബ്ദത്തിൽ നല്ല ഗാംഭീര്യമുണ്ട്. ഒരു വാക്കിന് തന്നെ ഒരുപാട് അർത്ഥങ്ങളുണ്ട്. നബി തങ്ങളുടെ ഒരുക്ക പറഞ്ഞ വാക്ക് പിന്നീട് മാറ്റി പറഞ്ഞിട്ടില്ല. ഇതൊക്കെ നബി തങ്ങളുടെ മുഅ്ജിസത്താണ്. അങ്ങനെ നബി തങ്ങളുടെ മുഅ്ജിസത്ത് അതുപോലെ നൽകപ്പെട്ട ഒരാള് കേരളത്തിലുണ്ടെങ്കിൽ അത് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ തന്നെയാണ് എന്ന് പ്രസംഗിക്കുകയും മണികൾ തക്ബീർ ചൊല്ലി പാസ്സാക്കുകയും ചെയ്യുന്നു. പിന്നെയാണ് അയാൾക്ക് ബോധ്യപ്പെട്ട് ഞാൻ പറഞ്ഞിടത്ത് എന്തോ ചെറിയ തകരാറുണ്ട്. പിന്നെ അയാൾ തിരുത്തി, അങ്ങനല്ല അത് ഈ നബി തങ്ങളുടെ മുഅ്ജിസത്ത് മുഴുവനും AP ഉസ്താദിന് അല്ലാഹു തആല കറാമത്തായി കൊടുത്തതാകുന്നു. ഇതൊക്കെ എത്ര ഗൗരവമുള്ള വാക്കുകളാണ് ഇതൊക്കെ. നബി തങ്ങൾക്കുള്ള ഓരോരോ വാക്കുകളും പടച്ച തമ്പുരാന്റെ പക്കൽ നിന്നുള്ള വഹി മുഖേനയാണ്. അതുകൊണ്ട് നബി തങ്ങൾ മാറ്റി പറഞ്ഞിട്ടില്ല. അതേപോലെ അതേപോലെ തന്നെയാണ് കാന്തപുരം ഉസ്താദിനും ഒരു വാക്കും മാറ്റി പറയേണ്ടി വന്നിട്ടില്ല. നമ്മൾ ഭരണന്താരങ്ങള് അങ്ങനത്തെ വാക്കുകളൊക്കെ റിദ്ദത്ത് സംഭവിച്ചു പോകും, ദീനിൽ തന്നെ പുറത്തായി പോകും. അങ്ങനത്തെ വാക്കുകളൊന്നും നമ്മൾ പറയരുത്. പ്രവർത്തകന്മാർക്ക് പറഞ്ഞു പഠിപ്പിച്ചു കൊടുക്കരുത്. ഉസ്താദായിട്ട് കാണണം, നേതാവാണെങ്കിൽ നേതാവായിട്ട് കാണണം. പടച്ചോനായിട്ടും നബിയായിട്ടും നമ്മൾ കണ്ടാൽ ഈമാൻ നമ്മുടെ കൽബിൽ നിന്ന് തെറിച്ചു പോകും. അദ്ദേഹം പറയട്ടെ, ഒറ്റ കാര്യം മാത്രം പറയാൻ നിർത്തുകയാണ്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് നമുക്കൊക്കെ പറയാൻ അറിയാവുന്ന നമ്മള് ഒപ്പ്. പക്ഷേ എങ്ങനെ പറയാനാ? കൈഫ തുദ്രികു ഫി ദുനിയ ഹഖീഖത്തുഹു ഖൗമുൻ യാബുൻ തസല്ലു അന്നബിൽ ഉലമി. അത് അവര് പറയണം. അവര് പറയുന്നു. ഒറ്റക്കാര്യം ഞാൻ പറയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ധാരാളം മുഅ്ജിസത്തുകളിൽ ഒന്ന് ഊതീതു ജമാവിയൽ കരീമി. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, എന്റെ വാക്കുകൾ ഒരു ധാരാളം അർത്ഥങ്ങൾ ഉൾക്കൊള്ളുന്ന പദമാണ് ഞാൻ പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാക്ക് റസൂലുള്ള പറഞ്ഞത് ഇതുവരെ തിരുത്തി പറഞ്ഞിട്ടില്ല. തിരുത്തി പറയില്ല. കാരണം റസൂലുള്ളാഹി തങ്ങൾ പ്രവാചകരാണല്ലോ. വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. അല്ലാഹുവിന്റെ പക്കൽ നിന്നുള്ള വഹി മുഖേന സംസാരിക്കുന്ന ആളാണ് നബി തങ്ങൾ. അത് മാറ്റി പറയേണ്ടി വരൂല. വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. സിദ്ദീഖുൽ അക്ബർ ഖത്താബ് റസൂലുള്ളാഹിനോട് ചോദിച്ചു, നബിയെ നിങ്ങളുടെ വാക്കിന് എന്തൊരു മാധുര്യമാണ്, എന്തൊരു ഗാംഭീര്യമാണ്, എന്തൊരു ആകർഷകമാണ്, ഇതെന്തൊരു അത്ഭുത. അത് അല്ലാഹു തആല എനിക്ക് തന്ന മുഅ്ജിസത്താണെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. റസൂലുള്ളാഹിന്റെ വാക്ക് ബഹുമാനപ്പെട്ട മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നു, ഒരൊറ്റ വാക്കും മാറ്റി പറഞ്ഞിട്ടില്ല. ഇതേ മുഅ്ജിസത്താണ് ബഹുമാനപ്പെട്ട കാന്തപുര ഉസ്താദിന് അല്ലാഹു തആല കൊടുത്തത്. മുഅ്ജിസത്ത് അമ്പിയാക്കൾക്കാണ്, അത് ഔലിയാക്കൾക്ക് കിട്ടുമ്പോൾ കറാമത്താണ്. ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത ആ മുഅ്ജിസത്ത് ബഹുമാനപ്പെട്ടവർക്ക് കറാമത്തായി അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തിരിക്കുന്നു. കണ്ടോള്, ഇയാളൊക്കെ എന്താ ചെയ്യേണ്ടത്? ഇന്നലെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തെരണ്ടിവാൽ അച്ചാറിൽ മുക്കിയിട്ട് തച്ചിട്ട് ഊളമ്പാറിൽ എത്തുന്നത് വരെ ഇയാളൊക്കെ തല്ലണം. എന്താ ഇയാൾ പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കൊടുത്ത മുഅ്ജിസത്തുകൾ മുഴുവനും കാന്തപുരത്തിന് കറാമത്തായിട്ട് കൊടുത്തിട്ടുണ്ടെന്നോ? എവിടെ എത്തിപ്പോയി വാക്ക്? അത് തന്നെയാണ് ഞങ്ങൾ പറഞ്ഞത്. നിങ്ങൾക്ക് എവിടൊക്കെയോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ട്, എവിടെയൊക്കെയോ തകരാറ് സംഭവിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇയാൾ പറഞ്ഞു നിർത്തിയില്ല. പിന്നെ ഇയാൾ പറയുന്നതാണ്. അപ്പോഴൊക്കെ മറ്റാൾ സ്റ്റേജിലിരിക്കുമ്പോ പറയണ്ടേ ഞാൻ അങ്ങനൊന്നും അല്ലാന്ന്. ഇയാളതിന്റെ തിരുത്തുന്നില്ലാന്ന്. ഇയാളിങ്ങനെ കേട്ടിട്ട് ചിരിക്കന്നെയാണ്. ഞാൻ അങ്ങനെ തന്നെയാണെന്ന് സമുദായത്തിന് സാക്ഷ്യന് ബോധ്യപ്പെടുന്ന രൂപത്തിൽ അതിങ്ങനെ അംഗീകരിക്കുന്നതാണ്. പിന്നെ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങള്, അമ്പിയാക്കളിൽ നബി തങ്ങളെപ്പോലെ, മലക്കുകളിൽ ജിബ്രീലിനെ പോലെ, ഔലിയാക്കന്മാർ അലിയാർ തങ്ങളെപ്പോലെ ലോകത്തൊരാളുണ്ടെങ്കിൽ അത് ഫുലാൻ ബിൻ ഫുലാനാണ്. അതിന് സാസുരത്ത് കിബീറും പാതാനി പറഞ്ഞോളൂ. ഇന്ന് ലോകത്ത് ഒരാളുണ്ടെങ്കിൽ അമ്പിയാക്കളിൽ അഷ്റഫുൽ ഖൽഖിന്റെ മാതിരി, അമ്പിയാക്കളിൽ മലായികത്തിൽ ജിബ്രീലിന്റെ മാതിരി, ഔലിയാക്കളുടെ അലീബിന്റെ മാതിരി ഒരാൾ ലോകത്തുണ്ടെങ്കിൽ അത് ബഹുമാനപ്പെട്ട കാന്തപുര ഉസ്താദ് മാത്രമാണ്. നോക്കിയാൽ നിങ്ങൾ ഒരു മനുഷ്യൻ പറഞ്ഞ വാക്ക് ഇങ്ങനെയൊക്കെ സംസാരിച്ച രിദ്ദത്ത് സംഭവിച്ചു പോകും. ഇതിനു മുമ്പ് പലതും പറഞ്ഞിരുന്നു. നമ്മൾ ആ വിഷയത്തിലേക്കൊന്നും കടക്കണില്ല. അതൊക്കെ പറഞ്ഞു പോയി. ഇപ്പൊ അതിലേറെ വലുത് അനുയായികൾ നേതാവിനെ സംബന്ധിച്ച് പറയാണ്. അപ്പൊ നേതാവ് ഇങ്ങനെ കുഞ്ഞാപ്പുവായിട്ട് ചാക്കിമ കയറി ഇങ്ങനെ കുളിരണ്ടായിട്ട് ഇങ്ങനെ പോകുന്നതാണ്. അപ്പൊ തോന്നുകയാണ് ഞാനിപ്പോ ഏതാണ് റസൂലുള്ളാഹിനെ പോലെ മുഅ്ജിസത്തുള്ള ആളാണ്, കറാമത്തുള്ള ആളാണ്, ഞാൻ മലക്കൾ ജിബ്രീലിന്റെ മാതിരിക്കാണ്, അമ്പിയാക്കന്മാർ നബിന്റെ മാതിരിക്കാണ്, ഔലിയാക്കന്മാർ അനുയായികളെ മാതിരിയാണ്. ഇതൊക്കെയാണല്ലോ എന്നെപ്പറ്റി അനുയായികൾ പറയണത്. അപ്പൊ ഞാൻ കാര്യപ്പെട്ട ആളെന്നെയാണെന്ന് മൂപ്പര് ചാക്കിമ പൊന്താണ്. പക്ഷെ ഇതൊക്കെ പടച്ചവരോട് മറുപടി പറയേണ്ടി വരും. ഈ നിലക്കുള്ള വിശ്വാസമാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ പടച്ചവന്റെ സ്വർഗത്തിലേക്ക് പോകാൻ ഒരൊറ്റ SSFന്റെ കുട്ടികളുണ്ടാവുക എന്ന് നിങ്ങൾ മനസ്സിലാക്കണമെന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു വാക്ക് മാറ്റി പറഞ്ഞിട്ടില്ല. വല്ലാത്ത കോളന്നെ. ഏത് വാക്കാണ് ഇയാൾ മാറ്റി പറയാത്തത്? അയച്ച അവസാനത്തെ ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് ഒരു 4 മാസം മുമ്പ് പത്രക്കാർ അദ്ദേഹത്തോട് ചോദിക്കുന്നു, നിങ്ങളെ പുതിയ പദ്ധതികൾ എന്തൊക്കെയാണ്? 4 മാസം മുമ്പത്തെ പത്രസമ്മേളനം. ആ ചോദ്യം, അതിന്റെ മറുപടി ഒന്ന് കേൾക്കും. പറയുകയും ചെയ്യും. പുതിയ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? പുതിയ പ്രവർത്തനം നോളജ് സിറ്റി ശക്തിപ്പെടുത്തൽ തന്നെ. അപ്പൊ അദ്ദേഹത്തിന് മറുപടി നോളജ് സിറ്റി ശക്തിപ്പെടുത്തലാണ് പുതിയ പ്രവർത്തനങ്ങൾ. അപ്പൊ ഇദ്ദേഹം വീണ്ടും ചോദിച്ചു, അല്ല നോളജ് സിറ്റി ആ പള്ളിയായിട്ടുള്ള പദ്ധതി ഇല്ലേ? പള്ളി നോളജ് സിറ്റിയിൽ ഉണ്ടാവുന്നില്ല, നിങ്ങൾ പണ്ടുകൾ പറഞ്ഞത്. ആ പള്ളി അങ്ങനെ എന്തായാലും പദ്ധതി ഇല്ലേന്ന് ചോദിച്ചു. അപ്പൊ ഇയാൾ പറഞ്ഞു നോളജ് സിറ്റിയില് പള്ളിയില്ല. അപ്പൊ ചോദിച്ചു, പള്ളി നിങ്ങൾ എവിടെ ഉണ്ടാക്കണത്? അത് നമ്മൾ കോഴിക്കോട്ട് വേറെ ഉണ്ടാക്കും. ആ പത്രക്കാരൻ വിട്ടില്ല. ചോദിക്കുന്ന ആളാരോ നിങ്ങൾക്ക് അറിയാലോ, അദ്ദേഹം വിട്ടില്ല. അദ്ദേഹം വീണ്ടും ചോദിച്ചു, അല്ല ഇങ്ങനെ മുടിപ്പള്ളി ഉണ്ടാക്കും, മുടി വെക്കാൻ പള്ളി ഉണ്ടാക്കുന്നില്ല പണ്ടുങ്ങൾ പറഞ്ഞിരുന്നത്, ആ ഒരു പദ്ധതിയിലേക്ക് തന്നെയാണോ പോകുന്നത് എന്ന് ചോദ്യത്തിന് അദ്ദേഹത്തിന് മറുപടി രസകരമായ മറുപടിയാണ്. നിഷ്പക്ഷമായി നിങ്ങൾ കേൾക്കണമെന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. തന്നെ ഒന്ന് പള്ളിയുടെ പ്രവർത്തനം ഇതിന്റെ കൂട്ടത്തിൽ നടക്കുന്നുണ്ടോ? അതോ ആ കൂട്ടത്തിൽ പള്ളിയില്ല. അത് നീർക്കോലി മുണങ്ങിയതാണ്. പണ്ട് ഈ നോളജ് സിറ്റിന്റെ മധ്യത്തിലുള്ള ഫോട്ടോകൾ കണ്ടിട്ടുണ്ടാകും. നോക്കി നിങ്ങള്
സ്ക്രീനിൽ നോക്കിയാൽ നിങ്ങൾക്ക് പഴയ ഫോട്ടോ ഇവർ പുറത്തിറങ്ങിയിരുന്ന ഫോട്ടോ കാണാം. ഷാഹ് മുബാറക്ക് പള്ളിക്ക് വേണ്ടി അവർ പുറത്തിറക്കിയിരുന്ന റെസീറ്റിലും ഫ്ലക്സിലും ഒക്കെ ഉണ്ടായിരുന്ന ഒരു ഫോട്ടോ. ചുറ്റുഭാഗത്തും 20, 30, 40, 50 നിലകളുള്ള ബിൽഡിംഗ്. ആ ബിൽഡിങ്ങിന്റെ മധ്യത്തിൽ നല്ല സുന്ദരമായൊരു പള്ളി ഇങ്ങനെ വരും. അതുകൊണ്ട് കുട്ടികളെ ഒരു കൂപ്പണിന് 1000 തോതിൽ നിങ്ങൾ തന്നോളി. അങ്ങനെ 40 കോടിന്റെ പള്ളി നമ്മൾ ഉണ്ടാക്കും, അതിന് ചുറ്റും നോളജ് സിറ്റി ഉണ്ടാക്കും എന്നൊക്കെ പറഞ്ഞ് രാവും പകലുമില്ലാതെ കരഞ്ഞുകൊണ്ട് പണം പിരിച്ച് അങ്ങനെ പണം കൈകളിൽ വന്നു. ഇപ്പൊ അദ്ദേഹം പറയാണ് അങ്ങനെ നോളജ് സിറ്റി ഉള്ള പള്ളി അങ്ങനത്തെ പദ്ധതി ഇല്ല. എന്നിട്ട് പിന്നെ പറ്റേ കോഴിക്കോട്ട് തന്നെ ഞങ്ങൾ ഈ തലക്കത് കുറച്ച് പുറത്ത് തന്നെ പള്ളി അതിന്റെ ഉള്ളിൽ ഇല്ലാതെ ഞങ്ങൾ കോഴിക്കോട്ട് ഞങ്ങൾ വേറെ ഉണ്ടാക്കും. പള്ളിയുടെ പ്രവർത്തനം ഇതിന്റെ കൂട്ടത്തിൽ നടക്കുന്നുണ്ടോ? അതോ ആ കൂട്ടത്തിൽ പള്ളിയില്ല, പള്ളി ഞങ്ങൾ വേറെ കോഴിക്കോട്ട് തന്നെ ഞങ്ങൾ. അക്കാര്യത്തിലൊരു വിമർശനങ്ങൾ ഉണ്ടായ ഘട്ടത്തിൽ അതിൽ നിന്ന് പിന്നോട്ട് പോവുകയോ അല്ലെങ്കിൽ ഒന്ന് പ്രവർത്തനം മന്ദീഭവിക്കുകയോ ഒക്കെ കുറച്ചു സമയം ഞങ്ങൾ കാത്ത് ഇരുന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഞങ്ങൾ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. പള്ളിയുടെ പ്രവർത്തനത്തിന് വേണ്ടിയുള്ള അപേക്ഷകൾ കൊടുത്തിട്ടുണ്ട്. മറ്റുള്ള അതിന്റെ സാമഗ്രികളൊക്കെ ഒരുക്കിക്കൊണ്ടുണ്ട്. എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപേക്ഷകൾ വളരെ സമർപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അത് അനുകൂലമായി ലഭിച്ചു കഴിഞ്ഞാൽ ഉടനെ ആരംഭിച്ച് ഉടനെ എടുക്കും. അപ്പൊ 4 മാസം മുമ്പത്തെ പത്രസമ്മേളനമാണ്. ഞങ്ങൾ പള്ളിക്ക് അപേക്ഷ കൊടുത്തിട്ടുണ്ട്. അപേക്ഷ സ്വീകരിച്ചാൽ പള്ളിപ്പണി ഞങ്ങൾ തുടങ്ങും. 4 കൊല്ലം മുമ്പ് ആ പള്ളിക്ക് തറക്കല്ലിട്ടിട്ടുണ്ട്. ആ വിഷയങ്ങൾ ആരും മറക്കരുത്. 4 കൊല്ലം മുമ്പ് തറക്കല്ലിട്ടിട്ടുണ്ട്, പണി തുടങ്ങിയിട്ടുണ്ട്. 4 കൊല്ലം കഴിഞ്ഞു. 4 മാസം മുമ്പ് ഇയാളോട് ചോദിച്ചപ്പോൾ ഇയാൾ പറയണത് ഞങ്ങൾ അതിന് അപേക്ഷ കൊടുത്തിട്ടുണ്ട്, അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്, അപേക്ഷ സ്വീകരിച്ചാൽ ഞങ്ങൾ പണി ആരംഭിക്കും. പ്രവാചകന്റെ മുടി ആ ഒരു പദ്ധതിയിലേക്ക് തന്നെയാണ് പോകുന്നത്. അടുത്ത ചോദ്യം, പ്രവാചകന്റെ മുടി എന്ന പദ്ധതിക്ക് തന്നെയാണോ പോകുന്നത്? കാരണം പണ്ടങ്ങനെയാണല്ലോ പറഞ്ഞത് ആ മുടി സൂക്ഷിക്കാനുള്ള പള്ളി, അങ്ങനെ ആ പദ്ധതി തന്നെയാണോ? ആരംഭിച്ചു ഉടനെ എടുക്കും. പ്രവാചകന്റെ മുടി ആ ഒരു പദ്ധതിയിലേക്ക് തന്നെയാണ് പോകുന്നത്, ആ നിലയിലുള്ള ഒരു പ്രവർത്തനത്തിലേക്ക് തന്നെയാണ്. അല്ല, അതിപ്പോ പല ആസാർ എന്ന് പറയുക. ആസാർ എന്തേ വയലിച്ചുണ്ടായത്? പ്രവാചകന്റെ മുടി വെക്കാനുള്ള പദ്ധതിയിലേക്ക് തന്നെയാണോ പോകണമെന്ന് ചോദിച്ചാൽ ആൺകുട്ടികളെ മാതിരി ആന്ന് പറയണ്ടേ? എന്ന് പറയാൻ അദ്ദേഹം സാധിച്ചില്ല. അവിടെ മൂപ്പർക്കൊരു മുരളിച്ചൊക്കെ പാടെ. എന്താ മുരളിച്ചുണ്ടാകാൻ കാരണം എന്ന് പറയുന്നത്, അങ്ങനെ ഒരു പള്ളി ദുന്യാവിന്റെ മണ്ണിൽ പൊന്തുകയില്ലെന്ന് അയാൾക്ക് തന്നെ അറിയാം. അതിന്റെ കാരണങ്ങൾ ഇൻഷാ അല്ലാഹ് സൗകര്യം പോലെ പറയാം. ആ ഭാഗം ഒന്നുകൂടി വെച്ച് ആ ഒരു പദ്ധതിയിലേക്ക് തന്നെയാണ് പോകുന്നത്, ആ നിലയിലുള്ള ഒരു പ്രവർത്തനത്തിലേക്ക് തന്നെയാണ്. അല്ല, അതിപ്പോ പല ആസാർ എന്ന് പറയുക അറബിയിൽ. ഈ ആസാറുകൾ പ്രവാചകരുടെ മുടി മാത്രമല്ല വേറെ പലതും ഉണ്ട്. പിന്നെ ഏതൊക്കെയുള്ളത്? പ്രവാചകന്റെ മുടി മാത്രമല്ല വേറെ പലതുണ്ട്. ആ പലതുള്ള സാധനങ്ങൾ ഏതൊക്കെ? എവിടുന്നാ കിട്ടിയത്? അതിന്റെ രേഖ പറ, അത് കിട്ടിയതിന്റെ മാനദണ്ഡം പറയാ. ഇതൊക്കെ പണ്ട് കാലത്ത് എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ നമുക്ക് രക്ഷപ്പെടാമായിരുന്നു. ജീവിച്ചിരിക്കുന്ന തെളിവുകളുള്ള കാലത്തോളം അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് രക്ഷപ്പെടാൻ പറ്റൂല. എന്തേ അദ്ദേഹം നേരത്തെ പ്രസംഗിച്ചത്? റസൂലുള്ളാഹി തങ്ങൾ ജീവിതത്തിലൊന്ന് മാറ്റി പറയാത്തതുപോലെ ഞങ്ങൾ ഉസ്താദും ഒന്നും മാറ്റി പറഞ്ഞിട്ടില്ല. അങ്ങനെ പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കി കുട്ടികൾക്ക്. ചോദിക്ക്, മാന്യമര്യാദ ഉണ്ടെങ്കിൽ ചോദിക്ക്. 4 വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ പള്ളി ഉണ്ടാക്കാൻ വേണ്ടി പൈസ പിരിച്ചിട്ട് എവിടെ ഉസ്താദേ ആ പള്ളി, അല്ലെങ്കിൽ പൈസ അങ്ങോട്ട് തിരിച്ചു തരി എന്നെങ്കിലും ഒരു വാക്ക് പറയാൻ ധൈര്യം ഉണ്ടോ നിങ്ങൾക്ക്? ഞങ്ങൾക്കറിയാം ബഹുമാനപ്പെട്ട ശൈഖുനാ ചെറുശ്ശേരി ഉസ്താദ് മഹാനവർ ഖബറുടെ അല്ലാഹു വെളിച്ചമാക്കി കൊടുക്കുമാറാകട്ടെ. അവസാന കാലങ്ങളിൽ നടന്ന സമ്മേളനങ്ങളിലെ പ്രസംഗങ്ങളിലൊക്കെ മഹാനവറുകൾ വ്യക്തമാക്കിയിരുന്നു, ഇയാള് പച്ചക്കളവ് പറയുന്ന ആളാണ്, അയാളെ പിന്നാലെ കൂടരുത്. ഉസ്താദിന്റെ ഭാഷ പൊള്ളു പറയാന്ന, തൊള്ള തോർന്ന പൊള്ളയാൾ പറയുള്ളൂ, ഇയാളെ പിന്നാലെ കൂടാൻ പറ്റൂല. കഴിഞ്ഞുപോയ കാലഘട്ടങ്ങളിലെ പണ്ഡിതന്മാരൊക്കെ അത് പറഞ്ഞു. ഞാൻ ഈ സമയത്ത് ഞാനൊരു കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. മാസങ്ങൾക്ക് മുമ്പ് പെരിന്തൽമണ്ണ പ്രദേശത്തൊരു സ്ഥലത്തൊരു നല്ലൊരു മനുഷ്യരുണ്ടായിരുന്നു. അദ്ദേഹം ഒരു പരിപാടിക്ക് വേണ്ടി 2 വിഭാഗത്തിലെ ആളുകൾ ക്ഷണിക്കണം എന്ന അദ്ദേഹത്തിന് ആഗ്രഹം. അയാൾ അങ്ങനത്തെ നല്ലൊരു മനസ്സുള്ള ഒരാളാണ്. കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുമായി ബന്ധപ്പെട്ട് ഡേറ്റ് വാങ്ങി. ആ ഡേറ്റിലേക്ക് ബഹുമാനപ്പെട്ട ശൈഖുനാ കോയക്കുട്ടി ഉസ്താദിനെ ഡേറ്റ് വാങ്ങി. ഏതായാലിരിക്കട്ടെ, 2 സംഘടനയുടെ 2 തലപ്പത്ത് നിൽക്കുന്ന നേതാക്കന്മാർ വരെയല്ലേ. കാന്തപുരത്തോട് ചോദിച്ചു, നിങ്ങൾ വന്നാൽ നിങ്ങൾക്കുള്ള സൗകര്യങ്ങൾ എന്തൊക്കെയാണ് വേണ്ടത്?
എന്തൊക്കെ ഒരുക്കങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടി ഒരുങ്ങുന്നത്. അപ്പൊ അയാൾ പറഞ്ഞു അതിന്റെ അടുത്തുള്ള ഫ്ലാറ്റിന്റെ പേരൊന്നും ഞാൻ പറയണേ, ആ ഫ്ലാറ്റാണ് സാധാരണ ഞാൻ ആ വഴിക്കൊക്കെ പോകുമ്പോൾ എടുക്കാറുള്ളത്, അതെല്ലാ സൗകര്യങ്ങളും ഉണ്ട്, എനിക്ക് ആ ഫ്ലാറ്റ് മതി. അതിന്റെ പുറമെ ഭക്ഷണത്തിന്റെ മെനു കൊടുത്തു, ഇന്ന ഭക്ഷണങ്ങളാണ് വേണ്ടത്, ഭക്ഷണത്തിന്റെ മെനു കൊടുത്തു. ഇവരാ ഫ്ലാറ്റിലെ റൂം ബുക്ക് ചെയ്തു. അദ്ദേഹം വരുമ്പോൾ ആവശ്യമുള്ള ഭക്ഷണത്തിന് വേണ്ട അറേഞ്ച്മെന്റുകളൊക്കെ ചെയ്തു. അതിന്റെ ശേഷം മാനക്കരയിലെ വീട്ടിലേക്ക് മഹാനായ കോയക്കുട്ടി ഉസ്താദിനെ കാണാൻ വേണ്ടി ഇയാൾ പോയി. ഇൻഷാ അല്ലാഹ് വരും ദിവസങ്ങളിൽ നമ്മുടെ ഉസ്താദുമാരുടെ പ്രസംഗങ്ങളിലൊക്കെ വിഷയം സജീവമായി വരും. മഹാനായ കോയക്കുട്ടി ഉസ്താദിനെ വീട്ടിൽ ചെന്നിട്ട് പറഞ്ഞു, ഉസ്താദ് ഇന്ന ദിവസമാണ് പരിപാടി, മറന്നിട്ടില്ലല്ലോ? മറന്നിട്ടില്ല. അന്ന് നിങ്ങൾ വരും, എങ്ങനെ നിങ്ങൾ വരിക, എന്തൊക്കെ ഒരുക്കങ്ങളാണ് ഒരുങ്ങേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ പരമാധ്യക്ഷനായ ബഹുമാനപ്പെട്ട കോയക്കുട്ടി ഉസ്താദ് പറഞ്ഞത്, കുട്ടിയെ ഞാൻ കുറെ ഗുളിക കുടിക്കണ ആളാണ്, എന്റെ കൂടെ സഹായത്തിനൊരാളുണ്ടാകും, ആ ആൾക്കും എനിക്കൊരു സൗകര്യം വേണം. എന്താ സൗകര്യം, എങ്ങനത്തെ റൂമാ നിങ്ങൾക്ക് വേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ കോയക്കുട്ടി ഉസ്താദ് പറഞ്ഞു, നിങ്ങളെ പേരന്റെ അടുത്ത് നിസ്കാരപ്പള്ളി വല്ല പള്ളി ഉണ്ടോ? ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത് അവിടെയാണ്. എത്തിക്കാവിലെ കൂലിയും കിട്ടൂലേ, ഭക്ഷണം കഞ്ഞി കിട്ടിയാൽ വളരെ ഉഷാറായി, അതിന്റെ അപ്പുറത്തൊന്നും എനിക്ക് വേണ്ട, പള്ളി ഉണ്ടായാൽ വളരെ സൗകര്യമാണ്. ഈ മനുഷ്യൻ കരഞ്ഞുകൊണ്ട് തിരിച്ചു പോന്നു. ഈ മനുഷ്യനും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രവർത്തകനായി മാറിയിട്ടുണ്ട്. നമ്മൾ അറിയണം, നമ്മുടെ ഉസ്താദുമാരെ സംബന്ധിച്ചും നേതാക്കന്മാരെ സംബന്ധിച്ചും ആ നിലക്ക് ആത്മീയപരമായ ചിന്തയും വിചാരം കടന്നു വരേണ്ട സാഹചര്യമാണ്. ഈ ഭൗതികമായ താല്പര്യങ്ങൾക്കും ഈ പ്രചരണങ്ങൾക്കും ഈ പ്രചണ്ഡമായിട്ടുള്ള പ്രചരണങ്ങളൊക്കെ കണ്ടാൽ ഇതാണ് ഹക്ക് എന്ന് മനസ്സിലാക്കുന്നവർ തിരുത്തണമെന്ന് മാത്രമാണ് പറയാനുള്ളത്. ഇനി നോക്കൂ നിങ്ങൾ, മറ്റൊരു വിഷയത്തിൽ കൂടെ കടന്നിട്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. 73 നമ്മൾക്കറിയാം, ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഡൽഹിയിൽ ഒരു സമ്മേളനം നടന്നു, സൂഫി സമ്മേളനം. നമുക്കൊക്കെ വല്ലാത്ത വേദനയുണ്ട്. അതിന്റെ ചിത്രങ്ങളും വാർത്തകളും ഫോട്ടോകളൊക്കെ പത്രങ്ങളിലൂടെയും ടിവികളിലൊക്കെ കണ്ടവരാണ് നിങ്ങൾ. സൂഫി സമ്മേളനം, ഇങ്ങനൊരു സമ്മേളനം ഡൽഹിയിൽ നടക്കുന്നു എന്നാണ് പറഞ്ഞപ്പോൾ നമ്മളൊക്കെ വളരെ അത്ഭുതത്തോടുകൂടെ നോക്കിക്കണ്ടു. സുബ്ഹാനല്ലാഹ്, ആരൊക്കെയായിരിക്കും ആ സമ്മേളനത്തിൽ വരുന്ന സൂഫികൾ? നമ്മൾക്ക് പരിചയമുള്ള സൂഫികളുണ്ട്. ഓഫുൽ ആദമിനെ പോലെ, റിഫായി ശൈഖിനെ പോലെ, ഖാജാ തങ്ങളെ പോലെ, ബഖ്തിയാർ കാക്കിയെ പോലെ, എത്രയോ ഔലിയാക്കന്മാർ, ഖുതുബുസ്സമാൻ മമ്പറന്തങ്ങളെ പോലെ, ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങളെ പോലെയുള്ള എത്രയോ ഔലിയാക്കന്മാർ നമുക്ക് പരിചയമുണ്ട്. ഇങ്ങനെ സൂഫി സമ്മേളനമാകുമ്പോൾ എന്തായിരിക്കും അതിന്റെ മെത്തേഡ്, ഏത് രൂപത്തിലൂടെയായിരിക്കും എന്ന് നമ്മൾ അതിനെ സംബന്ധിച്ച് ഇങ്ങനെ ആലോചിച്ചിരുന്നു. അങ്ങനെ രാംലീല മൈതാനത്ത് സമ്മേളനം നടന്നു. കേരളത്തിൽ നിന്ന് കാന്തപുരം ഖലീൽ തങ്ങളും അതിന് പങ്കെടുത്തു. 2-3 ദിവസത്തെ ആർഭാടകരമായ ജീവിതവും 5 നക്ഷത്ര ഹോട്ടലിലെ താമസങ്ങളും സൗകര്യങ്ങളും അതൊക്കെ കഴിഞ്ഞു. സമ്മേളനങ്ങൾ കഴിഞ്ഞ് തിരിച്ചു പോന്നു. സമ്മേളനങ്ങളിൽ ഓരോരോ പ്രമേയങ്ങൾ പാസാക്കി. സുബ്ഹാനല്ലാഹ്, സ്ത്രീകൾക്ക് ശിരോവസ്ത്രം ആവശ്യമില്ല, പർദ്ദ ധരിക്കേണ്ടതില്ല, മുസ്ലിം പുരുഷന്മാർ താടി വെക്കേണ്ടതില്ല എന്ന് തുടങ്ങി മുസ്ലിം സമുദായത്തിന്റെ ആശയങ്ങളെ വ്രണപ്പെടുത്തുന്ന പത്രസമ്മേളനങ്ങളും സെമിനാറുകളും ചർച്ചകളും നടന്നിട്ട് അതിൽ ദിവസങ്ങളോളം പങ്കെടുത്ത കാന്തപുരവും ബഹുമാനപ്പെട്ട ഖലീൽ തങ്ങളും ആ വിഷയത്തിൽ കാമായ എന്നൊരു വാക്ക് മിണ്ടിയില്ലെന്ന് മാത്രമല്ല, അവിടുന്ന് പ്രതികരിക്കാൻ പ്രയാസമാണെങ്കിൽ കേരളത്തിൽ തിരിച്ചു വന്നതിന് ശേഷമെങ്കിലും അവിടുത്തെ പ്രമേയങ്ങൾ തെറ്റായിപ്പോയി, അത് ദീനിനെ നിരക്കാത്തതായി പോയി, അതൊരു സൂഫി സമ്മേളനമല്ല, അത് ദീനിനെ പരിഹസിക്കുന്ന സംഗതിയായിരുന്നു എന്ന് പോലും പറയാനുള്ള തന്റെ ഇടം അവർ കാണിച്ചിട്ടില്ല. RSS, BJP, ബജറംഗത്തള്ളിനെ പോലെയുള്ള ഈ വർഗീയ ഫാസിസ്റ്റുകൾ ഇങ്ങനെ സൂഫി സമ്മേളനം സംഘടിപ്പിച്ചാൽ അതിന്റെ പിന്നിൽ വരാൻ പോകുന്ന ദുരന്തങ്ങൾ വരും കാലഘട്ടങ്ങളിൽ നമ്മൾ കണ്ടറിയേണ്ടതുണ്ട്. ആ സമ്മേളനമൊക്കെ കഴിഞ്ഞതിന് പിറ്റേ ദിവസം വന്ന പത്രവാർത്ത ചാനലിലെ വാർത്ത ഒന്ന് കേൾക്കും. ദില്ലിയിൽ നടന്ന ലോക സൂഫി സമ്മേളനത്തിൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പങ്കെടുത്തതിനെ ചൊല്ലി വിവാദം. ഏനാ വിവാദം ഇല്ലാത്ത? ഇനിയിപ്പോ അത് മാത്രം വിവാദം ഉണ്ടാക്കണം, അതും വിവാദം തന്നെ. കൊണ്ടുവന്നതും പറഞ്ഞതും ചെയ്തതൊക്കെ വിവാദം. സൂഫി സമ്മേളനം അതേമാതിരി തന്നെ അതും വിവാദമായി. കേന്ദ്ര സർക്കാരും RSSും സ്പോൺസർ ചെയ്തതാണ് സൂഫി സമ്മേളനമെന്നും പരിപാടിയിൽ പങ്കെടുത്ത് കാന്തപുരം സമുദായത്തെ വഞ്ചിച്ചിരിക്കുകയാണെന്നാണ് വിമർശനം. അതേസമയം സംഭവത്തെക്കുറിച്ച് പ്രതികരിച്ച് കൂടുതൽ വിവാദത്തിനില്ലെന്ന് കാന്തപുരം വക്താക്കൾ അറിയിച്ചു. ഏതായിരിക്കട്ടെ, അങ്ങനെ ഒരു നല്ലൊരു വാക്കെങ്കിലും ഒരു പറഞ്ഞു. ഇനി ഞങ്ങൾ ഇതും കൂടി വിശദീകരിച്ചിട്ട് കൊയമാന്ത്രത്തിനില്ല, ഇതുകൂടി വിശദീകരിച്ച് ഞങ്ങൾ പ്രശ്നത്തിനില്ല എന്നവർ പറഞ്ഞു. കഴിഞ്ഞ ദിവസം ഡൽഹി വിജ്ഞാൻ ഭവനിലും രാംലീല മൈതാനത്തുമായാണ് ലോക സൂഫി സമ്മേളനം നടന്നത്. ഓൾ ഇന്ത്യ ഉലമ ആൻഡ് മശായിഖ് ബോർഡും ലോക സൂഫി ഫോറവുമാണ് പ്രത്യക്ഷത്തിൽ പരിപാടി സംഘടിപ്പിച്ചതെങ്കിലും പിന്നിൽ സംഘപരിവാറാണെന്നാണ് വിമർശനം. പരിപാടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രത്യേക ക്ഷണിതാവായിരുന്നു. സമ്മേളനത്തിൽ കേരളത്തിലെ പ്രമുഖ മുസ്ലിം പണ്ഡിതനായ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പങ്കെടുത്തതാണ് വിവാദമായത്.
രാജ്യത്ത് ന്യൂനപക്ഷങ്ങൾ വേട്ടയാടപ്പെടുമ്പോഴും മോദിക്കൊപ്പം നിന്ന് കാര്യലാഭമുണ്ടാക്കുകയാണ് കാന്തപുരത്തിന്റെ ലക്ഷ്യമെന്ന് ജമാഅത്തെ ഇസ്ലാമി അസിസ്റ്റന്റ് അമീർ ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് വിമർശിച്ചു. അധികാരി വർഗത്തിന്റെ ഒരു അരമനകളിൽ അപ്പക്കഷ്ടങ്ങൾക്ക് വേണ്ടി അടയിരിക്കുന്ന ഒരു സംഘം എക്കാലവും ഏതാണ്ട് എല്ലാ മതസമൂഹങ്ങളുമുണ്ട്. അത്തരം മതപുരോഹിതന്മാരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഭരണകൂടം ഈ സമ്മേളനം സംഘടിപ്പിച്ചത്. കാന്തപുരത്തിനെതിരെ സമസ്ത ഏതായിരിക്കട്ടെ, ഈ രൂപത്തിൽ എല്ലാ ഭാഗങ്ങളും വിമർശനം വന്നു. സൂഫിസത്തിന്റെയും ദീനിന്റെയും തസൂഫിന്റെയും ശരിയായ മാർഗത്തിൽ ദീനിന്റെ ആളുകളെ കൊണ്ടുപോകുന്ന ഒരു രൂപത്തിലേക്ക് കാര്യങ്ങളെത്തി. ഏതായിരിക്കട്ടെ, സൂഫി സമ്മേളനം സമാപിച്ചു. സാധാരണഗതിയിൽ നമ്മളെ നാട്ടിലൊക്കെ ഉള്ള ഒരു മതപഠന ക്ലാസ് സമാപിക്കുകയാണെങ്കിൽ 3 സ്വലാത്ത് ചൊല്ലും. ദുഃഖൃദുആ സമ്മേളനക്കാണെങ്കിൽ 25 സ്വലാത്തോ 50 സ്വലാത്തോ ചൊല്ലും. ഏതായാലും സൂഫി സമ്മേളനമൊക്കെ സമാപിക്കുമ്പോൾ അൽബക്കറെങ്കിലും ഓതണം എന്നാണ് എന്റെ അഭിപ്രായം. ഏതായാലും ഈ സൂഫി സമ്മേളനം സമാപിച്ചെങ്ങനെയാണ് നിങ്ങൾ ഡാൻസ് നടത്തിയിട്ടാണ് സൂഫി സമ്മേളനം സമാപിച്ചത്. എന്നിട്ടോ ഈ പറയപ്പെട്ട വലിയ വലിയ സൂഫിയാളൊക്കെ പിന്നെ ഡാൻസ് നടക്കുമ്പോൾ സെൽഫി എടുക്കുക. വലിയ സൂഫിയാള് ഇതൊന്നും വെറുതെ പറയല്ല, കണ്ടോളി. എല്ലാ സൂഫിയാളും ഉണ്ട്, നോക്കിയാൽ കാണും. അതിൽ വലിയ വലിയ സൂഫിയാൾ സെൽഫി എടുക്കണം, അതിൻ്റെ അടുത്ത് കാണാം. ഈ നിലക്ക് മുന്നോട്ട് പോയാൽ ഇവിടെ സംഭവിക്കാൻ പോണ സംഗതി എന്താ നിങ്ങള്? വരും ഭാവിയിൽ അതിവിദൂരമല്ലാത്ത കാലത്ത് ഇന്ത്യ രാജ്യത്ത് പ്രത്യേകിച്ച് കേരളത്തിന്റെ മണ്ണിൽ വരാൻ പോകുന്നൊരു വിഷയം ഞാൻ സൂഫിയായതുകൊണ്ട് പറയല്ല, പക്ഷെ കാര്യങ്ങളൊക്കെ കണ്ടറിഞ്ഞതുകൊണ്ട് ഓർമ്മപ്പെടുത്തുകയാണ്. വരും ഭാവിയിൽ കേരളത്തിന്റെ മണ്ണിൽ മുസ്ലിമീങ്ങളെ 2 വിഭാഗമായി തരംതിരിക്കും. ഒന്ന് മോഡി അനുകൂല മുസ്ലിമും, 2 മോഡി പ്രതികൂല മുസ്ലിമും. ഇങ്ങനെ 2 തരത്തിൽ മുസ്ലിമീങ്ങളെ ചിത്രീകരിക്കപ്പെടും. മോഡി അനുകൂല മുസ്ലിമീങ്ങളെ കൊണ്ട് മോഡി പ്രതികൂല മുസ്ലിമീങ്ങൾ അടിച്ചമർത്തുന്ന കാലം അതിവിദൂരമല്ലാത്ത രൂപത്തിലാണ് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. മുസ്ലിം സമുദായത്തിന്റെ ആശയങ്ങളെയും ആധാരങ്ങളെയും അടിയറവ് ചെയ്ത് മുസ്ലിം സമുദായത്തിന്റെ സംഘശക്തിയെ തകർത്തെറിഞ്ഞ് കലുഷിതമായ സാഹചര്യം കേരളത്തിന്റെ മണ്ണിലുണ്ടാക്കി BJP അടക്കമുള്ള വർഗീയ നാസിസ്റ്റ് ഫാസിസ്റ്റ് ശക്തികൾക്ക് വളരാനുള്ള വളക്കൂറുള്ള മണ്ണാക്കി കേരളത്തിന്റെ മണ്ണിനെ മാറ്റിയെടുത്ത് മണ്ണാർക്കാട് ശംസുദ്ദീനെതിരെ BJPക്ക് വോട്ട് ചെയ്യാൻ വേണ്ടി BJPയോട് വോട്ട് വാങ്ങി. അതിന് പകരം മഞ്ചേശ്വരത്തുള്ള BJPയുടെ സ്ഥാനാർത്ഥി ഞങ്ങൾ വിജയിപ്പിച്ചു തരാം, RSSന്റെ വോട്ടെടുപ്പ് പിടിക്കാൻ വേണ്ടി മഞ്ചേശ്വരം അടക്കമുള്ള മണ്ഡലങ്ങളിൽ പരസ്യമായ SSFന്റെ പ്രവർത്തകന്മാർ കൊടിയും പിടിച്ച് RSSന് വേണ്ടി രംഗപ്രവേശനം നടത്തുകയും ഇതൊക്കെ പാടെ കൂട്ടി ആലോചിച്ച് വായിച്ചു നോക്കുമ്പോൾ അരുതാത്ത പലരും കേരളത്തിന്റെ മണ്ണിൽ നടക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അതുകൊണ്ട് എനിക്ക് അവസാനമായി ഓർമ്മപ്പെടുത്താനുള്ളത്, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാ എന്ന മഹിതമായ ആദർശ പ്രസ്ഥാനം ഏതൊരു ആശയത്തിന് വേണ്ടിയാണോ, ഏതൊരു ആദർശത്തിന് വേണ്ടിയാണോ കേരളത്തിന്റെ മണ്ണിൽ പടച്ചറബിന്റെ കൽപ്പനയോടുകൂടെ പടച്ചറബിന്റെ തൃപ്തിയോടുകൂടെ ഈ സംഘടന വളർത്തിയതെങ്കിൽ ആ ആശയവും ആ ആദർശവും ഖിയാമത്ത് നാൾ വരെ ഇവിടെ നിലനിൽക്കുമെന്നും പടച്ചവന്റെ പരിശുദ്ധമായ ദീനിന്റെ നിയമങ്ങൾ മാറ്റിമറിക്കാനും സമസ്തയുടെ ലക്ഷ്യത്തിൽ നിന്ന് സമസ്തയാകിന്റെ പ്രവർത്തകന്മാരെ മാറ്റിമറിക്കാനും ഒരാൾക്കും സാധ്യമല്ലെന്ന് തെളിയിച്ചുകൊണ്ടാണ് കേരളത്തിന്റെ ഈ തല മുതൽ അത്തര വരെ എല്ലാ സ്ഥലങ്ങളിലും സജീവമായി നമ്മുടെ സമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാരും സമസ്തയുടെ പ്രവർത്തകന്മാരും ഈ സമുദായത്തിന്റെ നന്മ ആഗ്രഹിക്കുന്ന മുഴുവൻ ആളുകളും ഒരുമയോടുകൂടെ ദീനിന്റെ നിലനിൽപ്പിന് വേണ്ടി സമുദായത്തിന്റെ സംഘശക്തിക്ക് വേണ്ടി ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുകയും ഇത്തരത്തിൽ പ്രവർത്തിക്കുന്നവരെ സമുദായത്തിൽ നിന്ന് പടിയടച്ച് പിണ്ടം വെച്ച് സമുദായത്തെ മഹലിനെയും രക്ഷപ്പെടുത്താൻ നമ്മളൊക്കെ ആവുന്നത് ചെയ്യണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തി ദുആ വസിയത്തോടുകൂടെ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം റബ്ബനാ അലൈക തവക്കൽനാ വഇലൈക അനബ്നാ വഇലൈകൽ മസീർ ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ നിഅമൽ മൗലാ വനിഅമൻ നസീർ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഖൈറിന് വേണ്ടി ദുആ ചെയ്യണമെന്ന വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.